ലുലുമോളിലൊക്കെ ഔട്ട്ലെറ്റ് കിട്ടുക എന്നുള്ളത് വലിയൊരു സംഭവമാണെന്നുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അറിയലുണ്ടാവില്ല. ലുലുമോൾ ഇടുന്നതിന്റെ പിറകിലേക്ക് കഥയുണ്ട്. അത് 10 കോടി ഫണ്ടിങ് റേസ് ചെയ്ത ഒരു കമ്പനി, അതും ഒരു ഫാഷൻ ബ്രാൻഡ്, B2C ബ്രാൻഡ് ഫ്രം കേരള, മൈ ഡെസിഗ്നേഷൻ. ഞാൻ കുറെ കാലം മൈ ഡിസൈൻ നേഷൻ എന്നായിരുന്നു പറയല്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായത് ഡെസിഗ്നേഷൻ ആണ്. അല്ല, നിങ്ങൾ ഡിസൈൻ ആണല്ലോ നിങ്ങൾ ചാമ്പ്യൻ ചെയ്യുന്നത്. എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഇതിന്റെ സെന്റർ എന്ന് പറയുന്ന ഗോപുവാണ്. ഓഡിയൻസിന് ഇഷ്ടമാണ്. അപ്പൊ ഗോപുവാണ് ഹാർട്ട് ഓഫ് ദ ബ്രാൻഡ്. അവന്റെ പേരിന്റെ നടുക്ക് ജി വരുന്ന എന്തെങ്കിലും പേരാണ്. മൈ ഡെസിഗ്നേഷനിൽ എക്സാക്ട് നടുക്കുള്ള ലെറ്ററാണ് ജി. മുമ്പ് 6, അതിന് ശേഷം 6 ലെറ്റേഴ്സ്. നടുക്കാണ് ജി. എന്നെ കൊണ്ട് ഇതൊന്നും നടക്കില്ല, ഇതൊന്നും നിന്റെ പരിപാടിയല്ല, വെറുതെ ഒന്നും ചെയ്യരുത്, നിനക്കൊന്നും പറ്റില്ല, നിന്നെ കൊണ്ട് പറ്റില്ല. മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാർ ആദ്യമായിട്ട് കാണുക. പിന്നെ എനിക്ക് തോന്നുന്നു സ്വരൂപാണ് കുറച്ചെങ്കിലും അതിൽ വിവരവും വിദ്യാഭ്യാസവും ഉള്ളത്. വിവരമുള്ള ആള് സ്വരൂപാണല്ലേ? അങ്ങനെ ഞാൻ പറയില്ല. നമ്മൾ പുറത്തു പോകുമ്പോ ഈ കോളയ്ക്കൊക്കെ ഭയങ്കര സ്വീറ്റ് ടേസ്റ്റ് ആണ്. പക്ഷെ നമ്മുടെ ഇവിടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പെപ്സി അല്ലെങ്കിൽ കൊക്കക്കോള കുടിക്കുന്ന സമയത്ത് സോഡ കൂടുതലാണ്. ടു ബി വെരി ഓണസ്റ്റ്, അങ്ങനെയല്ല, ഭയങ്കര സ്വീറ്റ് ആണ്. ഇവിടെ അത് മതി. അയാൾക്ക് ഉണ്ടാക്കിയ സേവിങ്സ് മൊത്തം കൊണ്ട് കൊടുത്തു, പ്രൊഡക്ഷൻ കാര്യങ്ങളും കൊടുത്തു. 2 ആഴ്ച കഴിഞ്ഞ് ഇയാളുടെ അഡ്രസ് ഇല്ല. അപ്പോൾ അത് പഠിച്ച ലെസണാണ്. ഫാമിലി അല്ല, ഫ്രണ്ട്സ് അല്ല, ആരാണെങ്കിലും ഒരു പ്രോഡക്റ്റിനോ ഒരു കമ്പനിക്ക് നമ്മൾ ടേംസ് ഉണ്ടാക്കിയ ടേംസ് അങ്ങനെ ആയിരിക്കണം. നോ പറയാൻ പഠിക്കണം. എവിടെ നോ പറയണം. അപ്പോൾ ഈവന്റ് ഒരു 3 ദിവസം ഇവന്റ് ആയിരുന്നു, ഫ്ലീ മാർക്കറ്റ് ട്രിവാൻഡ്രത്ത്. ഇത് കൊണ്ടുവച്ച് ആദ്യത്തെ ഒരു 3 മണിക്കൂറായപ്പോൾ തന്നെ സാധനം മൊത്തം തീർന്നു. സാധനം തീർന്നതിൽ നമ്മൾ വിട്ടില്ല. ഏകദേശം 850ഓളം ആൾക്കാരുടെ കയ്യിൽ നിന്ന് കോൺടാക്ട് എഴുതി വാങ്ങിച്ചിട്ട് നമ്മൾ ഒരാഴ്ച കൊണ്ട് ഡെലിവറി ചെയ്തു. നിങ്ങളെ ഓൺലൈൻ ബിസിനസ് പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ 50-ൽ പരം എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പലരും നമ്മളടുത്ത് ഹെൽപ്പ് ചോദിച്ചു വരാറുണ്ട്. ഇപ്പം അതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. താഴെയുള്ള യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സാപ്പ് നമ്പർ ഉണ്ട്, അവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടും. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഇകോം ഷോ. 10 കോടി ഫണ്ടിങ് റേസ് ചെയ്ത ഒരു കമ്പനി, അതും ഒരു ഫാഷൻ ബ്രാൻഡ്, B2C ബ്രാൻഡ് ഫ്രം കേരള, മൈ ഡെസിഗ്നേഷൻ. അതിന്റെ ഫൗണ്ടേഴ്സ് ആണെന്ന് നമ്മളെ കൂടെ ഉള്ള സ്വരൂപൻ, ഗോപിക. വെൽക്കം ടു ദ ഷോ. കയ്യില്ല, അല്ല കയ്യിൽ തരാം. ഓക്കെ, നിങ്ങളവിടെ കിട്ടിയ ഭയങ്കര കാര്യമായി. ഞാൻ ആക്ച്വലി അത്ഭുതപ്പെടാറായിരുന്നു. ഒരു സ്റ്റോർ ഇവിടെ തുടങ്ങി വെച്ചിട്ട് കോഴിക്കോട്, ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ ഇയാൾ വെറുതെ വിടുകയാണോ? എന്താണ്, എങ്ങനെ, ഹൗ ഡിഡ് ദിസ് ഓൾ സ്റ്റാർട്ട്? ഇതിപ്പോൾ ആക്ച്വലി തുടങ്ങിയത് ഗോപുവിൻ്റെ ഐഡിയയിൽ നിന്നാണ്. ഇറ്റ് വാസ് ഓൾ ഹെർ തിങ്. അപ്പോൾ നമ്മൾ 2016 ഗോപു ജസ്റ്റ് പഠിച്ചിറങ്ങി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഗോപുവിന് ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്. പക്ഷേ ബാഗിൽ ടെക്സ്റ്റ് ബുക്സ് ഒന്നും കാണില്ല, ഫുൾ ഫാഷൻ മാഗസീൻസ് ആയിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു പുള്ളിക്കാരിയാണ്, ഫുൾ ഫാഷനിസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ പഠിച്ചിറങ്ങിയ സമയത്ത് ഞാൻ പറയും, വീട്ടുകാരും എല്ലാവരും ഒരു യൂഷ്വൽ നമ്മുടെ കോമൺ ഇതാണല്ലോ, പഠിച്ചിറങ്ങിയാൽ നേരെ ബാങ്ക് കോച്ചിങ്ങിന് പോവുക, അല്ലെങ്കിൽ PSC എഴുതുക. അപ്പോൾ അങ്ങനെ ക്ലാസ്സിനൊക്കെ പോകാൻ തുടങ്ങി. ഞാൻ ഡെയിലി ശരാശരി ഞാൻ എന്നും ഡീമോട്ടിവേറ്റ് ചെയ്യാറ്, എന്നെ കൊണ്ട് ഇതൊന്നും നടക്കില്ല, ഇതൊന്നും നിന്റെ പരിപാടിയല്ല, വെറുതെ ഒന്നും ചെയ്യരുത്, നിനക്കൊന്നും പറ്റില്ല, നിന്നെ കൊണ്ട് പറ്റില്ല. മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാർ ആദ്യമായിട്ട് കാണുക. ഞാനിതിങ്ങനെ പറഞ്ഞു 6 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് ഷീ അണ്ടർസ്റ്റുഡ്, ഓക്കെ ഓണ്ടർപ്രണർഷിപ്പ് ചെയ്യണം. കാരണം ഫാഷൻ അത്രയും ഭയങ്കര സെൻസുള്ള ആളാണ്. ഇപ്പം ഇത്രയും ഫാഷൻ സെൻസുള്ള ആൾ ഒരു ബാങ്കിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗോണ മേക്ക് സെൻസ്. യു ഹാവ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ്. ഞാൻ എപ്പോഴും പറയാം. അങ്ങനെ അവസാനം ഷീ ഡിസൈഡഡ് ടു ഡു ദാറ്റ്. അപ്പോൾ ഗോപു തനിയെ തന്നെ ചെറുതായിട്ട് ആക്ച്വലി അന്ന് ഈ ഒരു ഫാഷൻ ബ്രാൻഡ് എന്നുള്ള കോൺസെപ്റ്റ് ഒന്നും ഇല്ല. കാരണം ഒരു ബ്രാൻഡൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു ക്യാപിറ്റൽ വേണം, കുറച്ച് എമൗണ്ട് ഒക്കെ ഇല്ലാതെ പറ്റില്ല, ഒരു ടീം വേണം. അപ്പം അങ്ങനെ ചെറിയൊരു പരിപാടിയിൽ ഗോപു തന്നെ ചെയ്യാൻ തുടങ്ങി, ആൾക്കാർക്ക് വേണ്ടി ബ്രൈഡൽ കസ്റ്റമൈസേഷനും ലെഹങ്കാസ് ഒക്കെ ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഒരു വലിയ പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ക്യാപിറ്റൽ വേണ്ട. ഇപ്പൊ ഷാനും ഫാമിലിക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട് അടുത്ത ആഴ്ച, അപ്പോൾ ഒരു കല്യാണത്തിന് ഇടാനാണ്. അപ്പോൾ ഗോപു അവിടെ വന്ന് നിങ്ങളെ കാണും, നിങ്ങളുടെ വീട്ടിൽ വന്ന് കാണും, നിങ്ങളുടെ റിക്വയർമെന്റ് ഫുൾ മനസ്സിലാക്കും, എന്നിട്ട് അത് റെഡിയാക്കി ഡിസൈൻ ചെയ്ത് വീട്ടിൽ എത്തിച്ചു തരും. ബേസിൽ നിങ്ങളൊരു കടയിൽ പോകണ്ട, നിങ്ങളുടെ ഐഡിയ കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ മാത്രം മതി. ഷീ ഡസ് ഓൾ ദ ജോബ്. ഓക്കെ, അപ്പോൾ അഡ്വാൻസ് പൈസയും കിട്ടും. അത് വെച്ചിട്ട് പ്രൊഡക്ഷനും ചെയ്യാം. അപ്പോൾ എങ്ങനെ ഫസ്റ്റ് ഫ്യൂ ക്ലയൻസിന് എങ്ങനെ കിട്ടി? അത് ഇൻഹൗസ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയി അവിടുത്തെ തന്നെ കുറെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി അവിടുന്ന് തുടങ്ങി. എനിക്ക് 2016 ഞാൻ പാസ് ഔട്ട് ആവുന്നത്.
അപ്പൊ ആ സമയത്ത് ഇൻസ്റ്റഗ്രാം ഒക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഉം. സോ പീപ്പിൾ വേർ എക്സ്പ്ലോറിങ് ഇൻസ്റ്റാഗ്രാം. അപ്പൊ അവിടെ അന്ന് ഇൻഫ്ലുവൻസേഴ്സ് കണ്ടന്റ് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഉം. സോ ഇൻസ്റ്റഗ്രാമിന്റെ എന്റെ ഐഡിയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുമായിരുന്നു. ആ. അങ്ങനെ ഫ്രണ്ട്സ് പിന്നെ അവരുടെ ഫാമിലി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാ. പിന്നെ എനിക്ക് ചെന്നൈന്നൊക്കെ നമുക്ക് ഓർഡേഴ്സ് വരാൻ സ്റ്റാർട്ട് ചെയ്തു. ഓ. അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്യണേ മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ്. കാരണം കോളേജ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി നെറ്റ്വർക്ക് ആണ് ഫസ്റ്റ് ടാപ്പ്. തുടക്കം ഓഫ് കോഴ്സ്. അല്ലാണ്ട് പെട്ടെന്ന് ഒരാൾക്ക് പറ്റില്ലല്ലോ. പിന്നെ കാരണം കോളേജിൽ ഒരു നെയിം ഉണ്ടായിരുന്നു. ആ. എന്ത് പരിപാടി എന്തുണ്ടെങ്കിലും ഫ്രണ്ട്സ് എല്ലാവരും വന്ന് പോകും, നമുക്ക് ഇന്ന പരിപാടി ഉണ്ട്, നമുക്കൊരു പരിപാടി ചെയ്തു തരണം. ഉം. ആ നെയിം ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇവിളിങ്ങനെ സാധനം ചെയ്യാൻ തുടങ്ങിയിട്ട് ആൾക്കാരെ എക്സൈറ്റഡ്, എന്തുണ്ടെങ്കിലും നേരെ വിളിക്കുക എന്നുള്ളൊരു പിന്നെ ആ സമയത്ത് 2016 കോളേജ് കഴിഞ്ഞ പിന്നെ ഉടനെ തന്നെ പലരുടെ എൻഗേജ്മെന്റ് ഒക്കെ വരുമല്ലോ. അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു ഓർഡർ ഇല്ല, എല്ലാം ഓർഡർ പിടിച്ചു. അതെ അതെ. നൈസ്. അപ്പൊ യു ഹാവ് സംതിങ് പ്രിസീഡിങ് യു. അതായത് Yeah. 4 കൊല്ലം കോളേജിൽ നിന്ന് കുറെ ഫംഗ്ഷൻസിന് ചെയ്തപ്പോ എവരിബഡി നോസ് ദാറ്റ് യു ഡിസൈൻ ഗുഡ് ഉം. അല്ലെ? പഠിച്ചിട്ടുണ്ടോ? ഡിസൈനിങ് ഇല്ല, പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാന് ഇതാണ് എന്റെ പ്രൊഫഷണൽ ഡിഗ്രി സിവിലാണ്. ആ. ഒരു രീതിയിലും ഉം. ഈ പറയണ മാതിരി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒന്നും പഠിച്ചിട്ടില്ല. ഓ. പിന്നെ എനിക്ക് ഒന്ന് സ്വരൂപമാണ് കുറച്ചെങ്കിലും അതിൽ വിവരവും വിദ്യാഭ്യാസവും ഉള്ളത്. ഇവരെല്ലാ ആള് സ്വരൂപാണല്ലേ? അങ്ങനെ ഞാൻ പറയില്ല. ഞാൻ ആക്ച്വലി ഡിസൈനിങ് പഠിച്ചിട്ടുണ്ട്. ആ. ഞാൻ VIT-യിലാണ് പഠിച്ചത്, വെല്ലൂർ. ഞാൻ Okay. ഗ്രാഫിക് ഡിസൈനിങ് തന്നെ ഡിഗ്രി എടുത്തത്. ആ. എനിക്കും ഇതേ പറഞ്ഞിട്ട് ഞാനും കുറച്ച് സ്റ്റീരിയോ ടൈപ്പ് ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള മനുഷ്യൻ. എനിക്ക് ആ. എപ്പോഴും ഔട്ട്സൈഡ് ദ ബോക്സ് എന്തെങ്കിലും ചെയ്യണം, ഓക്കെ. അല്ലെങ്കിൽ ഒരു തരം വെപ്പറാള്. ആ. എല്ലാവരും മെഡിക്കൽ എഴുതുന്നു, എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതുന്നു. ആ. ഞാൻ എൻട്രൻസ് എഴുതിയിട്ട് പോലും ഇല്ല. വെരി എനിക്ക് ഒന്ന് കേരളയിൽ എൻട്രൻസ് എഴുതാത്ത ചുരുക്കം ഹാൻഡ്ഫുൾ ആൾക്കാരുള്ള ഞാൻ എഴുതിയിട്ട് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ +2 കഴിയുന്നു, നേരെ പോയി ഡിസൈൻ അപ്ലൈ ചെയ്യുന്നു, ആ. ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നു. മിക്കവാറും എനിക്ക് ഇതിന് ട്രോള് കിട്ടും. അല്ല, ഡിസൈന് അപ്പൊ നിങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നോ ഡിസൈനിങ് ഈസ് യുവർ ഫീൽഡ് എന്നല്ലേ? ഗെയിമിംഗ് വാസ് ഞാൻ ഗെയിമിംഗ് ആയിരുന്നു. വെരി ഗുഡ്. ഞാൻ എനിക്ക് ആർട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു, ആ. ആർട്ടിസ്റ്റ് ആയിരുന്നു. അത് കൂടാതെ ഞാൻ ഗെയിമറും ആയിരുന്നു. അതായത് പെയിന്റിങ് ചെയ്യോ? പെയിന്റിങ്ങിനേക്കാൾ ഉപരി ഐ യൂസ് ടു സിംഗ്, ഡാൻസ്. എല്ലാം മൊത്തത്തിൽ ആർട്ടാണെന്നുണ്ടെങ്കിലും ഐ വാസ് ഗുഡ് അറ്റ് ഓൾമോസ്റ്റ് എവറിത്തിങ്. എനിക്ക് ആർട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ജനറലി എ പേഴ്സൺ ഹൂ ലവ്സ് ആർട്ട്. ഓ. അപ്പോൾ അങ്ങനെ പിന്നെ പുറത്തേന് ഗെയിമർ ആയിരുന്നു. ആ. അപ്പോൾ ഗെയിമർ എന്ന രീതിയിലും 2D ആനിമേഷൻ 3D ആനിമേഷനെ കുറച്ചുകൂടെ പഠിക്കണം, ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടായി വരുന്നതെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഇത് പഠിക്കണം എന്നുള്ളൊരു പാഷൻ ഉണ്ടായിരുന്നു. അല്ല, പണ്ടത്തെ NFS സ്പെഷ്യലിസ്റ്റ് ആണോ? അതെ, അതുകൊണ്ട് ആണല്ലേ? NFS ഉണ്ടായിരുന്നു. അപ്പോൾ തുടങ്ങിയ ഫുഡ് സ്റ്റെപ്സ് ആണ്. ആ. പിന്നെ MMORPG എന്ന് പറയും, അതായത് മൾട്ടി ടീം ആയിട്ടുള്ള ഗെയിംസ് ആണ്. ആ, ആ. ഞാൻ കളിച്ചിരുന്ന ഒരു ഗെയിം ഡോട്ട എന്ന് പറയും. അത് 5v5, നമ്മൾ 5 പേര് ടീം, മറ്റേ 5 പേര് ടീം. ആ. ഇതൊരു പ്രൊഫഷണൽ ഗെയിം ആക്ച്വലി. വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് പെയ്ഡ് ആയിട്ടുള്ള സ്പോർട്സ് ആണ്. ഇപ്പോൾ സ്പോർട്സ് ഭയങ്കര തിങ് ആണ്. Correct. ആ. അപ്പൊ അന്നത്തെ ഒരു പ്രൊഫഷണൽ ടീമാണ്. നമ്മൾ ഇന്ത്യ റെപ്രസെന്റ് ചെയ്തൊക്കെ പല സ്ഥലത്തും കളിച്ചിട്ടൊക്കെ ഉണ്ട്. ഉം. അപ്പൊ അങ്ങനെ ഗെയിമിംഗ് ഭയങ്കര ഒരു ഹരമായിരുന്നു. That is why I chose this. ആക്ച്വലി ഞാൻ വിചാരിച്ചിരുന്നത് മിക്കവാറും ഞാൻ കെട്ടാൻ പോകുന്ന ആള് ഗെയിമർ തന്നെ ആയിരിക്കും. ബിക്കോസ് വീട്ടിൽ കൺവിൻസ് ചെയ്യണമല്ലോ. ആ. അപ്പൊ ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഓക്കെ, ഞാൻ പയ്യൻ എന്ത് ചെയ്യുന്നു, ഗെയിം ഗെയിമറാണ്. ഇടക്ക് പുറത്ത്, അതായിരിക്കും. ഓക്കെ. അപ്പൊ നല്ലോണം ഡീമോട്ടിവേറ്റ് ചെയ്ത് അവസാനം ഒന്നും ഇല്ലാതാക്കി. അപ്പോൾ അങ്ങനെ ഗോവ തുടങ്ങി. ഇറ്റ് വാസ് ഗോയിങ് ഗുഡ്. ആ. എനിക്കൊന്നൊരു 6 months to 1 year പുള്ളിക്കാർ ഒറ്റയ്ക്ക് തന്നെ ചെയ്തു. ഓ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഗോവനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു 6 മണി 6:30 ആകുമ്പോൾ വീട്ടിൽ കയറണം. ആ. ഒറ്റയ്ക്ക് കുറച്ച് പാടാണ് മാർക്കറ്റിലൊക്കെ കയറി ഇറങ്ങി ഇതൊക്കെ സ്റ്റഡി ചെയ്യാനൊക്കെ. ആ. അങ്ങനെ ഗോവ ഇപ്പോഴും എൻ്റെ ഹെൽപ്പ് ചോദിക്കാറ്. ആ. അങ്ങനെ ഞാൻ ആ സമയത്ത് ഫ്രീലാൻസ് ഡിസൈനിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈമാണ്. ആ. അപ്പം ഞാൻ പോയി ഈ പറഞ്ഞ മാർക്കറ്റ്സിൽ കയറി ഫാബ്രിക്സ് സ്റ്റഡി ചെയ്ത് അതിൻ്റെ സോഴ്സിംഗ് ഒക്കെ ചെയ്ത് ഞാൻ ഹെൽപ്പ് ചെയ്യും. ഓ. അപ്പോൾ പിന്നെ അതൊരു മെത്തേഡായി മാറി. പിന്നെ എനിക്ക് ഡിസൈൻ ചെയ്യാനും അറിയാമല്ലോ. ആ. അപ്പോൾ ഗോവ ക്ലൈൻസിൽ നിന്ന് സംസാരിക്കും. ആ. അവർ പറയുന്ന റിക്കമെൻഡ് എന്നെ അറിയിക്കും. ഞാനത് ഡിസൈൻ ചെയ്ത് ഡിസൈനായിട്ട് കൊടുക്കും. ഓ. അപ്പോൾ വരച്ച് കാണിക്കുമ്പോൾ ഓക്കെ ഇങ്ങനെയാണ് കാണാനിരിക്കുക, ഇത് മാറ്റി ഇങ്ങനെ വെക്കാമോ, ഇങ്ങനെ വെക്കാമോ. ദാറ്റ് ഇസ് എ ന്യൂ എക്സ്പീരിയൻസ് കസ്റ്റമേഴ്സിന്. എനിക്കൊന്നും ഇപ്പോൾ പോലും കാര്യം ചെയ്യുന്നില്ല. ആക്ച്വലി ഇറ്റ്സ് എ ഡിഫറെന്റ് കോൺസെപ്റ്റ്. ആക്ച്വലി സ്റ്റാർട്ടപ്പ് ഐഡിയ ടു ബി ഓണസ്റ്റ്. ശരി. ഓഡിയൻസ് ശ്രദ്ധിക്കുക, ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ അത് കുറച്ചാൾ ചെയ്യാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ, ഒരു കോവിഡിന് കുറച്ച് മുമ്പ് വരെ നമ്മൾ ഇത് തന്നെയാണ് ചെയ്തത്. ഓക്കെ. അതിൽ നിന്ന് നല്ലൊരു സേവിങ്സ് ഉണ്ടാക്കി നമ്മൾ അവസാനം തീരുമാനിച്ചു ഓക്കെ നമുക്കിപ്പോൾ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കുറച്ച് സേവിങ്സ് ആയി, നമുക്കിനി മൈ ഡെസിഗ്നേഷൻ എന്ന രീതിയിൽ .com ബ്രാൻഡായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് വെബ്സൈറ്റായിട്ട്. മൈ ഡെസിഗ്നേഷൻ, ആ പേരിൽ തന്നെ ഒരു വെറൈറ്റി ഉണ്ടല്ലോ. ആ പേരെങ്ങനെ വന്നു? രാത്രി പെട്ടെന്ന് വന്ന ഒരു പേരാണ് ബേസിക്കലി. അതല്ലാണ്ട് ഉൾവിളി വന്നാണോ? ഉൾവിളി ഉണ്ട്, എന്നാൽ ലോജിക് ഉണ്ട്, എല്ലാം ഉള്ളൊരു തിങ് ആണ്. ഇതിന്റെ പുറകിലുള്ള ഒരു ലോജിക് എന്ന് വെച്ച് കഴിഞ്ഞാല് വി വാണ്ടഡ് ദ നെയിം ടു ബി വെരി ലോങ്. അതായത് ഒരു പ്രാവശ്യം അത് വായിച്ചാ അത് ഓക്കെ, ആ പേര് നമുക്ക് മൈൻഡിൽ ഉണ്ടാവും. ലെറ്റ്സ് സേ ഇപ്പൊ ലംബോർഗിനി അല്ലെങ്കിൽ യുണൈറ്റഡ് കളർ ഓഫ് ബെൻസൺ, ആ പേരുകളൊക്കെ തന്നെ ഒരു ഗാംഭീര്യം ഉണ്ട് ആ പേരിന്. അതല്ലാണ്ട് നമ്മൾ ഒരിക്കൽ വായിച്ചു കഴിഞ്ഞാൽ ആ പേര് മറക്കില്ല. അതൊന്ന് മുഴുവൻ വായിക്കാൻ 2 തവണ എടുക്കും, പക്ഷെ ആ മുഴുവൻ വായിച്ച് കഴിഞ്ഞാൽ പിന്നെ മറക്കില്ല. ഞാൻ കുറെ കാലം മൈ ഡിസൈനേഷൻ എന്നായിരുന്നു പറയുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായത് ഡെസിഗ്നേഷൻ ആണ്. അങ്ങനെ വിചാരിച്ചില്ല. അല്ല, നിങ്ങൾ ഡിസൈൻ ആണല്ലോ നിങ്ങൾ ചാമ്പ്യൻ ചെയ്യുന്നത്.
സോ ബേസിക്കലി നമ്മുടെ ടാഗ് ലൈനും അതാണ്, വേർ യുവർ വൈബ്. അതായത് നിങ്ങളുടെ വാട്ട് ഡു യു ഫീൽ, അല്ലെങ്കിൽ വാട്ട് ഡു യു വൈബ് ടു. ഇപ്പൊ ഇന്ന് ഒരു ദിവസം വാട്ട് ഡു യു ഫീൽ ലൈക്ക്. എല്ലാ ദിവസവും മനുഷ്യർ ഒരുപോലെയല്ല, എല്ലാ സെക്കൻഡും മനുഷ്യർ ഒരുപോലെയല്ല. സോ ഇപ്പോഴത്തെ നിങ്ങളുടെ ഇമോഷൻ എന്താണ്? സോ ദാറ്റ് ഇസ് വാട്ട് വി ആർ. അപ്പൊ അതിൽ മൈ ഡിസൈൻ നേഷൻ എന്ന് വായിച്ചാലും We are okay with it വി ആർ ഓക്കെ വിത്ത്, ബിക്കോസ് നമ്മളൊരു ഡിസൈൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. നമ്മുടെ മോട്ട് എന്ന് പറയുന്ന ഡിസൈനാണ്. അതെ. സോ ഇറ്റ് ഈസ് ഓക്കെ ദാറ്റ് യു റീഡ് ഇറ്റ് മൈ ഡെസിഗ്നേഷൻ, മൈ ഡിസൈൻ നേഷൻ, നോ പ്രോബ്ലം. പിന്നെ കുറച്ച് അർത്ഥങ്ങളുണ്ട്. ഇപ്പോൾ വളരെ സില്ലി ആയിട്ടുള്ള അർത്ഥം ഞാൻ പറഞ്ഞുതരാം. എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, ഇതിന്റെ സെന്റർ എന്ന് പറയുന്നത് ഗോപുവാണ്. അത് കുറച്ച് ക്രിഞ്ചാണ്. ക്രിഞ്ചാണ്. ഗോപുവാണ് ഇതിന്റെ ഹാർട്ട് ഓഫ് ദ ബ്രാൻഡ്. ഓഡിയൻസിന് ഇഷ്ടമാണ്. അപ്പൊ ഗോപുവാണ് ഹാർട്ട് ഓഫ് ദ ബ്രാൻഡ്. അതുകൊണ്ട് പേരിന്റെ നടുക്ക് ജി വരുന്ന എന്തെങ്കിലും പേരാണെന്ന് എനിക്കുണ്ടാവും. അപ്പൊ മൈ ഡെസിഗ്നേഷനിൽ എക്സാക്ട് നടുക്കുന്ന ലെറ്ററാണ് ജി. മുമ്പ് 6, അതിന് ശേഷം 6 ലെറ്റേഴ്സ്, നടുക്കാണ് ജി നിൽക്കുന്നത്. മറ്റേ എങ്ങനെ കപ്പിൾസ് ജീവിതം മുന്നോട്ട് കൊണ്ടോ മാസ്റ്റർ ക്ലാസ് എടുക്കും. ഗോപുവിനെ സെന്ററിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നു. ഞാൻ നിന്നെ കണ്ടിട്ട് മാത്രമാണ് ഈ പേരിട്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സ്വരൂപ് ഇസ് എ മാർക്കറ്റിംഗ് ജീനിയസ്. നിങ്ങൾക്ക് തോന്നിയില്ലേ? മൈ ഡെസിഗ്നേഷൻ ഒരു രാത്രി നിങ്ങള് എങ്ങനെയാണ് ആ പേര് വരാൻ ഒരു ആക്ച്വലി പേര് സ്വരൂപാട്ടോ ഇട്ടെ. ആ. മൈ ഡെസിഗ്നേഷൻ എന്നുള്ള പേര് പുള്ളിയുടെ. അപ്പൊ നീ വേണം പറയാൻ അത് എങ്ങനെ വന്ന്. അല്ല, ഇതിനാണ് ഫ്യൂ കാര്യങ്ങൾ. ഒന്ന് ലെങ്തി നെയിം വേണം, ബാക്കി എല്ലാവരും കുഞ്ഞ് പേര് വേണം. അതായത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മുടെ എത്ര പെട്ടെന്ന് ഓർമ്മിക്കാം, പെട്ടെന്ന് ആൾക്കാരിൽ എത്തിക്കാം എന്നുള്ള പേര്. പക്ഷെ എന്നെ സമയത്തുള്ള എനിക്ക് ഐ ഓൾവേസ് ലൈക്ക് ഐ ടോൾഡ്, എനിക്ക് ഔട്ട്സൈഡ് ദ ബോക്സ് തിങ്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയ പേരുകൾ ഇട്ടിട്ടിട്ട് അവസാനം നമുക്ക് ഏതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ എത്തി. ഒരേ പേരിൽ സിമിലാരിറ്റി ഉള്ള ഒരു 50 ബ്രാൻഡ്സ് ഉണ്ട്. നമ്മൾ തന്നെ ഈ ബ്രാൻഡാണോ ഞാൻ അന്ന് കണ്ടത് എന്ന സിറ്റുവേഷൻ എത്തി. അപ്പൊ ഞാൻ ഡെഫിനറ്റ്ലി തീരുമാനിച്ച ഒരു ലോങ് നെയിം തന്നെ വേണം. പലരും പറഞ്ഞു അത് ബാഡ് ഐഡിയ ആണ്, ഡോണ്ട് ഡു ദാറ്റ്. പക്ഷെ എനിക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു യുക്തിക്ക് അത് ഓക്കെ ആയിട്ട് തോന്നി. സോ ഡിസൈഡ് ദാറ്റ്. പിന്നെ പേരാണെങ്കിലും മൈ ഡെസിഗ്നേഷൻ, യു ആർ വാട്ട് യു വെയർ, യു ഷുഡ് ബി എക്സ്പ്രസിങ് യുവർ സെൽഫ്. അവിടെ ഒരു എക്സ്പ്രസീവ് ഫാഷൻ ബ്രാൻഡാണ്, അതുകൊണ്ട് ഇറ്റ് ജസ്റ്റിഫൈസ് ഇറ്റ്. ഓക്കെ. അപ്പൊ കുറച്ച് കാശ് ഉണ്ടാക്കി നിങ്ങളാ പിന്നെ 1-to-1 എന്താ പറയാ പാർട്ടീസിനും ഫംഗ്ഷൻസിനും ഒക്കെ ഇടാനുള്ള ഡ്രസ്സ് വെച്ചിട്ട് നിങ്ങൾ കുറച്ച് കാശ് ഉണ്ടാക്കി. മൈ ഡെസിഗ്നേഷൻ എന്ന് പേരിട്ട് ഡൊമൈൻ നെയിമും എടുത്തു. എന്താണ് അവിടുന്ന് അങ്ങോട്ട് പിന്നെ എന്താണ് സംഭവിച്ചത്? 8ന്റെ പണി കിട്ടി. അത് 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 ഉറപ്പാണ്. സ്റ്റാർട്ടപ്പ് നടത്തുമ്പോ അത് പിന്നെ എല്ലാ സ്റ്റേജിലും കിട്ടിക്കൊണ്ടിരിക്കും. അല്ല അങ്ങനെയല്ല, ഇത് വളരെ നന്നായിട്ടാ പോയെ. അപ്പൊ ഒബ്വിയസ്ലി നമുക്ക് എന്താ പറയാ ഫ്രം ഡേ 1, അതായത് ഇപ്പൊ നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റ്, ബൊട്ടി കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇറ്റ് വാസ് അബൌട്ട് ഒരു ബ്രാൻഡ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥലത്ത് നിന്ന് ഒരു വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫാഷൻ ബ്രാൻഡ് വരണം എന്നുള്ളൊരു എയിം നമുക്കുണ്ടായിരുന്നു. ഇറ്റ് വാസ് നെവർ എയിംലെസ്. ചുമ്മാ 2016 ജോലി കിട്ടില്ല, അല്ലെങ്കിൽ ജോലി ചെയ്യണ്ട, അല്ലെങ്കിൽ സ്വരൂപ് പറഞ്ഞ മാതിരി ബാങ്കിലൊന്നും അതിനു വേണ്ടി തുടങ്ങിയതല്ല. വി ഓൾവേസ് വാണ്ടഡ് ടു മേക്ക് സംതിങ് ഔട്ട് ഓഫ് ദി ബോക്സിനെ കാട്ടിയും വി വാണ്ടഡ് ടു മേക്ക് എ പോയിന്റ്. അതായത് നമ്മുടെ നാട്ടിൽ നിന്നും പറ്റും എന്നുള്ളതിനെ കാട്ടിയും. ഇപ്പം നമ്മൾ പുറത്ത് പോകുമ്പോ ഈ കോളയ്ക്കൊക്കെ ഭയങ്കര സ്വീറ്റ് ടേസ്റ്റ് ആണ്. പക്ഷെ നമ്മുടെ ഇവിടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പെപ്സി അല്ലെങ്കിൽ കൊക്കക്കോള കുടിക്കുന്ന സമയത്ത് കുറച്ചൊരു എന്താ പറയാ സോഡ കൂടുതലാണ്. സോഡയുടെ പവറിലാണ് റൺ ചെയ്യണത്. അതെ, സോഡ ഒന്ന് മാറുമ്പോൾ നമുക്ക് കയ്പ് ഫീൽ ചെയ്യാം. പക്ഷെ ടു ബി വെരി ഓണസ്റ്റ് അങ്ങനെയല്ല, ഭയങ്കര സ്വീറ്റ് ആണ്. അതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ അത് മതി. പക്ഷെ പുറത്താകുമ്പോ അഡൾട്രേഷൻ പറ്റില്ല. യു ഹാവ് ടു മാർക്കറ്റ് തിങ് ആണ്. ഇന്ത്യയിൽ ഇതൊക്കെ മതി എന്നൊരു തിങ് ഉണ്ട്, റൈറ്റ്? എന്തിലും ആയിക്കോട്ടെ, എന്തും ആകാം. ഇപ്പൊ അത് ഒരു ഡ്രിങ്ക് ആയിക്കോട്ടെ, ചോക്ലേറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡ്രസ് ആയിക്കോട്ടെ, എനിത്തിങ്. അപ്പൊ അത് അല്ല, ഒരു ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് നമ്മുടെ ഇവിടുന്ന് വരണം എന്നുള്ളത് വി വാണ്ടഡ് ദാറ്റ്. അപ്പൊ അതിന് കാരണമായ ഒരു കാര്യമായിരുന്നു ആ ബൊട്ടി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അവിടുന്ന് വന്നൊരു ഇതാണ് ഈ പറയുന്ന മാതിരി ഡെയിലി വെയർ, അല്ലെങ്കിൽ ഒരു വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള വെയറിൽ നിന്ന് എങ്ങനെ നമ്മുടെ റൂട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ കൊണ്ടുവരാം ത്രൂ എക്സ്പ്രഷൻ. അതാണ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി അത് ഭയങ്കര ഒരു ബോൾഡായ ഡിസിഷൻ. കാരണം ഒരു ബ്രാൻഡും കേരളത്തിന് ഇപ്പൊ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു ബ്രാൻഡ് ഇല്ല കേരളത്തിന്. അപ്പൊ നിങ്ങൾ എങ്ങനെ ആ ഒരു ഡ്രീം കണ്ടു, ആ ഒരു സ്വപ്നം കണ്ടു? അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതിലേക്ക് ഞാൻ അത് പറഞ്ഞു വരാം. 3-4 പോയിന്റ്സ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ പറഞ്ഞ പോലെ പണി കിട്ടി എന്ന് പറഞ്ഞില്ലേ, പണി കിട്ടിയ വേറെ ഒന്നുമല്ല. നമ്മൾ
ഈ കസ്റ്റമേഴ്സിനെ ഫേസ് ടു ഫേസ് ആണല്ലോ നേരത്തെ ചേരുന്ന പരിപാടിയിൽ ചെയ്തിരുന്നത്. അപ്പോൾ കസ്റ്റമർ ഇൻട്രാക്ഷൻ പഠിച്ചു, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്തൊക്കെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് പഠിച്ചു, അതെ, സെയിൽസും നമ്പേഴ്സ് വന്നിട്ട് പ്രോഫിറ്റബിലിറ്റിയും ഗ്രോസ് മാർജിൻസ് ബേസിക്സ് പഠിച്ചു. കറക്റ്റ്. അപ്പോൾ ഒരുവിധ അക്കൗണ്ടിങ് ആണല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. കസ്റ്റമർ സൈഡുള്ള പഠിക്കാത്തൊരു കാര്യം ഉണ്ടായിരുന്നു, വെൻഡേഴ്സിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. കാരണം പ്രൊഡക്ഷൻ മറ്റേ നമ്മൾ നടൻ ചെയ്യുകയാണ്, വേറൊരാളെ ഏൽപ്പിച്ചിട്ട് നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് നമുക്കറിയില്ലായിരുന്നു. അവിടെയാണ് നമുക്ക് ആദ്യത്തെ പണി കിട്ടിയത്. അപ്പൊ നിങ്ങൾ ആ സമയത്ത് ബൊട്ടീക്ക് നടത്തുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എവിടെ നിന്നായിരുന്നു? ലോക്കൽ സ്റ്റിച്ചിങ്ങും ടൈലറിംഗ് ചെയ്താണ്, പക്ഷെ നമ്മൾ കൂടെ പോയി നിന്ന് ചെയ്യിപ്പിച്ച് എടുത്തോണ്ട് വരും. അവിടെ നിന്ന് ചെയ്യിപ്പിക്കുകയാണ്. കറക്റ്റ്. പണ്ട് തൊട്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തരുന്ന ആൾക്കാരും അങ്ങനെയൊക്കെ ആയിരുന്നു ഓക്കെ. ചെയ്തോണ്ട്. അവരടുത്ത് തന്നെ ആ. ചെയ്യിപ്പിക്കുക. Yes. ഓക്കെ. പക്ഷെ ഇത് നമ്മളങ്ങനെ ചെയ്ത് കൊടുത്ത് സംഭവിച്ചത് നമ്മൾ ഈ സേവിങ്സ് മൊത്തം എടുത്തിട്ട് ആ. തിരുപ്പൂർ പോകും. ആ. അവിടെ കുറെ കളി അന്ന് നമ്മുടെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ദുൽഖറിന്റെ ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ആ. അടിപൊളി ഒരു പടം, ഭയങ്കര നമ്മൾ അത് ഉണ്ട്. മുകേഷ് ഇല്ല. മോട്ടിവേഷനുള്ള പടം. നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. ആ സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ടൈമാണ്. ആ. ഇത് കണ്ടിട്ടാണ് തിരുപ്പൂർ പോയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓ, അങ്ങനെയാണല്ലേ? അങ്ങനെ അവിടെ ഒരു കുറെ ആൾക്കാരെ കണ്ടു. ആ. സത്യം പറഞ്ഞാൽ കുറെ യൂണിറ്റ്സിൽ കിടന്ന് ഉറങ്ങിയിട്ട് വരേണ്ട ആ രീതിയിൽ അവിടെ പോയി കാര്യങ്ങൾ പഠിച്ചു, ഫീൽഡ് വർക്ക് പഠിച്ചു. അങ്ങനെ കുറെ യൂണിറ്റ്സിൽ കയറി ഇറങ്ങി കാര്യങ്ങൾ പഠിച്ചു, ഇതൊക്കെ എങ്ങനെയാണ് പ്രൊഡക്ഷൻ ഒക്കെ പഠിച്ചു, എല്ലാം പഠിച്ചു. ഉം. അവിടെ ആകെ പഠിക്കാത്തത് വെൻഡേഴ്സിനെ കൊമേഴ്ഷ്യലി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു. ഉം. നമ്മൾ അവസാനം നല്ല വെൻഡറിനെ കിട്ടി, ആ. അയാൾക്ക് ഈ ഉണ്ടാക്കിയ സേവിങ്സ് മൊത്തം കൊണ്ട് കൊടുത്തു, ആ. പ്രൊഡക്ഷൻ കാര്യങ്ങളും കൊടുത്തു. 2 ആഴ്ച കഴിഞ്ഞ് ഇയാളുടെ അഡ്രസ് ഇല്ല, ഇയാളെ വിളിച്ചിട്ട് കിട്ടാനില്ല. ഇയാൾ തന്ന ID പ്രൂഫ് അതിനൊക്കെ പിന്നെയാണ് നമ്മൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നത്, എല്ലാം ഫേക്ക് ആയിരുന്നു. ഓ, അതുവഴിയെ പോയി, അപ്രത്യക്ഷം വാനിഷായി. നമ്മൾ ഇത്രയും വർഷം ഉണ്ടാക്കിയ സേവിങ്സ് കഴിഞ്ഞു ഒറ്റടിക്ക്. ഒറ്റയടിക്ക്. ആ സംഭവം Overnight. അറിയോ? തിരുപ്പൂർ നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു വീട് പോലും ഒരു യൂണിറ്റ് ആണ്. ഉം. ആൻഡ് ഓൾസോ റെഗുലർലി പല ടൂറിസ്റ്റ് ഇപ്പൊ നമ്മളെ പോലത്തെ തന്നെ ഒരുപാട് ആൾക്കാർ അത് കയറും, ആ യൂണിറ്റിൽ കയറും, അവിടെ എന്താ നടക്കണേന്ന് കാണും. പുള്ളി എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി നമ്മളൊരു യൂണിറ്റിൽ കൊണ്ടുപോയി ആ. ആൻഡ് ഹി സെഡ് ദാറ്റ് ആ യൂണിറ്റ് അയാളുടെയാണ്. ഉം. അയാള് ആണെങ്കിൽ അവിടെ കാണിച്ചു തരുന്ന രീതിയും അവരോട് സംസാരിക്കുന്ന രീതിയൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മള് ഇയാളുടെ വിചാരിച്ചു. യൂണിറ്റ് ആണ്. 6 യൂണിറ്റ് അയാൾ ചുമ്മാ നമ്മളെ കൊണ്ട് കാണിച്ചു, ആ. നമുക്കത് അറിയില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ അടിപൊളി, ശരി എന്നാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പൈസ മൊത്തം പുള്ളിക്ക് അങ്ങോട്ട് കൊടുത്തു. ഒരു ഓർഡർ കൊടുത്താൽ 50% അഡ്വാൻസ് കൊടുത്താൽ എന്നുള്ള അലക്കാനുള്ള നോളജ് പോലും അന്നില്ല. Correct. നമ്മൾ മുമ്പ് ചെയ്യുന്ന മോഡൽ ഫുള്ള് കൊടുക്കണമായിരുന്നു, ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട്. അതെ, അതെ. ബൾക്കിന് നമ്മൾ ഫുള്ളും കൊടുത്തു. ഉം. അങ്ങനെ തുടങ്ങുന്നത് അവിടെ നിന്നായിരുന്നു. ഉണ്ടാക്കി ഇത്ര വർഷം കൊണ്ട് ഉണ്ടാക്കിയ സേവിങ്സ് മൊത്തം ഒറ്റടി തീരുമാനമായി. ദാറ്റ് വാസ് സ്റ്റാർട്ടിങ്. അതിനു മുമ്പ് എനിക്കൊരു കുറച്ച് ഡൗട്ടുകൾ വന്നു. നിങ്ങൾ പഠിച്ചത് സിവിൽ, ഉം. പിന്നെ ജോലി നോക്കിയത് ബാങ്ക്, പിന്നെ വന്നത് പിന്നെ ഇതിന്റെ അകത്തേക്കും. ഉം. ഇതെന്താ സംഭവം? അതെന്താച്ചാ ഞാൻ സിവില് പഠിച്ചു 2016 പാസ് ഔട്ടാ. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഈ പറയുന്ന മാതിരി നമ്മുടെ കോളേജിൽ തന്നെ ബാങ്കിന്റെ ആൾക്കാർ വന്നിട്ട് ആ. റിക്രൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ. അപ്പൊ ആ സമയത്ത് ഞാൻ അവിടെ അത് എഴുതി. ആ. അപ്പൊ എനിക്ക് അന്ന് വന്ന ആ ബാങ്ക് വീട്ടിൽ അത് വേണ്ട, ആ ബാങ്ക് വേണ്ട, നമുക്ക് ഇച്ചിരി കൂടിയ ബാങ്ക് വേണം, SBI നമുക്ക് നോക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അന്നൊരു ആ സമയത്തല്ലേ എന്താ അതിന്റെ ഒരു പേരുണ്ടല്ലോ ആ കോച്ചിങ്ങിന്, PS ആപ്റ്റിറ്റ്യൂഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഭയങ്കര അടിപൊളിയാവണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ജോയിൻ ചെയ്തത് 2 മാസം. നിങ്ങൾ ഫിസാറ്റിൽ എങ്ങനെയാണോ പഠിച്ചത്? അല്ലല്ല, ഞാൻ പഠിച്ചത് മാബസേലിയസിലാണ്. ഇത് ഫെഡറൽ ബാങ്കിന്റെ കോളേജാണ്. അവിടെ സ്ഥിരമായിട്ട് ഫെഡറൽ ബാങ്ക് റിക്രൂട്ട്മെന്റ് ഉണ്ടാവും. മാബസേലിയസിലാണ് ഞാൻ പഠിച്ചത്, ട്രിവാൻഡ്രത്ത്. ആ. അപ്പം അവിടുന്ന് 2 months ഐ വെന്റ് ടു ദ കോച്ചിങ് ക്ലാസ്. പക്ഷെ അത് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ബിക്കോസ് നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് കുഴപ്പമില്ല, ഈ GK അത് 1947 ആൾക്കാരുടെ പേരെന്താ അതൊക്കെ അങ്ങനെ പിന്നെ ഡ്രോപ്പ് ഔട്ട് ചെയ്തു. പിന്നെ ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ ലൈക്ഡ്, ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. Okay. പക്ഷെ അതിനെ ഒരു എന്താ പറയാ, അതിനെ ഒരു ജോബ് എന്നുള്ളതാക്കിയത് സ്വരൂപാണ്. അപ്പം വീട്ടുകാരുടെ അടുത്തിന് പ്രഷർ ഇല്ലായിരുന്നോ ഇതിന്റെ അകത്തേക്ക് പോണ്ട, യു ഗോ ടു സിവിൽ ഓർ ബാങ്ക്? നോ, പ്രഷറിനെ കാട്ടിയും അവർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അവർക്ക് ഇച്ചിരി പേടി ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ അമ്മ ആൻഡ് അച്ഛൻ ഹാഡ് ഡൗട്ട്സ്. പക്ഷെ ഫോർച്ചുനേറ്റ്ലി എനിക്കത് പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും അത് മനസ്സിലാക്കാനായിട്ട് അമ്മയും അച്ഛനും അന്നുണ്ടായിരുന്നു. ഓക്കെ. നിനക്കത് ഇഷ്ടമാണ്, ഓക്കെ. ട്രൂ. പിന്നെ അടുത്ത ചോദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നടത്തിയത് ബുട്ടീക്കാണ്. സോ അവിടെ ഭയങ്കര ഹൈ ടിക്കറ്റ് പ്രൈസിങ് ആണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് ഹൈ ടിക്കറ്റ് പ്രൈസിങ് അല്ല. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ അത് തീരുമാനാക്കിയത് ഒരു ബ്രാൻഡിലേക്ക് വരാം? കാരണം ലോ ടിക്കറ്റ് പ്രൈസിങ്, ലാർജ് വോളിയൂംസ് ചെയ്യണമല്ലോ. സോ ആ ഒരു ഡിസിഷൻ എങ്ങനെയായിരുന്നു? ഇനിഷ്യലി ഇറ്റ് വാസ് നെവർ എ ഹൈ ടിക്കറ്റ്. അതായത് അത് ഇന്നാണ് ഈ ഒരു ബൊട്ടീക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രോഡക്റ്റിന് 10,000 അല്ലെന്നുണ്ടെങ്കിൽ ഒരു 6,000 7,000 ഉള്ളത്. ഇല്ല, ഞാൻ അന്ന് ചെയ്തിരുന്ന സമയത്ത് അത്രയും എമൗണ്ട് ഒന്നും, കാരണം വേറൊന്നുമല്ല, നമുക്ക് അതിന്റെ പ്രൈസിങ് ഇടാൻ അറിയില്ല.
സിമ്പിൾ. എനിക്ക് അതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. സത്യസന്ധമായിട്ട് പറഞ്ഞല്ലോ, നമ്മള് കോളേജ് കഴിഞ്ഞു, നമ്മൾ ആദ്യമായിട്ടൊരു ചെയ്യുന്നു. അപ്പൊ തുണിക്കിപ്പം മേടിക്കുന്ന 50 രൂപയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ 75 രൂപയ്ക്ക് ക്രോസ് മാർജിൻ 10% ഒക്കെയാണ്, പക്ഷെ അതൊന്നും അറിയാം. നമ്മള് സാലറി എടുക്കില്ലല്ലോ, ആ കാശൊക്കെ നമുക്കാണല്ലോ. പക്ഷെ ഇറ്റ് വാസ് പ്രോഫിറ്റബിൾ. ട്രൂ. അല്ലെ, നമുക്ക് ഇട്ട പൈസയുടെ കട്ടിങ് കൂടുതൽ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ അമ്മ നോക്കുമ്പോ എന്താണ്, അമ്മേനെക്കാട്ടി പണിയാൻ തുടങ്ങി ഞാൻ ആ സമയത്ത്. അപ്പൊ അമ്മ വാസ് ലൈക്ക് ഓക്കെ, എന്താ വെച്ചാ ആയിക്കോ എന്നുള്ളൊരു രീതിയിലായി. വെരി നൈസ്. പിന്നെ കിഡ് സൈസിൽ വ്യത്യാസമുള്ള ഒരു കാര്യമുണ്ട്. നമ്മളിപ്പം ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയൊരു പണി കിട്ടുന്ന വെച്ചാൽ നമ്മൾ കുറേ സമയം ഒരു ഒറ്റ പ്രോഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ആ ഒരു പ്രോഡക്റ്റിന് വേണ്ടി 2 വീക്സ് ചിലപ്പോൾ 3 വീക്സ് വരെ പോയ സാധനമുണ്ട്. അതെ. പിന്നെ ക്ലയൻസ് അഡ്വാൻസ് മാത്രമേ തരുന്നുള്ളൂ, 30% സംതിങ് അല്ലെങ്കിൽ 50% മാക്സിമം. അതെ. ലാസ്റ്റ് മൊമെന്റ് അവർ കാലമാറിയ മൊമെന്റ്സും ഉണ്ട്. അവർ അപ്പം പറയും ജയലക്ഷ്മി അല്ലെങ്കിൽ ഇവിടെ വേറൊരു സ്ഥലത്ത് അല്ലെങ്കിൽ പോത്തിയിൽ എനിക്ക് സാധനം കിട്ടി, അപ്പോൾ എനിക്കിത് മതി എന്ന് പറഞ്ഞ് പെട്ടെന്ന് സ്കിപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച സാധനം ഫുൾ നമ്മുടെ കയ്യിൽ നിന്നാണ് പിന്നെ വെറുതെ പോകണം. ഇവിടെ നേരെ മറിച്ച് റെഡിമെയ്ഡ്സ് ആകുമ്പോഴത്തേക്ക് ആ കുഴപ്പമില്ല, ഒരാൾക്ക് വേണ്ടെങ്കിലും തിരിച്ചെടുത്തേക്ക് നമുക്ക് വേറെ കൊടുക്കാം. പിന്നെ അതൊരു കാര്യമായിരുന്നു. ഓക്കെ. പിന്നെ നമുക്ക് വാശി, അങ്ങനെ ആ ഒരു സാധനമാണ് ബേസിക്കലി നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ഈ ഒരു പരിപാടി ചെയ്തിരിക്കുന്ന സമയത്ത് ഒരാള് പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞു, ഡ്രസ്സ് ഫൈനൽ സ്റ്റേജിലെത്തി, എല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് പക്ഷെ എനിക്ക് തോന്നുന്നു ആ നമ്മുടെ ഇനിഷ്യൽ സ്റ്റേജിൽ ഏറ്റവും കൂടിയിട്ടുള്ള വർക്ക് ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടെയാണ് ബേസിക്കലി നമ്മൾ നിർത്തിയിട്ട് നമ്മൾ ഇതിലോട്ട് തിരിയാനുള്ള ഒരു റീസണും കൂടെ ഉണ്ട്. അന്ന് ആ ഒരു പ്രോഡക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം അറൌണ്ട് 16K ആയി കോസ്റ്റ് മാത്രം. കാരണം അതിൽ ആ സമയത്ത് മിറർ വർക്ക് മറ്റത് മറിച്ചതൊക്കെ അന്ന് ഇച്ചിരി ട്രെൻഡിങ്ങിൽ വരുന്നേ ഉണ്ടായിരുന്നു. സോ വി ഡിഡ് ദാറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞ ആന്റി ഇങ്ങനെ 16K ആണ് വരണേ, ആയത് എന്റെ കയ്യിൽ നിന്ന്. അപ്പൊ ആന്റി അത് എന്താന്ന് വെച്ചാ നോക്കി ചെയ്താൽ മതി, അത് എനിക്ക് അറിയാവുന്ന ഇതായിരുന്നു. അപ്പൊ ആന്റി എന്റെ അടുത്ത് പറഞ്ഞു, ഉഷു മോളെ 16,000 ഒക്കെ ആയോ, ഒരു ജയലക്ഷ്മിയിൽ പോയി കഴിഞ്ഞാൽ 12-നും 13-നും ഒക്കെ കിട്ടുമല്ലോ, അതൊന്നും ഇതിനില്ല. എന്റെ ഹൃദയം, നമ്മളിതുവരെ ബ്രേക്കപ്പ് ആയിട്ടില്ല, പക്ഷെ അന്ന് ഞാൻ എന്റെ ഹൃദയം അതില് ഒരു ഫ്യൂ ലെസൺസ് കിട്ടി എന്നുള്ളതാണ്. ശരിയാണ്, ചെറിയ ഫെയിലിയർ അല്ലേ, വിഷമമായി, കുറച്ച് വലിയ ലെസൺസ് കിട്ടി. അതിൽ ഒരു ലെസൺസ് കഴിഞ്ഞാല് ഇപ്പൊ ബൊട്ടീക്ക് എന്നുള്ളൊരു തിങ് വന്നല്ലോ. നമ്മള് ബൊട്ടീക്ക് ഒന്നും അല്ലായിരുന്നു, നമുക്കൊരു അഡ്രസ് പോലും ഇല്ല. നമ്മൾ നമ്മുടെ കാർ തന്നെയാണ് നമ്മുടെ ഫ്രീലാൻസർ. അതെ, എങ്ങനെ പറയാം, പക്ഷെ നമ്മൾ അതിനെ നമ്മുടെ ബെനിഫിറ്റിന് യൂസ് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ ആരും പറയുന്നത് നമുക്ക് സ്ഥലമില്ലായിരുന്നു, നമ്മൾ അങ്ങോട്ട് വന്ന് ചെയ്തു തരും. അതെ, കാരണം അതൊരു ടൂളായിട്ട് യൂസ് ചെയ്തു. സോ പീപ്പിൾ ആർ ഹാപ്പി വിത്ത് ഇറ്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ നമ്മൾ ഒരു റൂൾസും കാര്യങ്ങളും എപ്പോഴും സെറ്റ് ചെയ്ത് തന്നെ വർക്ക് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ലെസൺ ആയിരുന്നു അവിടെ രണ്ടാമത്തെ കാര്യം. നമ്മൾ ആദ്യം ചെയ്തെടുത്തപ്പോൾ ആ വർക്കിന് 5,000 രൂപ ആയിട്ടുള്ളായിരുന്നു. അതൊരു 10,000 നമുക്ക് ഡെലിവറി ചെയ്യായിരുന്നു, എല്ലാം സെറ്റ് ആയിരുന്നു. പക്ഷെ നമുക്ക് പേഴ്സണലി അറിയാവുന്ന ആളാണെന്നുള്ളത് കൊണ്ട് ചെയ്ത് കഴിഞ്ഞ പ്രോഡക്റ്റിൽ പിന്നെയും ചേഞ്ച് വരുത്താൻ പറ്റും, കൂടുതൽ എഫേർട്ട് ഇട്ട്. യെസ്. അപ്പൊ ഇത് ഇങ്ങനെ കൂടെ ആഡ് ചെയ്യാം. പറഞ്ഞു കസ്റ്റമൈസ് ചെയ്യാൻ പുള്ളിക്കാരി ഓരോ സ്റ്റേജിലും പറയുന്നുണ്ടായിരുന്നു. നമ്മൾ ഒരു സാധനം ചെയ്ത് ഡെലിവർ ആയാലേ പിന്നെ അതിൽ തൊടാൻ പാടില്ല. യൂഷ്വലി അങ്ങനെയാണ്, കാരണം അത്രയും വർക്ക് ചെയ്യുന്ന സാധനം. ഇതിൽ ഇതും കൂടെ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. നമ്മൾ സാധനം ഇല്ലാന്ന് പറയും, പക്ഷെ ഇത് ക്ലോസ് ആയാലും എങ്ങനെ നോ പറയും, അത് കഴിച്ചിട്ട് വീണ്ടും ചെയ്തു. അപ്പോൾ വീണ്ടും ഇതും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആഡ് ചെയ്താണ് ഈ 16ാമത്തെ എത്തിയത്. നമ്മളൊരു പ്രോഡക്റ്റ് ചെയ്ത് പണിഞ്ഞ് വെച്ചാൽ പിന്നെ അതിൽ തുടരുത്, പിന്നെ അതിൽ ഇത് പോകും. അപ്പോൾ അത് പഠിച്ചൊരു ലെസണാണ്. ഫാമിലി അല്ല ഫ്രണ്ട്സ് അല്ല ആരാണെങ്കിലും ഒരു പ്രോഡക്റ്റിനോ ഒരു കമ്പനിക്ക് നമ്മൾ ടേംസ് ഉണ്ടാക്കിയ ടേംസ് അങ്ങനെ ആയിരിക്കണം. നോ പറയാൻ പഠിക്കണം. യെസ്, എവിടെ നോ പറയണം. നോ മീൻസ് നോ. ഓക്കെ, എന്നിട്ട് ആ 16,000 പോയി, ഞാൻ മേടിച്ചില്ല. വെരി ഗുഡ്. അപ്പൊ ആദ്യത്തിൽ തന്നെ ഒരു പണി കിട്ടിയിട്ടുണ്ട്. പക്ഷെ അന്നായിരുന്നു വി ഹാഡ് ഗോട്ട് ദ ഫയർ. ഓക്കെ, ഫയർ പറയുമ്പോ ഇനി ഒരു ബ്രാൻഡ് ഉണ്ടാക്കണമെന്നുള്ള ഫയർ ആണോ? അതെ, ബ്രാൻഡ് ഉണ്ടാക്കണം എന്നുള്ളത് മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരുന്നു, പക്ഷെ നൗ ഇസ് ദ ടൈം എന്നുള്ളൊരു. ഓക്കെ, അപ്പൊ തിരുപ്പൂര് പോയി, വീണ്ടും തിരുപ്പൂരിന് പണി കിട്ടി. അതിനുശേഷം എന്ത് സംഭവിച്ചു? അതിനുശേഷം സത്യം പറഞ്ഞാൽ അപ്പൊ വീട്ടുകാരെല്ലാം പറയാൻ തുടങ്ങി, ഇത്രയും വർഷം ചെയ്ത എഫോർട്ട് മൊത്തം പോയി വെറുതെ. എത്ര വർഷമായിരുന്നു അപ്പോഴത്തേക്കും? ഏകദേശം 2 വർഷമെങ്കിലും ചെയ്തിട്ടുണ്ടാവണം. ആ കാശ് മൊത്തം വെള്ളത്ത് വരച്ച വരെ. യെസ്. അപ്പോൾ വീട്ടുകാരെല്ലാം, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കളാണ്, അവർ ഇത്രയും ഇമോഷണലി ഹേർട്ട് ആവുന്നു, ട്രോമറ്റൈസ് ആവുന്നു. അതെ, നിങ്ങൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്തില്ല, നോക്ക്, കുഴപ്പമില്ല, പോയത് പോയി, നിങ്ങളത് വിട്, കുഴപ്പമില്ല. അവർ മോട്ടിവേറ്റിങ് കൂടെ നിൽക്കുകയാണ് ചെയ്തത്. പക്ഷെ നമുക്കത് വല്ലാത്തൊരു തരം ദേഷ്യമായി മാറി. കാരണം ഇത് വിട്ട് കൊടുക്കില്ല, ചെയ്തേ പറ്റുള്ളൂ എന്നൊരു വല്ലാത്ത തരം വാശിയായി. അപ്പൊ ആ വാശി അന്ന് സത്യം പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ നമുക്ക് ആലോചിക്കും പേടിയാണ്, നമ്മളെന്താ ഇങ്ങനെ ആവാൻ പാടില്ല. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോൾ അതുള്ളതുകൊണ്ട് ഇപ്പൊ ഇവിടെ എത്തിയത്. വല്ലാത്തൊരു ട്രോമ ആയിരുന്നു. പക്ഷെ ആ ട്രോമ ഒരു തരം ഒരു മോട്ടിവേഷനായി മാറ്റാൻ പറ്റി. അല്ല, ഈ ട്രോമ വരുമ്പോ ഒന്നെങ്കിൽ താഴത്തു അല്ലെങ്കിൽ തിരിച്ച് ഭയങ്കര ബൗൺസ് ബാക്ക്. ഞങ്ങൾ ബൗൺസ് ബാക്ക് ചെയ്ത ആൾക്കാരിൽ പെട്ടാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ അതിനകത്ത് ഹൗ ഡു യു റിക്കവർ? നമ്മള് തിരുപ്പൂരിൽ പുള്ളിക്ക് പൈസ കൊടുത്തിട്ട് തിരിച്ച് ട്രിവാൻഡ്രത്ത് വന്നു. അപ്പൊ ആദ്യത്തെ ഒരു 2 വീക്സോളം പുള്ളി കോളൊക്കെ എടുക്കുമായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഇതിന്റെ അപ്ഡേറ്റ് ചോദിക്കാൻ നേരത്ത് ഇയാൾ കോൾ എടുക്കാണ്ട് തുടങ്ങി. എങ്ങനത്തെ മനുഷ്യന്മാരല്ല. അദ്ദേഹം കോൾ എടുക്കുന്നില്ല, പിന്നെ ഒരു രക്ഷയില്ല, പിന്നെ വേറെ അയാളുടെ കോണ്ടാക്ട്സും ഇല്ല. അങ്ങനെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചൊരു ഇത്രയും കഴിഞ്ഞിട്ട് ഒരു 2 to 3 months കഴിഞ്ഞിട്ട് വി വെന്റ് ബാക്ക് ടു തിരുപ്പൂർ അഗെയിൻ, അയാളെ കാണാൻ വേണ്ടി. അപ്പോ
ആകെ ഉണ്ടായിരുന്നത് ഇയാളുടെ ആധാർ കാർഡിന്റെ ഇത് ഫോട്ടോ പ്രൂഫോ അങ്ങനെ എന്തൊരു സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ അയാൾ അവിടെ വെച്ച് കണ്ടുപിടിച്ചു ആ. വിത്ത് ദാറ്റ് പ്രൂഫ് ഓൺലി. ഓക്കെ, നമ്മൾ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് പോയി കുറച്ച് ദിവസം അവിടെ ഉണ്ടായിരുന്നു. ഒരാഴ്ചത്തോളം കറങ്ങി അവസാനം തപ്പി ആളെ കൂട്ടി പോയി. ആ നാളെയും കൂട്ടി പോയി. ഓക്കെ, അങ്ങനെ അവിടെ വെച്ച് ഇദ്ദേഹത്തെ കാണുന്നതിന്റെ കൂടെ നമ്മൾ ഒരാളെയും കൂടെ മീറ്റ് ചെയ്തു. അന്ന് ഞാൻ മറ്റേ ഭയങ്കര ടെററായിട്ടൊക്കെയാ പോയത്, ഇയാളെ ഇടിക്കാനും ഒക്കെ. നമുക്ക് മലയാളം അയാൾ തമിഴും ആണല്ലോ. അതെ. അപ്പൊ അതിന്റെ കൂടെ ദർ വാസ് വൺ പേഴ്സൺ, പുള്ളിയുടെ പേര് രാജേഷ് എന്നാണ്. അയാൾ ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അയാളുടെ യൂണിറ്റിൽ വെച്ചാണ് ഇയാളെ നമ്മൾ പിടിക്കുന്നത്. ഓ ഓക്കെ. അപ്പൊ ഇനി സ്വരൂപ് പറയും. അപ്പൊ അയാളൊരു സ്വരൂപ് അപ്പം തന്നെ വില്ലനായോ? ഒരു ഒറ്റണം കൊടുത്തോ? ഇല്ല, നമ്മൾ ആക്ച്വലി അയാളെ കണ്ടപ്പോ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു, പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ളത്. പക്ഷെ ആ കൂടെ നിന്ന മനുഷ്യനൊരു ഈ ദൈവത്തിന്റെ നിമിത്തം എന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ് ഈ രാജേഷ് ഒരാൾ അവിടെ വരും. അപ്പൊ അയാൾ വന്ന് കോംപ്രമൈസ് ചെയ്യാൻ നടുക്ക് കയറുന്നു. മറ്റേ അയാൾക്ക് വേണ്ടി ഇയാൾ ക്ഷമ പറയുന്നു, ക്ഷമിക്കണം, നിങ്ങൾ വിട്ടുകളാ, അയാൾ പറ്റിപ്പോയതായിരിക്കും, പൈസയുടെ ആവശ്യത്തിന് പറ്റിപ്പോയതാണ്, ക്ഷമിക്ക്. നമ്മളൊരു ക്ഷമ പറഞ്ഞിട്ടില്ല, നമുക്ക് സർവൈവ് ചെയ്യണ്ടേ. കറക്റ്റ്. അപ്പൊ അങ്ങനെ പറഞ്ഞു. പക്ഷേ ഈ മനുഷ്യൻ നമ്മുടെ അടുത്ത് പറഞ്ഞു, അയാളും അയാളുടെ യൂണിറ്റ് ആക്ച്വലി പൂട്ടാറൊക്കെ കുറച്ച് ബാഡ് സിറ്റുവേഷനിലാണ്, നമുക്കൊന്ന് ഒരുമിച്ച് വർക്ക് ചെയ്താലോ, നിങ്ങൾ എനിക്ക് പൈസ തരണ്ട, ഞാൻ നിങ്ങൾക്ക് സാധനം ചെയ്തു തരാം, സാധനം വിറ്റ് പോവുകയാണെങ്കിൽ അപ്പം എനിക്ക് പൈസ തന്നാൽ. വെരി ഗുഡ്. അപ്പൊ അങ്ങനെ എനിക്കൊരു പണിയാവും, വർക്കും ആവും, നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യാനും പറ്റും. അതെ. നമ്മൾ വിചാരിച്ചു ഒരു പരിചയമില്ലാത്ത മനുഷ്യൻ ഇയാൾ എന്തിനാ ഹെൽപ്പ് ഓഫർ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അനദർ സൈഡ്, നേരെ ഓപ്പോസിറ്റ് സൈഡ് കിട്ടി. അങ്ങനെ അവിടെ നിന്നാണ് റീസ്റ്റാർട്ട് ചെയ്തത്. അയാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, കുറച്ച് ടീഷർട്ട്സ് അതിനുള്ള സെറ്റ് ചെയ്യാനാണ്. നമ്മൾ അഡ്വാൻസ് ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. അങ്ങനെ അയാൾ ചെയ്തു തരുന്ന ആദ്യത്തെ കുറച്ച് പ്രൊഡക്ട്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു കിട്ടിയോ? തിരിച്ചിട്ടില്ല, ഇപ്പോഴും അത് ഗോൺ വിത്ത് ദ വിൻഡ് തന്നെയാണ്. അതെന്തായാലും പോയി. കാര്യമുണ്ട്. അന്ന് ഞാൻ ഭയങ്കര ഡെസ്പായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അതിപ്പോഴും സ്വരൂപ് എൻ്റെ അടുത്ത് പറയും, നമ്മളൊരു 2 ലക്ഷം നമ്മുടെ നിന്ന് പോയത് ഇനിഷ്യലി. 2 ലക്ഷം പോണോ അതോ മനസമാധാനം വേണോ, എന്നിട്ട് 2 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം ഉണ്ടാക്കണോ, സോ യു ചൂസ് എന്താ വേണ്ടെന്നുള്ളത്. ഇറ്റ്സ് ലൈക്ക് അതിപ്പോഴും വി ഫോളോ ദാറ്റ്. ഒരു 10,000 രൂപ ഒരാൾക്ക്, ഒരു കസ്റ്റമറിന് ഇപ്പൊ ഒരു റീഫണ്ട് ചോദിക്കുമ്പോൾ ആ റീഫണ്ട് കൊടുത്ത് അയാളെ വീണ്ടും തിരിച്ചു കൊണ്ടുവരണോ, അതോ റീഫണ്ട് കൊടുക്കാണ്ട് അയാളെ പിടിച്ചു നിർത്തി അയാളെ വെറുപ്പിക്കണോ? അയാൾ വെറുപ്പിക്കും, നമ്മളെ മനസ്സമാധാനം പോകും. അതെ. സോ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങ് വെറുതെ വിട്ടു. ആ 2 ലക്ഷം പോട്ടെ, കുഴപ്പമില്ല. അല്ലെങ്കിൽ ടെററായനെ. ഒരു മനസ്സിലിങ്ങനെ കിടക്കില്ലേ വിദ്വേഷം. അല്ല, അറ്റ് സം പോയിന്റ് നമ്മള് ആരോടൊക്കെ ദേഷ്യം ഉണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കണത് അത് വിട്ടാലാണ് നമുക്ക് സമാധാനം കിട്ടും. അതെ. അതിങ്ങനെ അതന്നെ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ. ഓക്കെ. അപ്പൊ രാജേഷ് ഉണ്ടാക്കി തന്നു. ടീഷർട്ട് ആയിരുന്നു നിങ്ങൾ ആദ്യത്തെ പ്രൊഡക്റ്റ്? ടീഷർട്ട്സ് മാത്രമായിരുന്നു. ടീഷർട്ട്സ് നല്ലൊരു ഡിസൈൻ ഉണ്ടാക്കി. അത് ഡിസൈൻ ആയിരുന്നു, യെസ്. പക്ഷെ അതിലൊരു മോട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എന്ത് തരം ഡിസൈൻ എന്നുള്ളതായിരുന്നു. നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മളിപ്പോഴും നമ്മുടെ ബ്രാൻഡിൽ പറയുന്നൊരു സെന്റൻസ് ആണത്, നമ്മളൊരു ഓഷ്യനിലെ ഫിഷ് ആവണ്ട, നമുക്കൊരു പോണ്ടിലെ ഷാർക്ക് ആവാം. അത് തന്നെയാണ് നമ്മൾ എപ്പോഴും ഉള്ള കോൺസെപ്റ്റ്. ഇപ്പോഴും അത് തന്നെയാണ്. നമ്മൾ എന്ത് സാധനം ചെയ്താലും ദാറ്റ് ഇസ് ഹൗ വി തിങ്ക്. നമുക്ക് അന്ന് പാൻ ഇന്ത്യ പോയി മറ്റേ എല്ലായിടത്തും സ്കെയിലും ചെയ്യേണ്ട, നമ്മൾ ട്രിവാൻഡ്രത്താണ് സ്റ്റാർട്ട് ചെയ്തത്. ട്രിവാൻഡ്രത്തെ ഏറ്റവും നല്ലൊരു സ്റ്റാർട്ടപ്പ് ആവാം നമുക്ക്. ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദെയർ. ഓക്കെ. അവിടെ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഈ രാജേഷിന്റെ കയ്യിൽ ചെയ്ത ടീഷർട്ട്സ് എല്ലാം കൂടെ കൊണ്ടുപോയി ഒരു ചെറിയ ഫ്ലീ മാർക്കറ്റ് ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ആദ്യമായിട്ട് കസ്റ്റമേഴ്സ് നമ്മുടെ പ്രോഡക്ട്സ് കാണുന്നത് ഫീൽ ചെയ്യുന്നത് അവിടെ നിന്ന്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മളൊരു എല്ലാം കൂടെ 300 ടീഷർട്ട് ഉണ്ട്. നമുക്ക് അന്ന് 300 ടീഷർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം തീർന്നു, അങ്ങനത്തെ ഒരു ഫീലാണ്. കാരണം അത്രയ്ക്ക് ഒന്നാതെ പൈസ ഇല്ല. ഈ ആൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് അയാൾ ചെയ്തെന്ന് അടുത്ത 300 ടീഷർട്ട് ഇതൊക്കെ പൈസ കാശ് കൊടുക്കണമല്ലോ, കാശ് വാങ്ങിച്ചിട്ടില്ല. 300 ടീഷർട്ട് കയ്യിൽ ചെയ്തു തന്നു. യെസ്. അപ്പോൾ ആ പ്രഷറും ഉണ്ട്. എല്ലാം കൂടെ നമ്മൾ അത്ര പാനിക്ഡ് ആണ്. അപ്പോൾ ഈ ഇവന്റ് ഒരു 3 ദിവസം ഇവന്റ് ആയിരുന്നു, ഫ്ലീ മാർക്കറ്റ് ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഇത് കൊണ്ടുവച്ച് ആദ്യത്തെ ഒരു 3 മണിക്കൂറായപ്പോൾ തന്നെ സാധനം മൊത്തം തീർന്നു. ഒരു പീസ് ബാക്കി എടുക്കാനില്ല. സൈസ് അല്ലെങ്കിൽ പോലും ആൾക്കാർ വാങ്ങിക്കണം, അങ്ങനെ സിറ്റുവേഷൻ എത്തി. അപ്പോൾ നമുക്ക് മനസ്സിലായി കറക്റ്റ് സാധനം നമ്മൾ ചെയ്യുന്നത് ഇത് തന്നെയാണ് ട്രാക്ക് എന്നുള്ളത്. എല്ലാ സൈസും ഉണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്? സ്മോൾ, മീഡിയം, ലാർജ്, വാട്ടവർ? ലാർജ്, എക്സൽ, 4 സൈസ് അന്നുള്ളൂ നമ്മുടെ. SML, XL. അവിടെ നമുക്ക് മനസ്സിലായി ഓക്കെ ഇത് വർക്ക് ആവും എന്നുള്ളത്. പക്ഷെ നമ്മൾ ആ സാധനം തീർന്നെങ്കിലും നമ്മുടെ അകത്ത് ആ ഓണ്ടർപ്രണർഷിപ്പ് ഉണ്ടെന്നൊരു വാലിഡേഷൻ നമുക്ക് സ്വയം തോന്നിയെന്ന് വെച്ചാൽ സാധനം തീർന്നതിൽ നമ്മൾ വിട്ടില്ല. നമ്മളൊരു നോട്ട്ബുക്കും പെയിനായിട്ട് തവണങ്ങിയിരുന്നു. ആൾക്കാരെ പ്രോഡക്ട്സ് കാണിച്ചിട്ട് നമ്മൾ വീട്ടിൽ എത്തിച്ചേരാം, ഫ്യൂ ഡേയ്സ് തന്നാൽ മതി. അടിപൊളി ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ തുടങ്ങി. രോമാഞ്ചം വരുന്നുണ്ട്. ഡേറ്റ കളക്ഷൻ നമ്മൾ ഇപ്പൊ പറയും. അന്ന് നമുക്ക് ഇതിന്റെ അന്നപ്പോ നിങ്ങളുടെ അടുത്ത് കാണിച്ചു കൊടുക്കാനുള്ള പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു? പടമുണ്ട്, മൊബൈലിൽ പടം കാണിച്ചു കൊടുക്കും. പടം കാണിച്ചു കൊടുക്കും. പിന്നെ നമ്മുടെ ആ ഫ്ലെക്സ് ബാനർ ചെയ്ത് വെച്ചതിൽ കുറച്ച് കാര്യങ്ങൾ കാണാമല്ലോ. അങ്ങനെ ആൾക്കാർ ഈ മൗത്ത് പബ്ലിസിറ്റി ആയി. അവിടെ ആൾക്കാർ ഇന്നലെ ഞാൻ വാങ്ങിച്ചു അടിപൊളി ഡിസൈൻ, ഇങ്ങനെ കേട്ട് ആൾക്കാർ വരാൻ തുടങ്ങി. ഏകദേശം 850 ആൾക്കാരുടെ കയ്യിൽ നിന്ന് കോൺടാക്ട്സ് എഴുതി വാങ്ങിച്ചിട്ട് നമ്മൾ ഒരാഴ്ച കൊണ്ട് ഡെലിവറി ചെയ്യും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ 700 ആൾക്കാർ പേര് നമുക്ക് പേരും പ്രൊഡക്ട്സും തന്ന് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും ഒരാഴ്ചക്കുള്ളിൽ. അപ്പൊ ഈ ഇട്ട സാധനത്തിന്റെ പൈസ രാഷ്ട്രം കൊടുക്കാനും പറ്റി. അടുത്ത 850 ഓർഡർ നമ്മൾ രാഷ്ട്രം കൊടുത്തു. അടിപൊളി. അങ്ങനെ അയാളും തുടങ്ങി, നമ്മളും തുടങ്ങി. രക്ഷപ്പെട്ടു, നിങ്ങളും രക്ഷപ്പെട്ടു. ഓക്കെ. എന്നിട്ട് ഫ്ലീ മാർക്കറ്റ് നെക്സ്റ്റ് എന്താണ്? നമുക്ക് മനസ്സിലായേ
റാദർ ദാൻ ജസ്റ്റ് ലോഞ്ചിങ് സം പ്രോഡക്ട്സ്, നമ്മുടെ ആ ഒരു വൈറ്റ് സ്പേസ് എന്നൊക്കെ ഇന്ന് അതിനെ നമ്മൾ വളരെ ടെക്നിക്കലി പറയും. അന്ന് മനസ്സിലായി ഓക്കെ ഡിസൈൻ ഓറിയന്റഡ് ആയിട്ടുള്ള നമ്മളന്ന് ഇറക്കിയ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം ടീഷർട്ടാണ്. ഓക്കെ, അതായത് ട്രിവാൻഡ്രത്തെ മേജർ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്ലേസസ് എന്തൊക്കെയാണോ അതെല്ലാം നമ്മൾ ആ ഒരു ടീഷർട്ടിൽ നമ്മൾ കൊണ്ടുവന്നു. ദാറ്റ് വാസ് ദ ടീഷർട്ട് ദാറ്റ് വി ലോഞ്ച്ഡ്. ട്രിവാൻഡ്രം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു 4 സ്ഥലങ്ങളുണ്ട്. അത് 4 പ്രിന്റ് ചെയ്തിട്ട് ട്രിവാൻഡ്രം, പത്മനാഭസ്വാമി ടെമ്പിൾ ഒക്കെ അതെ, പിന്നെ കോളം ലൈറ്റ് ഹൗസ്, എനിക്കറിയാം. തിരുവനന്തപുരം എന്ന് ഒരു പറയും. മ്യൂസിയം ഉണ്ട്. അങ്ങനെ 4 സ്ഥലങ്ങൾ വെച്ചിട്ടുള്ള ഒരു പ്രിന്റ്. കറക്റ്റ്. അപ്പൊ അത് ഭയങ്കരമായിട്ട് അങ്ങ് വൈറലായി. പിന്നെ ട്രിവാൻഡ്രത്തുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ തിരുവനന്തപുരത്തിനോടുള്ള ഒരു സ്നേഹം ഭയങ്കര ഇന്റൻസ് ആണ്. അപ്പൊ അവര് ട്രിവാൻഡ്രം ടീഷർട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഫേമസ് ആവാൻ തുടങ്ങി. ആൾക്കാർ ചോദിച്ചു ട്രിവാൻഡ്രം ടീഷർട്ട് കിട്ടില്ലേ, അങ്ങനെയായി. പേര് മാറി, സിഗ്നേഷൻ അല്ല ട്രിവാൻഡ്രം അതായിരുന്നു. പിന്നെ അതിന്റെ കൂടെ ഇറക്കിയത് ഇപ്പൊ ശരിയായി തരാം. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു ആൾക്കാരെല്ലാം ശരിയാക്കി തരാം. അതും നമ്മൾ ഇറക്കിയ ടീഷർട്ടായിരുന്നു. അപ്പൊ ഇത് ഇങ്ങനെ 2 ഡിസൈൻസ് ആയിട്ടാണ് അവിടെ പോകുന്നത്, അവിടെ നിന്ന് തുടങ്ങുന്നത്. പിന്നെ അത് കഴിഞ്ഞ ഒരു സമയത്താണ് നമ്മുടെ ഏകദേശം ഓണം അടുപ്പിച്ച് വരുന്നത്. ഓണ സമയമായി. അപ്പൊ ഓണം എന്ന് പറഞ്ഞാൽ മലയാളികൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ടൈമാണ്. കറക്റ്റ്. ആ സമയത്താണ് ആദ്യമായിട്ട് മലയാളി ടീഷർട്ട് നമ്മൾ ഇറങ്ങുന്നത്. ആ സമയത്താണ് ഞാൻ നിങ്ങളെ കാണുന്നതും. ഓക്കെ, ഇങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ട് എന്ന് അറിയുന്നത് ആ സമയത്താണ്. പരിധിവരെ അതെ, മലയാളി എന്ന ടീഷർട്ട് നമുക്ക് ഒരു പരിധി റെക്കഗ്നേഷൻ ഒരുപാട് കൊണ്ടുവന്നത്. മലയാളി ടീഷർട്ട് ഇടുന്ന ബ്രാൻഡിനായി പിന്നെ നമ്മൾ ട്രൂ. അതായത് ഞാനൊക്കെ എനിക്കൊന്ന് നിങ്ങളെ എന്റെ മനസ്സിലുള്ളത് ഡയലോഗ്സ് മലയാളത്തിൽ എഴുതുന്ന ടീഷർട്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഫ്ലീ മാർക്കറ്റ് നിങ്ങൾ വീണ്ടും 750 ഓർഡേഴ്സ് അവിടെ നിന്ന് കിട്ടുന്നു, അത് ഡെലിവറി ചെയ്യുന്നു. 850 സോറി, ഒരു 100 കുറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്തത്? വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? നമ്മൾ വെബ്സൈറ്റ് ഒക്കെ ചെയ്ത് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അന്നും നമ്മുടെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മിന്ത്ര, ആമസോൺ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വിൽക്കണ്ട. നമുക്ക് നമ്മുടെ കടകൾ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ വന്ന ആൾക്കാർ വാങ്ങണം. കാരണം അവിടെ നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽ ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നില്ല. കുറച്ച് വർഷം കൊണ്ട് ഒരു ബ്രാൻഡ് ഉണ്ടാക്കണം. അത് ഡേ 1 തൊട്ട് അത് തന്നെയാണ് വിഷയം. ഒരു ബ്രാൻഡ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് അമസോണിലെ മിന്ത്രയിലോ ഡേ 1 പോകരുത്. റവന്യൂ ഉണ്ടാക്കാൻ നല്ലതാണ്. പക്ഷെ ഒരു ബ്രാൻഡ് എന്ന രീതിയിൽ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ അവരെ നമ്മുടെ സ്ഥലത്ത് വിളിച്ചു വരുത്തണം, നമ്മുടെ എക്സ്പീരിയൻസ് കൊടുക്കണം. ആൾക്കാർ ഒരു സിമ്പിൾ ചോദ്യം ഞാൻ ഇപ്പോഴും എടുത്ത സ്റ്റാർട്ടപ്സിൽ ആൾക്കാർ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നമ്മളൊരു ബ്രാൻഡ് എന്ന രീതിയിൽ കസ്റ്റമേഴ്സിനെ ഫീഡ് ചെയ്യേണ്ടത്? കസ്റ്റമേഴ്സിന്റെ മൈൻഡിൽ ഒരു ആൻസർ വേണം. വൈ ഡസ് ദിസ് ബ്രാൻഡ് എക്സിസ്റ്റ്? അത് അവരുടെ മൈൻഡിൽ വേണം. വൈ ഡെസിഗ്നേഷൻ എന്ന സാധനം ഇല്ലെങ്കിൽ എന്താ? അപ്പൊ അത് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ മൈൻഡിൽ വേണം. അത് ഫ്രം ഡേ 1 നമ്മുടെ വിഷൻ അതായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം വെബ്സൈറ്റ് സ്വന്തമായിട്ട് ഔട്ട്ലെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് ബഡ്ജറ്റില്ല. പക്ഷെ മൈൻഡിലുണ്ട്. ഔട്ട്ലെറ്റ് ചെയ്യാൻ കുറച്ച് കാശ് മതിയല്ലോ അല്ലേ? അങ്ങനെ വെബ്സൈറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ആൾക്കാരെ വെബ്സൈറ്റിൽ വിളിച്ചു വരുത്തി വാങ്ങിപ്പിക്കണം. അപ്പൊ അവിടെ ഉണ്ടായ ബുദ്ധിമുട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഓളത്തിനും ഇവിടെയൊക്കെ അങ്ങനെ ഓളം എന്ന് പറഞ്ഞാൽ ഫ്ലീ മാർക്കറ്റിന്റെ പേരാണ്. അപ്പൊ അവിടെ വന്ന ആൾക്കാർ നമ്മളെ കണ്ട് പ്രോഡക്ട്സ് വാങ്ങിച്ചവർക്കും ഓക്കെ, അവർക്ക് വിശ്വാസമുണ്ട്, അവർ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കും. അതെ. പക്ഷെ പുതിയൊരാളെ ഏതോ ഒരു റാൻഡം വെബ്സൈറ്റിൽ ഒന്ന് വാങ്ങിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്ന് പ്രത്യേകിച്ച് ഇത്രയും പ്രോമിനന്റ് അല്ല ഇ കൊമേഴ്സും കാര്യങ്ങളൊന്നും അത്ര ഇതല്ല. 2000 എത്ര കോവിഡിന്റെ ഒക്കെ ആ ഒരു ആസ്പാസ് 2019 ആ ടൈമിലേക്ക്. ഓക്കെ. അപ്പോൾ അതായിരുന്നു ഒരു വലിയ ടാസ്ക്. ആൾക്കാരെ വിളിച്ചു വരുത്തി സാധനം വാങ്ങിപ്പിക്കുമല്ലോ. ചിലപ്പോൾ ഒരു 1 ലക്ഷം ആൾക്കാർ, 1 ലക്ഷം ഒന്നും ഇല്ല, ഒരു 1000 പേരൊക്കെ വെബ്സൈറ്റിൽ വരുമായിരിക്കും. പക്ഷെ 1000 പേരിൽ ഒരു 10 പേര് പോലും തികച്ച് വാങ്ങിക്കില്ല സാധനം. കാരണം അവർ എന്ത് വിശ്വസിച്ച് പൈസ കൊടുത്ത് വാങ്ങിക്കും. കറക്റ്റ്. അങ്ങനെ ഒരു പ്രശ്നമായിരുന്നു. അത് കുറച്ച് ബുദ്ധിമുട്ട്. ആദ്യത്തെ കുറച്ച് വർഷം നമ്മൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഡിമോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. ആൾക്കാരൊന്നും വാങ്ങിക്കാനില്ല, എല്ലാവരും വരുന്നുണ്ട്, ആരും വാങ്ങിക്കാനില്ല, എന്ത് ചെയ്യും? പക്ഷെ എന്നാലും നമ്മൾ അത് തന്നെയാണ്. ഇന്നലെ 10, ഇന്ന് 11 ആയല്ലോ ഓർഡേഴ്സ്, അത് മതി. നാളെ 12 ആയല്ലോ. നമ്മളെ കൺസിസ്റ്റൻസി വിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് കൂടും, ഒരു കുറച്ച് വർഷം കയറും എന്നുള്ള വാശി ബിൽഡ് ആവാൻ സമയം എടുക്കും. അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. ആ ട്രസ്റ്റ് ബിൽഡിംഗിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ചെയ്തൊരു കറക്റ്റ് ഡിസിഷൻ. നമുക്ക് അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് അതാ പറയുക, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഒന്നും ആ സമയത്തില്ല. പക്ഷെ ഐ ഡോണ്ട് നോ, ഫോർച്ചുനേറ്റ്ലി അഗൈൻ നമ്മുടെ ആ മലയാളി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഭയങ്കരമായിട്ട് വൈറലായി. ആ ടീഷർട്ട് എന്ന് പറഞ്ഞ വൈറലായി. അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു 2-3 മലയാളം ഇൻഡസ്ട്രിയിലുള്ള ആക്ടേഴ്സ് അത് ഇട്ടു. ആ പ്രോഡക്റ്റ് അത് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതല്ല, അത് ഇട്ടു, അവർ മേടിച്ചു, അവരിട്ടു. അപ്പൊ അത് അവരുടെ റാൻഡംലി അവരുടെ ഫീഡിൽ അത് പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കുമാണ് ദെൻ വി സോ ഒരു ഹൈക്ക് ഇൻ അവർ വെബ്സൈറ്റ്. ആൾക്കാർ ഇപ്പൊ ഈ 11 എന്നൊക്കെ പറയുന്ന അന്ന് 50 പോയി, 55 ഓർഡേഴ്സിലോട്ട് പോയി, 100 ഓർഡേഴ്സിലോട്ട് പോയി. ഡെയിലി ഓർഡേഴ്സ്. അപ്പോ ദെൻ സ്വരൂപാണ് അന്ന് ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്തോണ്ടിരുന്നതാണ്. അപ്പൊ സ്വരൂപ് എന്താ ചെയ്ത, അപ്പൊ അല്ലെങ്കിൽ വി കെയിം ടു നോ ദാറ്റ് ഓക്കെ, ഇങ്ങനൊരു സംഭവം ഈ പറയുന്ന ആ ഒരു സെലിബ്രിറ്റി ഇട്ട് കഴിഞ്ഞാൽ എന്നുള്ളൊരു അത് വന്നത് അവിടെ. യെസ്, അതായത് കുറച്ചും കൂടെ ആൾക്കാരിലോട്ട് എത്തും എന്നുള്ളത്. അങ്ങനെ വാട്ട് വി ഡിഡ് ഇസ് നേരത്തെ പിടിച്ച് ഈ പറയുന്ന ആക്ടേഴ്സിന് മെസ്സേജ് അയക്കാൻ തുടങ്ങി, ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇറ്റ് വാസ് നെവർ പെയ്ഡ്. അന്ന് പെയ്ഡ് എന്നുള്ളൊരു സമ്പ്രദായം ഇല്ലല്ലോ, ബിക്കോസ് ഇങ്ങനെ ഒരു മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് ഓപ്പൺഡ് അല്ല.
അങ്ങനെ പല ആൾക്കാരും വിച്ച് വി ആർ റിയലി റിയലി ഗ്രേറ്റ്ഫുൾ, പല ആൾക്കാരും അയച്ചു തരൂ എന്ന് പറയുകയും അത് ഇടുകയും ഒക്കെ ചെയ്തപ്പോഴത്തേക്കും വി അണ്ടർസ്റ്റുഡ്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് അത് അൺലോക്ക് ചെയ്യാൻ നമുക്ക് പറ്റി. ഈ ഒരു മാർക്കറ്റിംഗ്, ഇങ്ങനത്തെ ഒരു മാർക്കറ്റിംഗ് നമുക്ക് അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റി. ഇപ്പൊ അത് പെയ്ഡ് കൊളാബറേഷൻസിലോട്ടായി. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ടേം ഒക്കെ വന്നു. അതെ, അതൊന്നുമില്ല. ഇല്ല. അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഒന്നും കൂടെ ഭയങ്കരമായിട്ടൊരു ഓഡിയൻസിലോട്ട് എത്താനും ഈ പറയുന്ന ഒരു ജമ്പിലോട്ട് നമുക്ക് വരാനും തുടങ്ങിയത്. സോ ഇപ്പൊ ശരിയാക്കി തരാം മലയാളി, പിന്നെ അത് ഐ ആം ദി സോറി അലിയ, അങ്ങനെ പല പല ഇതിലോട്ടും വന്നു. ദെൻ ഇപ്പൊ കുമ്പളങ്ങി നൈറ്റ്സ് ഇറങ്ങിയ സമയത്ത് നമ്മൾ ഇറക്കിയ ഒരു പ്രോഡക്റ്റ് ആണ് ഷമ്മി ദ കംപ്ലീറ്റ് മാൻ. അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് വൈറലായി. അന്ന് എനിക്ക് തോന്നുന്നു അന്നാബെൻ അത് ഇടുകയും. സോ ആൾക്കാർക്ക് ഓക്കെ, നൗ ദിസ് ബ്രാൻഡ് ഇസ് ലൈക്ക് എന്താ പറയുക, ഒരു റിലേറ്റബിൾ ബ്രാൻഡായിട്ട് മാറി തുടങ്ങി. ഇപ്പൊ എന്തെങ്കിലും മൂവീസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബ്രാൻഡ് മൈ ഡെസിഗ്നേഷൻ ആയിട്ട് കൊളാബറേറ്റ് ചെയ്യാം എന്നുള്ളൊരു തോട്ട് പ്രോസസ് വന്നു. ബിക്കോസ് നമ്മൾ ആദ്യം ചെയ്യുന്ന പടം കൽക്കിയായിരുന്നു. ലൈക് ടോവിനോട് കൽക്കിയാണ് നമുക്ക് ആദ്യം മെർച്ചൻഡൈസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഇങ്ങോട്ടാണ് അവർ അപ്രോച്ച് ചെയ്തത്. സോ ദെൻ വി റിയലൈസ് ദിസ് തിങ് ഹാസ് എ പൊട്ടൻഷ്യൽ. ഞാൻ ലോഗോ ഹൈലൈറ്റ് പോയി കണ്ടപ്പോ അവിടെ മൈ ഡെസിഗ്നേഷന്റെ ലോഗോ കണ്ടപ്പോ ഞാൻ ഭയങ്കര പ്രൗഡ്. പക്ഷെ എനിക്ക് അപ്പൊ ഫോട്ടോ എടുക്കാം, അപ്പോൾ ജസ്റ്റ് ഒരു 2 സെക്കൻഡേ കിട്ടുള്ളൂ. ഫോട്ടോ എടുക്കണോണ്ട് പക്ഷെ കിട്ടിയില്ല. നമ്മള് അത് കോയിൻസിഡൻസ് ആണോ ഫോർച്ചുനേറ്റ്ലി ആണോ അറിയില്ല, കേരളത്തിൽ നമ്മൾ 100 crore ഹിറ്റിയുള്ള എല്ലാ സിനിമകളിലും നമ്മൾ ഒഫീഷ്യൽ മെർച്ചൻഡൈസ് പാർട്ണറാണ്. ഓ അമേസിങ്. എന്നാലേ അതിന്റെ ഇടയ്ക്ക് വേറെ നോട്ട് വന്ന്, ആ ഫസ്റ്റ് സെലിബ്രിറ്റി ഉണ്ടാവല്ലോ നിങ്ങളെ മലയാളി, അല്ലെങ്കിൽ ഇപ്പൊ ശരിയാക്കി തരാം, അതാരായിരുന്നു ഇട്ട്? അഹാനായിരുന്നു ആദ്യത്തെ മലയാളി ടീഷർട്ട് ഇട്ടത്. ഓ നൈസ്. പിന്നെ 2-3 പേര് ചെയ്ത് പറഞ്ഞു. കുറച്ചുപേരുണ്ടായിരുന്നു. അന്നബെൻ, നിഖില വിമൽ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു സെലിബ്രിറ്റി ടോവിനോ ഇട്ടിട്ടുണ്ട്. ടോവിനോയും ഈ പറഞ്ഞ പോലെ ഭയങ്കര ഡൗൺ ടു മനുഷ്യനാണ്. പുള്ളി സാധനം വാങ്ങിച്ച് പുള്ളി ഇട്ടിട്ടുണ്ട് ഫീൽഡിൽ. മനുഷ്യൻ ടീഷർട്ട് ടോവിനോ ആണ്. മനുഷ്യൻ. ബട്ട് എനിവേ ഈ പറയുന്ന മാതിരി അന്ന് ഈ ഒരു സംഭവം ചെയ്തപ്പോ നമ്മളങ്ങനെ കൽക്കിയുടെ മേർച്ച് ചെയ്തു. അപ്പൊ നമുക്ക് മനസ്സിലായി ഒരു ടിക്ക് മാർക്കോ അല്ലെങ്കിൽ ഒരു 3 വരയോ അല്ല വാട്ട് യു നോ ദ വൈറ്റ് സ്പേസ്. വളരെ റിലേറ്റബിൾ ആയിട്ട് നമ്മുടെ ഓഡിയൻസിന്, അല്ലെങ്കിൽ ഞാനൊരു മലയാളിയാണ്, അല്ലെങ്കിൽ എന്റെ റൂട്ട്സ് ഇതാണ്, എന്റെ ഒരു ഡെയിലി ലൈഫിൽ ഞാൻ കമ്മ്യൂട്ട് ചെയ്യുന്ന സമയത്ത് പറയുന്ന ഡയലോഗാണ് ഇപ്പൊ ശരിയാക്കി തരാം, അല്ലെങ്കിൽ ഐ എം ദ സോറി അലി എന്നുള്ളതൊക്കെ. സോ ദാറ്റ്സ് ദ പോയിന്റ് വേർ വി ഓൾസോ റിയലൈസ്ഡ് ഓക്കെ ദിസ് ഈസ് മൈ ഡെസിഗ്നേഷൻ. യുനോ നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആകുന്ന, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന കുറെ കാര്യങ്ങൾ റിമൈൻഡർ ആയിട്ട് കൊടുക്കുക. തോമസ് കുട്ടി ഇട്ടോടാ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആദ്യം മാർക്കറ്റിംഗിൽ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ ഹാൻഡിൽ ചെയ്തിട്ടില്ല. ഈ എൻജിൻ ഔട്ട് കംപ്ലീറ്റ് ഇതൊക്കെ ഭയങ്കര എക്സ്ട്രാ റിലേറ്റബിൾ ആണ്. അതെ അതെ, നൈസ്. അപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ 11 ഓർഡേഴ്സിൽ നിന്ന് 50-100 ഓർഡർ ഒക്കെ ആകുമ്പോൾ നോർമലി എല്ലാ D2C ബ്രാൻഡ്സിന്റെ വെബ്സൈറ്റ് പൊട്ടും. നിങ്ങളെ കേസിൽ എന്തായിരുന്നു സംഭവിച്ചത്? പൊട്ടി തകർന്ന് കറക്റ്റ്. ആശ്വാസായി. അന്ന് ഈ ഷോപ്പിഫൈ ഒന്നും ഇത്രയും വിപുലമായിട്ടില്ല. വൂക്കോമേഴ്സ് യൂസ് ചെയ്തിരുന്നത്. വൂക്കോമേഴ്സിൽ പകുതി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം, പകുതി കോഡ് തന്നെ ചെയ്യണം. അതെ അതെ. നമുക്കൊരു ഫ്രണ്ട് ഉണ്ട് അതിൽ എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിൽ TCS വർക്ക് ചെയ്യാൻ പുള്ളി. പക്ഷെ അവിടെ ഇരുന്ന് കിട്ടുന്ന സമയത്തൊക്കെ നമുക്ക് ചെറിയ കോഡിങ് ഹെൽപ്പ് ഒക്കെ ചെയ്യും. ഞാൻ വിളിച്ച് ശല്യം ചെയ്തോണ്ടിരിക്കും, ഗൂഗിൾ എനിക്ക് രാത്രി ആകുമ്പോൾ അതിൽ വീണ്ടും പൊട്ടി. അപ്പൊ അങ്ങനെ ചെയ്ത് പണിഞ്ഞ് ഒരു പരുവത്തിലെത്തിയത്. പക്ഷേ ഈ പറഞ്ഞ ഒരു 100s കഴിഞ്ഞ് 1000s അടുക്കാറായി തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇനി വൂക്കോമേഴ്സിൽ എത്ര പണിഞ്ഞാലും താങ്ങില്ല. അങ്ങനെ വെരി റീസെന്റ് ഒരു 2 വർഷം മുമ്പാണ് നമ്മൾ ഷോപ്പിഫൈയിലേക്ക് മാറുന്നത്. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി തിരിഞ്ഞു നോക്കേണ്ടി വന്നു കഴിഞ്ഞ ക്രിസ്മസിന് ചെറുതായിട്ട്. ഷോപ്പിഫൈ ഡൗൺ ആയോ? ഷോപ്പിഫൈ ഡൗൺ അല്ല, അതിൽ ഇഷ്യൂ ഉണ്ടായി. അതിലേക്ക് ഇപ്പൊ പോകണമെങ്കിൽ ഡെപ്തിൽ പോവാം. ഇല്ല, ഷോപ്പിഫൈ ഡൗൺ ആവുക ഇൻ ദ സെൻസ് അതാ പറയണേ. ഇപ്പം ഈ പറഞ്ഞല്ലോ, നമ്മുടെ ആദ്യം തിരുപ്പൂരിൽ പോയിട്ട് ഒരാള് ചതിച്ചു എന്ന് പറഞ്ഞല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത് കഴിഞ്ഞതിന് ശേഷം മൈ ഡെസിഗ്നേഷൻ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്ന അന്ന് അന്ന് നമ്മുടെ വെബ്സൈറ്റ് ഡൗൺ ആയിരുന്നു. നമ്മൾ ഫാമിലി ഫ്രണ്ട്സിനെ വിളിച്ചു വരുത്തി ഈവന്റ് നടത്തിയായിരുന്നു. ഈവന്റ് നടത്തി എല്ലാം റെഡിയാക്കി ലൈഫിലേക്ക് ലോഡാണല്ലോ. മൈ ഡെസിഗ്നേഷൻ വെബ്സൈറ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യുന്ന അന്ന് രാവിലെ 2 മണിക്ക് സ്വരൂപം, ഈ പറയുന്ന അതുലേട്ടൻ ഞാൻ വിളിക്കണേ, അതുലേട്ടനും സ്വരൂപം കൂടെ വീട്ടിലിരിക്കേ, സ്വരൂപിന്റെ വീട്ടിൽ രാത്രി മൊത്തം ഫൈനലാക്കി റെഡിയാക്കിയ സാധനം. 2 മണി 2:30 എനിക്കൊരു കോള്. എന്താ വെച്ചപ്പോഴത്തേക്കും വെബ്സൈറ്റ് ഡൗൺ ആണ്, നാളെ പരിപാടിയാ. നോ, പക്ഷെ then again വെബ്സൈറ്റ് ഡൗൺ ആയപ്പോഴത്തേക്കും അതുലേട്ടൻ വിട്ടു, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആ സമയത്ത് ഗോഡാഡി ആണ് നമ്മൾ സെർവർ ചെയ്തിരിക്കണേ. അവര് ഗോഡാഡി ഇതും കൂടെ അല്ലേ, ഫോറിൻ ഇതല്ലേ. അവർ പറഞ്ഞു അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവര് ഹെൽപ്ലെസ് ആണ്, കാരണം അവര് സെർവർ അടിച്ചു പോയി, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല.
ഒന്ന് അപ്പൊ സ്വരൂപ് പറഞ്ഞു എന്താ പറയാ, ഓക്കെ എന്തായാലും നാളെ ഇത്രയും പേരെ വിളിച്ചിട്ടില്ലേ. ഞാൻ സ്വരൂപ് എന്ത് ചെയ്യാന്ന് നിന്റെ പരിപാടി? ഞാനൊരു പ്രസന്റേഷൻ ഉണ്ടാക്കാം. വെബ്സൈറ്റ് പോയി ഒരു PDF ഞാനങ്ങ് ഉണ്ടാക്കി. പുള്ളി ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കി. പിന്നെ ഞാൻ അന്ന് ഹോസ്റ്റ് ചെയ്തു. ഇദ്ദേഹം ആ പ്രസന്റേഷൻ നമ്മുടെ വെബ്സൈറ്റ് എന്താണ്, മൈനസ് ഇഗ്നിഷന്റെ വിഷൻ എന്താണ്, കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ എനിക്ക് അന്ന് ഈ പറഞ്ഞ മാതിരി അത്ര ആലോചിക്കാനുള്ള വിവരം ഇല്ലാത്തതുകൊണ്ട്, പക്ഷെ ഇന്ന് ആലോചിക്കുമ്പോ അന്ന് വെബ്സൈറ്റ് ഡൗൺ ആയിട്ട് വെറുതെ ഇരിക്കാണ്ട് ഹി മേഡ് എ പ്രസന്റേഷൻ, ഹി ഷോ ടു ദ പീപ്പിൾ അറൌണ്ട്. അതിനാണ് ആക്ച്വലി ഫൗണ്ടർ മൈൻഡ് സെറ്റ് എന്ന് പറയാം. നെവർ ഗിവ് അപ്പ്. എങ്ങനെ വീടാലും 4 കാലില്. അപ്പൊ എനിക്ക് മനസ്സിലാവും മാർക്കറ്റ് ഫിനാൻസ് ഇവനെ ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത്, വെറുതെ ഞാൻ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്നുള്ളത്. റൈറ്റ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ആ സെലിബ്രിറ്റീനെ വെച്ച് നിങ്ങൾ മനസ്സിലാക്കി, സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. അപ്പൊ നിങ്ങൾ എല്ലാ സെലിബ്രിറ്റീസിനെയും കോണ്ടാക്ട് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്തു നിങ്ങളെ മെർച്ചൻഡൈസ്. അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചു? അതിൽ നമ്മൾ ഒരു കാര്യമാണ്, നമ്മൾ റീച്ച് ഔട്ട് ചെയ്യുമ്പോൾ ഒരു ഹുക്ക് വെച്ചിട്ട് റീച്ച് ഔട്ട് ചെയ്യണം. കാരണം നമ്മുടെ ഒരു 3-4 സെലിബ്രിറ്റീസ് ഇട്ടിട്ടുള്ളൂ. പക്ഷേ ഈ 3-4 സെലിബ്രിറ്റി ഇട്ടതിലും എല്ലാം വൈറലാണ്. അപ്പോൾ ജസ്റ്റ് സെലിബ്രിറ്റിയുടെ മാത്രമല്ല, സെലിബ്രിറ്റി പ്ലസ് ഈ പ്രോഡക്റ്റ് ഒരുമിച്ച് വരുമ്പോൾ വൈറാലിറ്റി ഹൈ ആണെന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ പിച്ച് ചെയ്തത്. ഒരു ഡൗട്ടും ഇല്ല. കാരണം ആ പ്രൊഡക്റ്റിന്റെ യുണീക്നെസ് കാരണമാണ് സെലിബ്രിറ്റി ഇടുന്നത് തന്നെ. യെസ്. അപ്പോൾ അത് ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ തുടങ്ങി. നമ്മൾ റീച്ച് ഔട്ട് ചെയ്യുന്നവർക്കും ഓക്കെ ഇതിങ്ങനെ ഇട്ടാൽ എൻ്റെ ഫീൽഡിലും ഇത് വൈറലാവാൻ ചാൻസ് ഉണ്ട് കാരണം തുടങ്ങിയപ്പോൾ ആൾക്കാർ ഇടാൻ തുടങ്ങി. അങ്ങനെ ഒരു പരിധിവരെ സിനിമയിലാണെങ്കിലും സീരിയലിലൊക്കെ ആണെങ്കിലും പ്രൊമനന്റ് ആയിട്ടുള്ള ഫേസസ് എല്ലാവരും ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ ഒരിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ മറ്റേ സെലിബ്രിറ്റീസ് ഒക്കെ ഇടുന്ന ബ്രാൻഡില്ലേ എന്നൊരു പേരാവാൻ തുടങ്ങി. മറ്റേ മലയാളി ബ്രാൻഡ്, ഈ ബ്രാൻഡ്, പിന്നെ ഇങ്ങനെ ഒരു ബ്രാൻഡ്. അതിന്റെ ഇടയ്ക്ക് ട്രിവാൻഡ്രം ബ്രാൻഡ്, മലയാളി ബ്രാൻഡ്, പിന്നെ സെലിബ്രിറ്റീസ് ഇടുന്ന ആ ബ്രാൻഡ്. ഓക്കെ. അത് അങ്ങനെ ഒരു എവല്യൂഷനായി മാറി. ആൻഡ് വി വെർ ഓക്കെ വിത്ത് ഇറ്റ്. കാരണം ബ്രാൻഡ് നെയിമിന് ഇനിയും ടൈം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ ടേക്സ് ഇയേഴ്സ്. നമുക്ക് ക്ഷമ വേണം. ഫസ്റ്റ് ഡേ എല്ലാവരും നമ്മുടെ പേര് വേണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. പക്ഷെ പ്രോഡക്ട്സ് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങിയോ, ഇത് മറ്റേ ബ്രാൻഡ് അല്ലേ, അത് മതി. അത് ഓവർ ദ ഇയേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്രാൻഡ് ബിൽഡ് ആയിക്കോളും തന്നെ. അതായിരുന്നു ഒരു അപ്രോച്ച്. ആൾക്കാരെ എല്ലാം ഇടാൻ തുടങ്ങി. അപ്പോൾ അതൊരു ആസ്പിറേഷൻ ആയി ആൾക്കാർക്ക്, ഇവരൊക്കെ ഇടുന്നതാണ് അപ്പോൾ നമുക്ക് ഇടണം എന്നുള്ളില്ല. പിന്നെ ഇടയ്ക്ക് അഹാന ഇട്ട മറ്റേ ഷർട്ടില്ലേ, അല്ലെങ്കിൽ അനുവാ പരമേശ്വരൻ ഇട്ട ഒരു ഷർട്ടില്ലേ, ടോവിനോ ഇട്ട മറ്റേ ഷർട്ടില്ലേ, അപ്പോൾ അതാ വന്നു. പിന്നെ നമ്മൾ അതിനെ നമ്മുടെ ഒരു മാർക്കറ്റിംഗ് ഹൂക്കായിട്ട് പിടിച്ചിട്ട് എവിടെ പിടിച്ചാലും അത് വെച്ചിട്ട് പുഷ് ചെയ്യാൻ തുടങ്ങി പ്രോഡക്ട്സ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു പിന്നെ ആദ്യത്തെ സിനിമ കൊളാബറേഷൻ, ആ സ്റ്റോറി ഒന്ന് പറയോ? പിന്നെ അങ്ങനെയല്ല അതിനകത്തേക്ക് എത്തുന്നത്. അപ്പോഴത്തേക്ക് എത്ര ഓർഡേഴ്സ് ആയി? ഡെയിലി ഓർഡേഴ്സ് എത്രയായി? അപ്പോഴൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു സ്പൈക്ക് വരും, വീണ്ടും തിരിച്ചിറങ്ങും, സ്പൈക്ക് വരും. ഒരു 100 താഴെ നിൽക്കുന്നേ ഉള്ളൂ. അതുവരെ കയറിയിട്ടില്ല ഡെയിലി ഓർഡേഴ്സ്. ഓക്കെ. ഒരു 20-30 ഒക്കെയാണ് ആവറേജ്. ചില ദിവസം ഹൈയിലൊക്കെ 100 കയറും. മനസ്സിലായി. അപ്പോൾ അത് ആക്ച്വലി നമ്മുടെ ട്രിവാൻഡ്രത്തല്ല, ട്രിവാൻഡ്രത്താണ്. ജിതിൻ ലാൽ കൽക്കിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ ആദ്യത്തെ പടം ഇപ്പോൾ നിങ്ങൾ കണ്ടതാണ്, നമ്മുടെ അജയന്റെ 2ാം മോഷണം. ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പം അങ്ങനെ ജിതിൻ നമ്മുടെ അടുത്ത് പറഞ്ഞു, ജിതിൻ ട്രിവാൻഡ്രത്തിലാണ് നമ്മൾ അറിയാം. ജിതിൻ ടീമിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു ടീമുണ്ട്, നല്ലതാണ്. അങ്ങനെ അവരൊരു ഓപ്പർച്യൂണിറ്റി തരുന്നു. നമ്മുടെ സംയുക്ത മേനോൻ അന്നത്തെ പുള്ളിക്കാരിയും ജിതിനിലാണ് നമ്മളെ കാണാൻ വരുന്നു. നമ്മൾ പറഞ്ഞു ഇങ്ങനെ പരിപാടി ചെയ്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ആ പടം ആക്ച്വലി നല്ല മൂവിയായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ആ പ്രളയത്തിന്റെ സമയത്താണ് ഇത് ഇറങ്ങുന്നത്. പടം ഇറങ്ങി അടുത്ത ദിവസം പ്രളയം എല്ലായിടത്തും അടച്ചു കൂട്ടി. അപ്പോൾ പടം അധികം ഓടിയില്ല. പക്ഷെ നമ്മുടെ മെർച്ച് ഭയങ്കര ഹിറ്റായിരുന്നു. ഓക്കെ. അപ്പോൾ അതിന് അവർ നിങ്ങൾക്ക് കാശ് കൊടുക്കും, നിങ്ങൾ അവർക്ക് കാശ് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്നുമില്ല, ബാർട്ടർ പോലെയാണ് ഇത്. സത്യം പറഞ്ഞാൽ ബാർട്ടറാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ചിലവില്ലാതെ കുറെ ആൾക്കാർ അവരുടെ പ്രോഡക്റ്റ് ടീഷർട്ട് ഇട്ട് നടക്കുന്നു. അതെ, ഒരു പേജ് നമുക്ക് വേണ്ടി പുഷ് ചെയ്യുന്നു. സോ അവർക്കത് ഫ്രീ തിങ് ആണ്. പിന്നെ കേരളയിൽ അന്ന് ഇങ്ങനെ ഒരു പരിപാടി ഇല്ല. ഈ ഒഫീഷ്യൽ മെർച്ചൻഡൈസ് പറഞ്ഞാൽ മാർവലും DCയും ഇന്റർനാഷണൽ പരിപാടിയാണ്. കേരളയിൽ ആരും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഷാൻ ചുമ്മാ നോക്കിക്കുക, നമ്മൾ ഇത്രയും യൂട്യൂബ് ചാനൽസ് പല കാര്യങ്ങൾ കാണാം. പക്ഷേ ഷാന് മാത്രം സ്വന്തം ഒഫീഷ്യൽ മെർച്ചൻഡൈസ് ഒരു ബ്രാൻഡ് സെല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു യുണീക് സ്റ്റാൻഡ് പോയിന്റ് ആണ്, നമുക്കത് പുഷ് ചെയ്യാൻ ആൾക്കാർ. കറക്റ്റ്, ശരിയാണ്. അപ്പോൾ മൂവീസ് അത് അങ്ങനെ കാണാൻ തുടങ്ങി. നമുക്ക് സ്വന്തമായിട്ട് മെർച്ചൻഡൈസ് ഒക്കെ ഉണ്ട് എന്നുള്ളൊരു പ്ലസ്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ മൂവീസിനും പിച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ടായിരുന്നോ? വളരെ ചുരുക്കം, പക്ഷേ നോട്ട് വെരി മച്ച് അല്ലേ. അന്ന് മൂവി എനിക്കൊന്ന് ബോളിവുഡിലായിരുന്നു 1-2 പടങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ മേർച്ച് ചെയ്യണം, അതായത് അന്ന് ആ ബോളിവുഡിലൊക്കെ ആ മേർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ആൾക്കാരുടെ ഇടയിൽ ഒരു ഇത് കമ്മ്യൂണിക്കേഷൻ വരും. ഓക്കെ, ഈ പടം ഭയങ്കര ഹൈപ്പുള്ള പടമാണ്, ഹിറ്റ് ആവാം എന്നുള്ള. ജസ്റ്റ് അനദർ ഫിലിമിന്റെ ഒഫീഷ്യൽ മെർച്ചൻഡൈസ് വരില്ലല്ലോ. അതെ. ഓക്കെ. അങ്ങനെ നിങ്ങള് പിന്നെ അജയനല്ല കൽക്കിയാണ് ഫസ്റ്റ് ചെയ്തത്. കൽക്കി ചെയ്തു. പിന്നെ അപ്പോഴേ നിങ്ങൾ പേരായി. സിനിമന്റെ മെർച്ചൻഡൈസ് ചെയ്യണമെങ്കിൽ മൈഡ് സിഗ്നേഷൻ ആണ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഏതായിരുന്നു? മിന്നൽ മുരളി അല്ലേ? മിന്നൽ മുരളി വരെ പോയില്ല, പിന്നെ കുറുപ്പ് ചെയ്തു. അങ്ങനെ അതൊരു ദുൽഖറോട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ മിന്നൽ മുരളി ഇറക്കി. അത് ഭയങ്കരമായിട്ട് ഒരു കേരളയിൽ ഒരു ഓളം സൃഷ്ടിക്കാൻ പറ്റി. ആ മിന്നൽ ലോഗോ നമ്മൾ ആ റീൽ ഇറക്കി ആദ്യമായിട്ട്. നമ്മൾ സാനിയ അയ്യപ്പനും റംസാനുമായിട്ട് റീലാണ് ചെയ്തത്. അന്ന് അവരും കുറച്ചുകൂടെ കുഞ്ഞാണ്, ഇത്ര ഏജ് ഒന്നും ആയിട്ടില്ല, 4-5 വർഷം മുമ്പല്ലേ. ആ റീൽ ഇട്ട് വിത്തിൻ 4 hours അത് 3 million വ്യൂസ് കയറി. ഭയങ്കര വൈറൽ, ഇൻസൈൻലി വൈറൽ. അപ്പോൾ നമ്മുടെ ഏറ്റവും ആദ്യത്തെ വൈറൽ കണ്ടന്റ് അതാണ്.
അങ്ങനെ അതിന്റെ സ്റ്റോക്ക് നമ്മൾ എത്ര സ്റ്റോക്ക് ചെയ്താലും നിൽക്കില്ല, സ്റ്റോക്ക് ഔട്ട് ആക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിക്ക് മേളിലായിരുന്നു വരുന്ന ഡിമാൻഡ്. ഓക്കെ അങ്ങനെ ആദ്യമായിട്ടൊരു അങ്ങനത്തെ സ്പൈക്ക് നമ്മൾ ഫേസ് ചെയ്ത ഒരു പ്രോഡക്റ്റ് അതായിരുന്നു മിന്നൽ മുരളി. ഓക്കെ അപ്പോഴത്തേക്ക് നിങ്ങൾ വെബ്സൈറ്റ് ഒക്കെ മാറ്റിയോ? വെബ്സൈറ്റ് വൂക്കോമേഴ്സ് ആണ് ആ സമയത്ത്. ഒരു ദിവസം വർക്കോ അടുത്ത ദിവസം ക്രാഷ് ആവും, അടുത്ത ദിവസം വർക്കോ. നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഫുൾ ടൈം ഇട്ടേക്കും. വെബ്സൈറ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, നമ്മൾ ഓർഡർ എടുത്ത് തരാം. സോ യൂസ് ടു ഡു ദാറ്റ്. അപ്പോൾ വീണ്ടും സെർവർ സ്കെയിൽ ചെയ്യേണ്ടി വന്നു. സ്കെയിൽ ചെയ്യേണ്ടി വന്നു പലതവണ. ഓക്കെ ഫൈൻ. അപ്പോൾ മിന്നൽ മുരളി ഇതൊക്കെ ആയപ്പോഴത്തേക്ക് 2020 ആയോ? നിങ്ങൾ ഷോപ്പിഫൈയിലേക്ക് എപ്പോഴാണ് മൈഗ്രേറ്റ്? 2020 വെരി റീസെന്റ് എന്ന് പറയാം 2023 സ്റ്റാർട്ടിങ്ങിലാണ്. ഓക്കെ 23 സ്റ്റാർട്ടിങ് ഫെബ്രുവരി 2023 ആണ്. മിന്നൽ മുരളി ഭയങ്കര ഹിറ്റായി. അതോടുകൂടി നിങ്ങൾക്ക് ആ ഏരിയ അപ്പൊ സാനിയ അയ്യപ്പനും റംസാൻ ഇപ്പോഴും എനിക്കൊന്ന് നിങ്ങളെ വെബ്സൈറ്റിൽ ചെയ്യാറുണ്ട്. ഇവരെ നിങ്ങൾ കൊളാബറേഷൻ ആയിട്ട് ആഡ് ചെയ്തതാണോ? കൊളാബറേഷൻ ആണ്, കൊളാബായിട്ട് തന്നെ ചെയ്തതാണ്. ആ. പിന്നെ നമുക്ക് ഒരു തിങ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ പല സെലിബ്രിറ്റീസ് ആയിട്ടാണെങ്കിലും നമ്മൾ പണ്ട് തൊട്ടേ അവർ ബന്ധം ഉള്ളതുകൊണ്ട് ആ ഒരു കാര്യമുണ്ട്. അതെ, ഇപ്പോൾ ഉള്ളവരെല്ലാം നേരെ ഇന്ന് വിളിച്ചിട്ട് ഒരു സംഭവം ചെയ്യാൻ പറ്റുമ്പോൾ അവർ ഭയങ്കര പേരായിട്ട് ചെയ്യും. പക്ഷെ നമുക്ക് പണ്ടേ ഒരു ബന്ധം ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ റിബേറ്റഡ് ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ അവർ നമ്മുടെ ഒരു പേഴ്സണൽ കണക്ഷൻ, ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, പിന്നെ ഇമോഷണലി കണക്ട്. അവർക്ക് ഈ ബ്രാൻഡിനെ അറിയാം, നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാം, ആ പ്രോഡക്റ്റിനെ എൻഡോസ് ചെയ്യുമ്പോൾ അവർക്കും ഒരു എത്തിക്സ് ഉണ്ട്. അതെ, അപ്പൊ അങ്ങനത്തെ ആൾക്കാരായിട്ട് നമ്മളും കൊളാബറേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ ആ Correct. എത്തിക്സ് അവർക്ക് അറിയാം, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാം. സോ അങ്ങനത്തെ ആ ഒരു ബാലൻസ്ഡ് ആണ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. ഓക്കെ. പിന്നെ ഈ ഒരു 100 ഓർഡേഴ്സിൽ നിന്ന് എപ്പോഴാണ് ഈ ആവറേജ് കൂടുന്നത്? ഡെയിലി ആവറേജ് ഭയങ്കരമായിട്ട് മിന്നൽ മുരളി വരുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ മിന്നൽ മുരളിക്കൊക്കെ നമ്മൾ കുറച്ചും കൂടി ഇതിപ്പോ മേർച്ചിലോട്ട് മാറിയല്ലോ. അതെ, അതിന് മുന്നേ മലയാളി വാസ് നമ്മുടെ 2020 ഓണം അല്ലെ, 2021 ആക്ച്വലി നമ്മുടെ ആ ഒരു എന്താ പറയാ മൈ ഡെസിഗ്നേഷന്റെ ഫേസ് മാറുന്നത് തന്നെ നമ്മൾ തെയ്യം കഥകളി ടീഷർട്ട് നമ്മൾ ലോഞ്ച് ചെയ്യുന്ന സമയം ഇട്ടിരിക്കുന്നത്. അപ്പൊ അത് അന്ന് ലോഞ്ച് ചെയ്യുന്നത് അജു ചേട്ടനാണ്, അജു വർഗീസ് ആണ് അത് ലോഞ്ച് ചെയ്യണേ. സോ അന്ന് അജു വർഗീസും ലോഞ്ച് ചെയ്യണു ആൻഡ് ദ തെയ്യം കഥകളി ടീഷർട്ടും കൂടെ ആയപ്പോഴത്തേക്കും ഇറ്റ് വാസ് റിയലി അമേസിങ്. ഭയങ്കരമായിട്ട് അന്ന് നമ്മുടെ വെബ്സൈറ്റ് ക്രാഷ് ആവും, ഡൗൺ വരും പോവും. 15 ദിവസം ക്രാഷും 15 ദിവസം അതെ അതെ. പക്ഷെ അപ്പോഴൊന്നും നിങ്ങൾ ഇത് മാറ്റിനായിട്ട് ആലോചിക്കുന്നില്ലേ? അന്ന് അത്ര ഫണ്ടിന്റെ മാത്രല്ല, നമുക്ക് അതിന് മേൽ റിസോഴ്സസും ഇല്ലല്ലോ. മനസ്സിലായി. അപ്പൊ നിങ്ങൾ എത്ര ടീം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ ആവുമ്പോഴത്തേക്ക്? 5 to 7. ഓക്കെ, നിങ്ങൾ ചിന്തിക്കാനുള്ള സമയമല്ല. അവർ 2 മണിക്കൂർ ചിലപ്പോൾ കിടന്ന് ഉറങ്ങിയാൽ ഉറക്കമില്ല അങ്ങനത്തെ സമയം. അതെ, ഓക്കെ റൈറ്റ്. അന്ന് CID മ്യൂസിയം അല്ലായിരുന്നു, നമ്മൾ തന്നെ പാത്രം നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നുള്ള സിറ്റുവേഷൻ. ഇന്നും വി ഹാവ് ദ പിക്ചേഴ്സ്. നമ്മുടെ ആദ്യത്തെ ഓഫീസ് എന്ന് പറയുന്നത് പാറ്റൂരാണ്. അപ്പൊ അവിടെ ഒരു വീട്ടിന്റെ ആദ്യത്തെ നിലയോ രണ്ടാമത്തെ നില, ഫസ്റ്റ് ഫ്ലോർ ആണ് നമ്മുടെ ഓഫീസ്. അപ്പൊ അവിടുത്തെ ബാത്റൂമിന്റെ ടൈൽസ് ഒട്ടിക്കുന്നതിന്റെ ഫോട്ടോസും ഒക്കെ നമ്മുടെ ഇപ്പോഴും ഉണ്ട്. കിച്ചണിൽ സിങ്ക് ഫിറ്റ് ചെയ്യുന്നോട്ട് എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അത് ശരി. പാറ്റേൺ എടുത്ത് കളയുക, സ്റ്റിൽ ഹാവ് ദ പിക്ചേഴ്സ്. അപ്പൊ അന്ന് ആ ചേട്ടൻ ഇട്ടു അത്, then it became so viral. അത് എന്താ പറയാ, ആ ഒരു കൾച്ചറിനെ നമ്മൾ ആ ഒരു ടീഷർട്ടിലോട്ട് കൊണ്ടുവരിക എന്നുള്ളത്, അങ്ങനെ ഓണത്തിനാണ് നമ്മളിത് ഡ്രോപ്പ് ചെയ്യുന്നത്. അതിൽ ഒരുപാട് ട്രെൻഡ് ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതായിരുന്നു ഭയങ്കര ഒരു സിഗ്നിഫിക്കൻസ്. കുറച്ച് നേരം ഞാൻ പറയാം. ഒന്ന്, പൊതുവേ ഓണം പോലുള്ള ഒക്കേഷൻസിന് ഈ ബ്ലാക്ക് കളർ ഇടില്ല. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. ഓണത്തിന് പൊതുവെ ലൈറ്റ് കളേഴ്സ് ആയിട്ട്. പക്ഷേ ഒരു ബ്ലാക്ക് കളർ പ്രോഡക്റ്റ് ഓണത്തിന് എല്ലാവരും ഇടാൻ തുടങ്ങി. അത് നമുക്ക് ഇതിൽ കൂടെ കൊണ്ടുവരാൻ പറ്റിയതാണ് ഒരു കാര്യം. ശരി, വൈറ്റും കസവും ഒക്കെയാണ് ഓണത്തിന് ട്രെൻഡ്. ബ്ലാക്ക് ഒരിക്കലും ഇടല്ല. 2, ഒരു ടീഷർട്ട് ആരും ഓണത്തിന് ഇടാറില്ല. ഷർട്ട് അല്ലെങ്കിൽ ഉണ്ട്, ടീഷർട്ട് ഇടാൻ തുടങ്ങിയില്ല. അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. യൂണിസെക്സ്. യെസ്, യൂണിസെക്സ്. 3-ാമത്തെ കാര്യം, ഈ കഥകളി തെയ്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും വുമൻസിന്റെ സാരി, കുർത്ത, എത്തനിക്കലി കണ്ടിരുന്ന സാധനമാണ്. അത് ആദ്യം ഒരു ടീഷർട്ടിൽ ആണുങ്ങളും പ്രൗഡായിട്ട് ഇടാൻ തുടങ്ങിയത്. അങ്ങനെ കുറച്ച് മാർക്കറ്റ് ഷിഫ്റ്റുകൾ കൊണ്ടുവരാൻ പറ്റുമ്പോൾ മനസ്സിലായി, ഓക്കെ വി ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്, ദിസ് ഈസ് ഹൗ. പക്ഷെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ അല്ലെങ്കിൽ പറ്റിപ്പോയതാണോ? അല്ല, ഈ ഡിസൈനിന് ബേസിക്കലി ഒരു സ്റ്റോറി ഉണ്ട്. അതായത് തെയ്യം എന്ന് പറയുന്നത് കൂടുതലും ഒരു ആംഗ്രി വേർഷനും കഥകളി എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു കാം പീസ്ഫുൾ വേർഷനുമാണ്. അപ്പം ഇതൊരു മനുഷ്യന്റെ 2 ഇമോഷൻസ് ആണ് ബേസിക്കലി. എന്ന് പറയും, അറിയോ? നമ്മുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ജാപ്പനീസ് കോൺസെപ്റ്റ് ആണ്. അതായത് ഓപ്പോസിറ്റ്സ് റെസ്റ്റോറന്റിൽ ഞാൻ പോയിട്ടില്ല, പക്ഷെ അറിയില്ല. ബേസിക്കലി അതാണ്. അതായത് ഇങ്ങറ്റവും അങ്ങറ്റവും 2 അറ്റവും ചേരുമ്പോഴാണ് ഒരു സാധനം ഫിൽ ആവുന്നുള്ളതാണ്. അപ്പൊ ഈ ഓപ്പോസിറ്റ്സ് അട്രാക്ട് എന്ന് പറയില്ലേ, അതുപോലെ. അപ്പൊ അതൊരു ജാപ്പനീസ് കോൺസെപ്റ്റ് ആണെങ്കിൽ നമ്മൾ ഇതിനെ ഇന്ത്യൻ, അതായത് നമ്മുടെ മലയാളി വേർഷനിലാക്കി. ഒന്ന് വളരെ അഗ്രസീവ് ആയിട്ടുള്ള ആർട്ട് ഫോമും ഒന്ന് വളരെ കാമായിട്ടുള്ള ആർട്ട് ഫോം. നമ്മുടെ കാര്യമാണെങ്കിലും കുറച്ചുകൂടെ അങ്ങനെയാണ്. ഇപ്പൊ ഗോപു കുറച്ചുകൂടെ ഫാസ്റ്റ് അഗ്രസീവ് ആണ്, ഞാൻ ഭയങ്കര കാം ആൻഡ് കമ്പോസ്ഡ് ആണ് കുറച്ച്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഒരു സ്ട്രെങ്ത് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതാണ് അതിലൊരു തോട്ട് പ്രോസസ് ഈ ഡിസൈനിന്റെ പറയില്ല. അപ്പൊ അങ്ങനെയാണ് ഇത് ഇറക്കുന്നത്. പക്ഷെ അത് ഓണത്തിന് ഇത് ബേസിക്കലി ഒറ്റ സിംഗിൾ ഡിസൈൻ ആയിട്ടാണ് നമ്മളിത് മേക്ക് ചെയ്തത്. പക്ഷെ ആ ഒരു എന്താ പറയാ കുറെ എന്താ പറയാ ചാറ്റ്സും, അല്ലെങ്കിൽ നമ്മൾ ബേസിക്കലി കാറിൽ ട്രാവൽ ചെയ്യുമ്പോഴാട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ ഐഡിയാസ് വരുന്നത്. അന്ന് ഈ പറയണ മാതിരി കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ.
അപ്പൊ നമ്മൾ ഒരുപാട് ട്രാവൽ ആ. ചെയ്യും. ട്രിവാൻഡ്രത്ത് തന്നെ ശംഖുമുഖത്ത് പോവാ, അവിടെ പോവാ, ഇവിടെ പോവാ. അപ്പൊ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വി ടോക്ക് എ ലോട്ട്. ഇപ്പൊ ഈ മൂവി ഡയലോഗ്സ് ഒക്കെ വരുന്ന അവിടെ നിന്നായിരിക്കും ഈ പ്രിൻസ് വരുന്നത്. അങ്ങനത്തെ ഒരു ഐഡിയയിൽ വന്നതാണ്. ഇതിനെ രണ്ടിനെ കൂടെ മേർജ് ചെയ്തിട്ട് നമുക്ക് ഇറക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് ഇത്. ആൻഡ് അജു ചേട്ടനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചു. അത് പിന്നെ കേരളത്തിൽ മാത്രമുള്ള ഒരു കാര്യമാണ് സത്യം പറഞ്ഞത്. നമ്മൾ ഇതിപ്പോ ഒരു നോർത്തിലെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സെലിബ്രിറ്റി ഫ്രീ ആയിട്ടൊരു സാധനം ഇടുന്നു. പക്ഷെ നമ്മുടെ ഇവിടെ ഒരു സാധനം നല്ലതാണ്, അതിന് അപ്രീസിയേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യും. അത് സെലിബ്രിറ്റീസ് ആയാലും ആരായാലും. ഇപ്പൊ അജു ചേട്ടനൊന്നും ഒരു കാര്യമില്ല, ഒരു ടീഷർട്ട് ബ്രാൻഡ് വിളിച്ച ടീഷർട്ട് ഉണ്ട് കാര്യം. പുള്ളി ഓണത്തിന്റെ ഒരു പോസ്റ്റ്, ഓണം സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടുന്നു, ഇത് വൈറലാവുന്നു, നമ്മൾ സോൾഡ് ഔട്ട് ആവുന്നു. അപ്പൊ നിങ്ങൾ ഈ സോൾഡ് ഔട്ട് ഞാൻ കുറച്ചു നേരമായി കേൾക്കാൻ തുടങ്ങിയിട്ട്. ഈ സോൾഡ് ഔട്ട് ആവുമ്പോൾ അതെങ്ങനെ റിപ്ലനിഷ് ചെയ്യും ഇത്രയും ഫാസ്റ്റ് ആയിട്ട്? നമ്മൾ ചെയ്യാൻ വെച്ചാൽ നമ്മൾ അന്നേ തുടങ്ങിയൊരു സംഭവമാണ്. ഒന്ന് രാജേഷിനെ വിളിക്കും, രാജേഷ് ഉറക്കൊഴിഞ്ഞിരുന്ന് പണി ചെയ്യും. രണ്ട് നമ്മൾ വീണ്ടും പോയി സോൾഡ് ഔട്ട് ആയി. രണ്ട് നമ്മൾ സോൾഡ് ഔട്ട് ഇട്ടാലും ആൾക്കാർക്ക് പ്രീ ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ എപ്പോഴും ഇട്ട് വെക്കും. അതായത് അവർ നമ്മൾ പറയും ഇത് ഒരാഴ്ച കഴിഞ്ഞാൽ ഡെലിവറി ചെയ്യുള്ളൂ, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഓർഡർ ചെയ്തോളൂ. അപ്പോൾ ആൾക്കാർ ഓക്കെ ആണ്, കാരണം സമയമുണ്ട്, എത്തിച്ചാൽ മതി എന്നുള്ള ട്രസ്റ്റ് വരാൻ തുടങ്ങി. അപ്പോൾ ആ പ്രീ ബുക്ക് ഫീച്ചർ നമുക്ക് അന്ന് മുതലേ ചെയ്യാൻ പറ്റും. നമ്മൾ ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇപ്പോഴും സാധനം സ്റ്റോക്ക് ഔട്ട് ആകുമ്പോൾ ആൾക്കാർക്ക് ഒരു ട്രസ്റ്റ് ഫാക്ടർ ഉണ്ട്. നമ്മൾ സോൾഡ് ഔട്ട് ആണ്, അടുത്ത ആഴ്ച ഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ ആൾക്കാർ വാങ്ങിക്കും. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇത്ര ഓർഡേഴ്സ് വരുമോ? ഒരു പരിധി വരെ. ഓക്കെ, അപ്പോ ഇത് ഹിറ്റായി. ഓക്കെ, അവിടുന്നാണ് ഈ പറയണ 100 ഓർഡേഴ്സ് ഒക്കെ നമ്മൾ സ്പൈക്കിലോട്ട് വരുന്നത്. മിന്നൽ മുരളിയൊക്കെ ആയിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഡെയിലി നമുക്കൊരു 50, 60, 70 ഒക്കെ പോയി 100+ ഓർഡേഴ്സ് ഒക്കെ മിന്നൽ മുരളിയുടെ സമയത്തൊക്കെ വന്നിട്ട്. അത് 2024-ലായിരുന്നു മിന്നൽ മുരളി. 21-ലായിരുന്നു. എത്തിയിട്ടില്ല, ഇനി 4 കൊല്ലം. ഇന്നലെ കഴിഞ്ഞ പോലെ. അപ്പൊ അത് സ്പൈക്കായി. പിന്നെ അതിന് ഇപ്പൊ വന്നൊന്ന് ഹിറ്റ് ആയത് തെയ്യങ്കഥകളി ഒരു 100 അടുപ്പിച്ച് സ്റ്റേബിൾ ആക്കി. നമ്മൾ സ്റ്റേബിൾ ആക്കി. പിന്നെ വന്നപ്പോഴത്തേക്ക് ഒരു സ്പൈക്ക് ആയത്. 150 കയറും, തിരിച്ച് 100 വരും, 150 കയറും, അങ്ങനെ ഒരു സ്പൈക്ക് വരാൻ തുടങ്ങി. പിന്നെ സത്യം പറഞ്ഞാൽ അതിന്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അത് ഒരു മാർക്കറ്റിംഗ് സൈഡിൽ നമ്മൾ ആലോചിച്ചൊരു സ്റ്റാൻഡ് പോയിന്റും ഉണ്ട്. അതിലേക്ക് നമുക്കൊന്ന് പോവാം. ഇപ്പൊ ഇതൊക്കെ ജസ്റ്റ് പ്രോഡക്റ്റും ആ ഒരു കോമൺ സൈഡാണ്. മാർക്കറ്റിംഗ് ആലോചിച്ച് നമ്മൾ കസ്റ്റമേഴ്സിനെ ഒരു ബ്രാൻഡിലേക്ക് എന്തിനു വിളിച്ചു വരുത്തണം എന്നൊരു ആൻസർ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരാളെ വിളിച്ചിട്ട് നിങ്ങൾ എന്നും നമ്മുടെ നിന്ന് വാങ്ങിക്കുന്ന ആദ്യമേ പറഞ്ഞാൽ അവർ വരില്ല. ഞാൻ നിങ്ങളിപ്പോൾ നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാന്നൊരു എനിക്കറിയില്ല. പക്ഷെ വർഷത്തിൽ ഒരിക്കൽ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ട്രൈ ചെയ്യും. നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങി. ഓണം ആകുമ്പോൾ നിങ്ങൾ നമ്മുടെ സാധനം വാങ്ങിച്ചു നോക്കൂ, എന്നും ട്രൈ ചെയ്തു. അപ്പോൾ ഓണം ആകുമ്പോൾ ആൾക്കാർ വരാൻ തുടങ്ങി. അപ്പോൾ വൺസ് ചെയ്യാൻ നമ്മുടെ നിന്ന് വന്നാൽ മതി. അത് കഴിയുമ്പോൾ നമ്മൾ അടുത്തൊരു 6 months കഴിഞ്ഞ് അടുത്തൊരു ഒക്കേഷൻ പിടിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് 3 months കഴിഞ്ഞ് ക്രിസ്മസോ അങ്ങനെ എന്തെങ്കിലും പിടിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് മന്ത്ലി നമ്മുടെ പ്രോഡക്റ്റ് ഒന്ന് ഇട്ട് നോക്കും, നല്ലതായിരിക്കും. ആ ഒരു രീതിയിൽ മാർക്കറ്റിംഗ് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ എല്ലാ വീക്കെൻഡും നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ കൂളാണെന്ന രീതിയിലായി. അങ്ങനെയാണ് നമ്മളൊരു മാർക്കറ്റിംഗ് ഗെയിം ആണെങ്കിലും പയ്യെ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കേരളയിൽ ഒരു പരിധി വരെ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലില്ല, ആൾക്കാർ എല്ലാ ആഴ്ചയും വേണ്ടി വരുന്ന സാധനം. ഞാനിപ്പോഴും ഓണമാണ് നിങ്ങളായിട്ട് റിലേറ്റ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഇപ്രാവശ്യം നിങ്ങൾ ഓണത്തിന് എന്തോ ഒരു പുതിയ സാധനം ഇറക്കി. അത് തന്നെയായിട്ട് ഈ സാധനം. അപ്പൊ ഞാൻ ഇപ്പോഴും എനിക്ക് ഓണാണ് നിങ്ങൾ ബാക്കിയിലേയും ചെയ്യുന്നത്, ഞാൻ എത്തിയിട്ടില്ല ആസ് എ കസ്റ്റമർ. ഓക്കെ, അപ്പോൾ 100+ ഓർഡേഴ്സ് 150+ ഓർഡേഴ്സ് ആ റേഞ്ചിൽ നിങ്ങൾ കളിക്കാൻ തുടങ്ങി. ഇനി അടുത്ത ഷിഫ്റ്റ് എപ്പോഴാണ്? അടുത്ത ഒരു ഷിഫ്റ്റ് ചെയ്തപ്പോഴാണ് ഇത് സ്റ്റേബിൾ ആയിട്ട് 150 വരാൻ തുടങ്ങിയപ്പോൾ. മറ്റേത് സ്പൈക്ക് വരുമ്പോഴാണ് ക്രാഷ് ആവുന്ന പ്രശ്നം വരുന്നത്. ഇത് സ്റ്റേബിൾ ആയിട്ട് ആവാൻ തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി കുറച്ചുകൂടെ ഒന്ന് ടെക്നിക്കലി ബെറ്റർ ആവണം. വൂക്കോമേഴ്സിൽ ഇത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ കുറച്ചുകൂടെ നല്ല കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഷോപ്പിഫൈ സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. 2022 എൻഡിങ്ങിലൊക്കെ ആയപ്പോഴേ സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഇത് കുറച്ചുകൂടെ ഓട്ടോമേറ്റഡ് ആണ്, പിന്നെ തനിയെ അപ്ഡേറ്റ് ആവും. മറ്റേ വൂക്കോമേഴ്സിൽ നമ്മൾ കൊണ്ടുവരണം ഇതിൽ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ. ഇത് ഷോപ്പിൽ തനിയെ നമ്മൾ പൈസ കൊടുത്ത് റൺ ചെയ്താൽ മാത്രം മതി. അങ്ങനെ 2023 സ്റ്റാർട്ടിംഗ് ആയപ്പോൾ നമ്മൾ ഷോപ്പിലേക്ക് മാറി. ഇപ്പോൾ 2.25 വർഷമായി, 3 വർഷം ആകാൻ പോകുന്നു. അപ്പോൾ അതിലും നമുക്ക് ഇൻഹൗസ് ചെയ്യാൻ അന്ന് ഫുള്ളായിട്ട് അറിയില്ല. നമ്മളൊരു ഏജൻസിയെ കോൺടാക്ട് ചെയ്തു. ഇപ്പോൾ ഇതും സംതിങ് നമ്മൾ അവെയർ ആയിരിക്കേണ്ട കാര്യമാണ്, ഒരു ലെസൺ ആണ് ആക്ച്വലി. ആ ഏജൻസി അടിപൊളിയായിട്ട് ചെയ്തു തന്നു. ബ്രില്യൻ്റ് ആണ്. നമ്മുടെ വെബ്സൈറ്റ് നമുക്ക് ഇപ്പോഴും നല്ലൊരു വെബ്സൈറ്റാണ്, UX ഒക്കെ അടിപൊളിയാണ്. പക്ഷേ ഇവർ ചെയ്തൊരു സംഭവം വെച്ചാൽ ഇവർ ഉള്ളൊരു തീമിനെ പിക്ക് ചെയ്തിട്ട് അവരൊന്ന് കസ്റ്റമൈസ് ചെയ്തു അതിനെ കുറച്ചുകൂടെ കൂളാക്കാൻ വേണ്ടി. നമുക്കത് കൂൾ ഫീച്ചർ എന്നാണ് തോന്നിയത്, പക്ഷെ അത് ആക്ച്വലി ഒരു പണിയാണ്. കാരണം അതിനെ നമ്മൾ തീം എടുത്ത് കസ്റ്റമൈസ് കഴിഞ്ഞാൽ കസ്റ്റമൈസ്ഡ് തീംസിന് ഷോപ്പ് അപ്ഡേറ്റ് തനിയെ അപ്ഡേറ്റ് ആവില്ല. അത് പിന്നെ അവർ ചില അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആ ഡെവലപ്പർ വീണ്ടും വിചാരിക്കല്ല, അവർക്കത് അറിയുള്ളൂ ഇതിനുള്ളിൽ എന്താ കസ്റ്റം ചെയ്തത്. അപ്പോൾ അത് ഒരു ട്രാപ്പായിരുന്നു. നമ്മൾ അവരെ തന്നെ റിട്ടൻഷന് എല്ലാ മാസവും പൈസ കൊടുത്ത് തിരുത്താൻ വേണ്ടി ഒരു ചെറിയൊരു പണിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏജൻസി നമ്മൾ എപ്പോൾ റീച്ച് ചെയ്താലും ഈ ഒരു കാര്യം അവർ ചെറിയൊരു പണി തന്നായിരിക്കും നമ്മൾ വരുന്നത്. അതുകൊണ്ട് നമ്മൾ പക്ഷേ അങ്ങനെ ഒരു പണി തന്നിട്ട് നമ്മൾ കൊടുക്കുന്നത് ശരിയല്ലോ എന്നുള്ളത് നമ്മൾ അത് വീണ്ടും വാശിയായിട്ട് എടുത്തിട്ട് നമ്മൾ തന്നെ ഇൻഹൗസ് ചെയ്യാൻ തുടങ്ങിയത്. നമ്മളങ്ങനെ ഇൻഹൗസ് ചെയ്ത് ഇപ്പോൾ ഷോപ്പിൽ ഒരു വിധം പോകുന്നു. അല്ല, അപ്പോൾ ഷോപ്പിഫൈയിലേക്ക് ഷിഫ്റ്റ് ആയപ്പോൾ നിങ്ങൾ ഓർഡർ നമ്പേഴ്സ് മാസീവ്ലി ചേഞ്ച് ആയിട്ടുണ്ടാവുമല്ലോ. ഒരു പരിധി വരെ ഒരു 200+ എല്ലാം ഒക്കെ കയറാൻ തുടങ്ങി. ഇവൻച്വലി ക്ലൈംബ് 300, 400, 500 ഒക്കെ കയറാൻ തുടങ്ങി ഓവർ ദ ഇയേഴ്സ്. അതെ, ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾ 100 ഓർഡേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്പെക്ട് ഒരു 130, 150 when you migrate to ഷോപ്പ്. കാരണം കൺവേർഷൻ റേറ്റ് കൂടും, കസ്റ്റമർക്ക് ഈസിയാണ്.
ഓക്കെ. അപ്പോൾ പിന്നെ അടുത്ത ഷിഫ്റ്റ് വരുന്നത് ബേസിക്കലി ടെക്ക് മാറ്റിയപ്പോഴാണ്. യെസ്. ടെക്ക് മാറ്റി. ഓക്കെ. ഇനി അപ്പോൾ 500 ഓർഡേഴ്സ് ഏകദേശം എത്തിയോ? ഒരു വർഷം കൊണ്ടൊക്കെ ലാസ്റ്റ് ഇയർ 500 കയറി, എന്നാലും ഒരു 100, 200, 300 കയറാൻ തുടങ്ങി ആ വർഷം തന്നെ. ഓക്കെ. പിന്നെ അടുത്ത മേജർ ഷിഫ്റ്റ് എപ്പോഴാണ്? അപ്പോൾ ഞങ്ങൾ ഡേ 1 പ്രോഫിറ്റബിൾ അല്ലേ? പ്രോഫിറ്റബിൾ ആണ്. കാരണം നമുക്ക് പ്രോഫിറ്റബിൾ ആയേ പറ്റുള്ളൂ, വേറെ വഴിയൊന്നുമില്ല, ആരും കാശ് തരില്ല, നാളെ ബിസിനസ് ഇല്ല അല്ലെങ്കിൽ. കറക്റ്റ്. അപ്പൊ അതുകൊണ്ട് അത് പ്രോഫിറ്റബിൾ ആയേ പറ്റുള്ളൂ എന്നുള്ളൊരു ഡിസിഷൻ ഈ പറഞ്ഞ മാതിരി ആസ് എൻ ഓണ്ടർപ്രണർ, ആസ് എ ഫൗണ്ടർ നമുക്ക് നാളെ സസ്റ്റെയിൻ ചെയ്യാൻ എന്ത് എന്നുള്ളത് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങ് ഇറങ്ങി കളിക്കാനായിട്ട് അന്ന് ഒരു ഓപ്ഷൻ ഇല്ല. ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ റേസ് ചെയ്യുന്നതിന് മുന്നേ വി ഓൺലി ഹാഡ് ദി ഓപ്ഷൻ ടു മേക്ക് ഒരു രൂപയെങ്കിൽ ഒരു രൂപ സേവ് ചെയ്യുക എന്നുള്ളത്. സോ എൻ്റെ ഇപ്പൊ പല ഫൗണ്ടേഴ്സ് ചോദിക്കാറ്, നമ്മൾ ഗ്രാൻഡിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് വരാൻ വെയിറ്റ് ചെയ്യാണ് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് റിസ്ക് ഒന്നിനും കാത്തിക്കരുത്. യു ഷുഡ് നോട്ട് വെയിറ്റ്. നമ്മൾ റിസ്ക് എടുത്ത് നമ്മുടെ റിസ്ക് ഒന്നും ചെയ്യാൻ പാടില്ല അല്ലേ? ബിസിനസ് എന്തുവേണോ സംഭവിക്കാം. അപ്പൊ അങ്ങനെ ആൾക്കാർ, എന്റെയും ഗോവിന്റെയും പെർസ്പെക്റ്റീവിൽ നമ്മൾ നമ്മുടെ സ്വന്തം ഫ്ലാറ്റ് വിറ്റാണ് ഇത് റൺ ചെയ്തിരുന്നത്. നമ്മൾ 2022 നമ്മളിപ്പോൾ സ്പൈക്ക് പറഞ്ഞില്ലേ, ആ സ്പൈക്ക് വന്ന സമയത്ത് ഒരു ഗുണവുമാണ് എന്നാൽ ദോഷവുമാണ്. സം പ്രോബ്ലംസ് ആർ ഗുഡ്, ബട്ട് ആ പ്രോബ്ലം സർവൈവ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ടേക്ക് ഫേസ് ബാഡ് തിങ്സ്. അതെ. അന്ന് നമുക്ക് നല്ലൊരു സ്പൈക്ക് വന്നു, പക്ഷെ അത് റൺ ചെയ്യാനായിട്ടുള്ള പൈസ നമ്മുടെ ഇല്ല, വർക്കിംഗ് ക്യാപിറ്റൽ. അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ ഗോവിന്റെ അമ്മ ആക്ച്വലി ത്രൂ ഔട്ട് കരിയർ വർക്ക് ചെയ്ത് കിട്ടിയ PF ആ ഫണ്ട് കിട്ടിയിട്ട് വാങ്ങിച്ച ഫ്ലാറ്റ് ആയിരുന്നു, ലൈഫ് ടൈം സേവിങ്സ് ആയിരുന്നു. ആ ഫ്ലാറ്റ് അമ്മയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് നമ്മൾ വാങ്ങിച്ചിട്ട് അമ്മ നമ്മൾ വിശ്വസിച്ച് തരികയും ചെയ്തു, അത് വിറ്റു നമ്മൾ. അങ്ങനെയാണ് അമ്മനെ സമ്മതിക്കണം, അമ്മ താരമാണ് ഈ കഥയിൽ. ഒരു വളരെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അമ്മമാർ, എൻ്റെ അമ്മ അത് തന്നെയാണ്. അമ്മ ഈ പറഞ്ഞാൽ അമ്മയുടെ ഗോൾഡ് ഓർണമെന്റ്സ് ഒക്കെ തന്നിട്ട് നമ്മളത് കുറെ കൊണ്ട് സെല് ചെയ്തു, അങ്ങനെയാണ് പിടിച്ചു തന്നത്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ലോങ് ബാക്ക് 2022 കാര്യം ഞങ്ങൾ പറയുന്നത്. 2022 ഫ്ലാറ്റ് വിറ്റു, 2023 എൻ്റെ അമ്മയുടെ ഗോൾഡ് വിറ്റു, പല കാര്യം ചെയ്തിട്ട്. അപ്പൊ ഞാൻ ഈ ഫൗണ്ടേഴ്സിനോട് പറയുന്ന കാര്യം വെച്ചാല്, അവരെന്ത് പറയണെന്ന് വെച്ചാൽ നമ്മൾ റിസ്ക് ഒന്നും എടുക്കണ്ടല്ലേ. എന്റെ അഭിപ്രായത്തിൽ റിസ്ക് എടുക്കില്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് ചെയ്യരുത്, ഇറങ്ങാൻ നിൽക്കണ്ട. യെസ്. കാരണം നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിൽ വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് തരത്തിലാണ് കസ്റ്റമേഴ്സിനോട് പറയുന്നത്, നിങ്ങൾ നമ്മുടെ പ്രോഡക്റ്റ് വിശ്വസിച്ച് വാങ്ങിക്കൂ എന്നുള്ളത്. നമ്മൾ ചെയ്തതാണെങ്കിൽ നമുക്ക് 100% വിശ്വാസം ഉണ്ട്, അപ്പൊ ആൾക്കാർ വന്നോളും. കറക്റ്റ്. ആസ് എ ഫൗണ്ടർ എല്ലാരും ഫൗണ്ടേഴ്സ് സാലറി എടുക്കല്ല ഞാൻ പറയല്. നിങ്ങൾ ആക്ച്വലി സാലറി എടുക്കുന്നുണ്ടോ? ഇപ്പൊ എടുക്കുന്നുണ്ട്. കാരണം ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് VC ഫണ്ടൊക്കെ റേസ് ചെയ്തത്, അപ്പൊ അതിനുശേഷം കുറച്ച് സ്ട്രക്ചേഴ്സ് ഇൻ പ്ലേസ് വന്നില്ലെങ്കിൽ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അതിനുശേഷം സാലറി എടുത്തുകൊണ്ട് വാങ്ങി. അതിനു മുമ്പ് സാലറി എടുക്കില്ലായിരുന്നു. സാലറി എന്നുള്ള പേര് വെക്കും, എടുക്കും, അപ്പൊ തന്നെ തിരിച്ചിട്ട് അത് തന്നെ റോൾ ചെയ്യും. അത് തന്നെയായിരുന്നു. ജീവിക്കാനുള്ള കാശ് മാത്രം എടുക്കും. അതെ, ജീവിക്കാനുള്ള കാശ് അത്യം എടുക്കില്ല. എനിക്ക് സന്തോഷമായി. എന്റെ അവസ്ഥ ഇപ്പൊ അങ്ങനെ തന്നെയാണ്. ഓക്കെ. അമ്മമാരും അച്ഛന്മാരെല്ലാം ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരുന്നു, അപ്പൊ അവരുടെ പെൻഷൻ ഉണ്ട്, അതിലാണ് നമ്മൾ ജീവിച്ചിരുന്നത്. പറയുമ്പോ കേരളത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡാ, പക്ഷെ ജീവിക്കുന്നത് പെൻഷൻ വില. നൈസ്, അടിപൊളി. ഓക്കെ. അപ്പോൾ ടെക് ഷിഫ്റ്റ് കഴിഞ്ഞു, നിങ്ങൾ വീണ്ടും നിങ്ങൾക്ക് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് യു യൂസ്ഡ് യുവർ ആൻസെസ്ട്രൽ ഫണ്ട്സ്. പിന്നെ അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ്? അപ്പോൾ ഒക്കെ നിങ്ങൾ ഓർഡേഴ്സ് കൂടുന്നുണ്ട്, മേ ബി 500 ഓർഡേഴ്സിലെത്തി. 1000 ഓർഡേഴ്സിലേക്ക് എപ്പോഴാണ് എത്തുന്നത്? അത് സത്യം ഷിഫ്റ്റ് ആയിരുന്നു. നമ്മൾ ആദ്യത്തെ ഒരു 3-4 വർഷവും കേരള ബ്രാൻഡ് തന്നെയായിരുന്നു. നമ്മൾ റൺ ചെയ്യുന്നത് മലയാളികൾക്ക് വേണ്ടി മാത്രം, വേറെ ആരും നമ്മുടെ വാങ്ങിക്കണ്ട. കറക്റ്റ്. റൺ ചെയ്യുന്ന മലയാളികൾക്ക്. അതെ. നമ്മുടെ ഒരു തിങ് അതായിരുന്നു, ആ മലയാളികൾക്ക് വേണ്ടിയുള്ള ബ്രാൻഡാണ്. അപ്പോൾ പ്രോഡക്ട്സും അതെ, കമ്മ്യൂണിക്കേഷനും അതെ, സെലിബ്രിറ്റീസ് ആയാലും എന്തായാലും അത് തന്നെയാണ്. നമ്മൾ അതൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെ ഫീഡ്ബാക്ക് പറയാൻ തുടങ്ങി. നമ്മൾ ഒരേ സാധനം ചെയ്ത് ഒന്ന് റിപ്ലിക്കാസ് ഭയങ്കരമായിട്ട് കൂടി. നമ്മൾ ഇറക്കുന്ന സാധനം എല്ലാം എവിടെ പോയാലും മാർക്കറ്റ്സിലെല്ലാം സെക്കൻഡ് ക്വാളിറ്റിയിൽ കിട്ടാൻ തുടങ്ങി. അപ്പോൾ അവർ നമ്മുടെ ക്ലോസ് കസ്റ്റമേഴ്സ് ഉണ്ട്, നമ്മൾ വിശ്വസിച്ച് എപ്പോഴും വാങ്ങും. അപ്പോൾ നമ്മുടെ നിന്ന് വാങ്ങുന്ന സെയിം സാധനം എല്ലാവരും കിട്ടുകയാണ്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടത് എന്നൊരു ഫീഡ്ബാക്ക് വരാൻ തുടങ്ങി. 2, നിങ്ങൾക്ക് ഇതല്ലാതെ കുറച്ചുകൂടെ പാൻ ഇന്ത്യൻ നല്ല ഡിസൈൻസും കൂടെ ഇറക്കി തുടങ്ങിക്കൂടെ, നമുക്ക് എന്തായാലും നിങ്ങളുടെ ക്വാളിറ്റി ഇഷ്ടമാണ് എന്നുള്ള ഫീഡ്ബാക്ക് കൺസിസ്റ്റന്റ്ലി വരാൻ തുടങ്ങി. അപ്പം നമ്മളത് ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ സ്ലോലി പിന്നെ ഉള്ള ജേണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേരളയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എല്ലാവരും എങ്ങനെ എത്തിക്കുക എന്നുള്ളത്. അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെയാണ്. നമ്മൾ ഈ ഫീഡ്ബാക്സ് ജനറലി എപ്പോഴും എടുക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ്. അവർ പറഞ്ഞു തരും, ഇതിങ്ങനെ അയക്കൂടെ. ഓരോ ഫീഡ്ബാക്ക് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി നോട്ട് ചെയ്യാറ്. അത് അപ്പോൾ അത് അടുത്തൊരു ഇപ്പോൾ ലാസ്റ്റ് ഒരു 2.5 വർഷം ഷോഫൈ തുടങ്ങി, അപ്പം തൊട്ടൊരു 2.5-3 വർഷം ഇന്ത്യയിലേക്ക് എങ്ങനെ സ്പ്രെഡ് ചെയ്യാമെന്നായിരുന്നു. കേരളയിൽ നിന്ന് പയ്യെ തമിഴ്നാട്ടിലേക്ക് ചാടി, കുറച്ച് കർണാടകയിലോട്ട് ചാടി, കുറച്ച് തെലങ്കാനയിലോട്ട് പോയി, പിന്നെ ഇപ്പോൾ മഹാരാഷ്ട്ര പോയി. ഇപ്പോൾ ഈ 5 സ്റ്റേറ്റ്സിൽ നമുക്ക് സാമാന്യം നല്ല നമ്പേഴ്സ് ഉണ്ട്. എൻട്രി ആപ്പ് ഒക്കെ ചെയ്യുന്ന വെർനാക്കുലർ എക്സ്പാൻഷൻ ആണ്. അതിന്റെ കൂടെ വേറൊരു ചെറിയൊരു സംഭവം കൂടി ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിഷ്യലി വി വർ എ ടീഷർട്ട് ബ്രാൻഡ് അല്ലേ. അവിടെ നിന്ന് ദെൻ വി സ്റ്റാർട്ടഡ് എക്സ്പ്ലോറിംഗ് ടു അതർ കാറ്റഗറി വിച്ച് ഇസ് ഷർട്ട്സ്. അതായത് ഇപ്പൊ ഈ വൈറ്റ് സ്പേസ് ഞാൻ പറഞ്ഞില്ലേ, ടീഷർട്ട്സിലായിരുന്നു ഈ ഡിസൈൻസ് അവൈലബിൾ അല്ലായിരുന്നു. അതുമാതിരി ഷർട്ട്സിൽ ഇങ്ങനെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഡിസൈൻസ് ഇല്ല എവിടെ. സോ നമ്മുടെ ആ ഒരു ഡിസൈൻ കൾച്ചറിനെ നമ്മൾ ഷർട്ട്സിലോട്ടും കൊണ്ടുവരാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് അറിയാം, ഞാൻ ഡിസൈനിലെ ഷർട്ട് കണ്ട അപ്പം എനിക്ക് ബൈ ഡെസിഗ്നേഷൻ റീകോൾ വരും. അതെ,
അതായിരുന്നു നമ്മുടെ ആക്ച്വലി USP. അതായത് ഇപ്പോൾ ഒരു ഡിസൈനർ ഷർട്ട് അതല്ലെങ്കിൽ കുറച്ച് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് കണ്ടാൽ അത് മൈ ഡെസിഗ്നേഷൻ ആണ് എന്നൊരു കസ്റ്റമറിന് പറയാൻ പറ്റുക. അതെ. അതായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. അപ്പൊ ആ ഒരു ബ്രാൻഡ് ബിൽഡിംഗ് അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട്, ആ ഒരു ടേണിംഗ് പോയിന്റ് അവിടെയാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇനിഷ്യലി കേരള വാസ് അവർ റീജിയൻ. കേരളയിലെ ആൾക്കാർക്ക് എല്ലാവർക്കും മൈ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ ഒരുവിധം അറിയാം, അല്ലെങ്കിൽ തെയ്യം ടീഷർട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ മലയാളി അറിയാം. അവിടെ നിന്ന് ദെൻ വി ടേൺ ടു, അതായത് നമ്മൾ കേരളയിൽ ഉണ്ടാക്കിയ അതേ മോഡൽ നമ്മൾ ബാക്കിയുള്ള സ്റ്റേറ്റ്സിലോട്ട് നമ്മൾ വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത സ്റ്റേറ്റ് തമിഴ്നാടായിരുന്നോ? കർണാടക. ബിക്കോസ് ബാംഗ്ലൂരിൽ ഒന്നും കൂടെ ഈ പറയുന്ന മാതിരി ഇറ്റ്സ് എ മിക്സ് ഓഫ് കൾച്ചേഴ്സ്. ഒരുപാട് മലയാളികളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പല ആൾക്കാരും ഉണ്ട്. അപ്പൊ അവിടെ നമുക്കിത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ, ഈസി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നെക്സ്റ്റ് വാസ് കർണാടക, ദെൻ മഹാരാഷ്ട്ര, ഈ പറയുന്ന ചെന്നൈ, തെലങ്കാന അല്ലേ. നമുക്ക് ബേസിക്കലി നമ്മൾ ഈ 5 സ്റ്റേറ്റിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നമ്മളിപ്പോ WooCommerce, ഷോപ്പിഫൈ, ഓൺലൈൻ ഒക്കെ സംസാരിച്ചേ. ഈ ഫസ്റ്റ് ഓഫ്ലൈൻ ഔട്ട്ലെറ്റ് നിങ്ങൾ ഫ്രീ മാർക്കറ്റിൽ നിന്ന് തുടങ്ങി ഓൺലൈനിൽ വന്നു. ഈ ഓഫ്ലൈൻ ഫസ്റ്റ് ഔട്ട്ലെറ്റ് എപ്പോഴാണ് വരുന്നത്? 2023 ഷോപ്പിഫൈ കഴിഞ്ഞിട്ടാണ്. ഷോപ്പിഫൈ 22-ലാണ്. ഓക്കെ. 23 മേയിലാണ് ആദ്യത്തെ ഔട്ട്ലെറ്റ് നമ്മൾ ലുലു മോളിൽ ഇടുന്നത്. അപ്പൊ ലുലു മോളിൽ ഇടുന്നതിന്റെ പിറകിൽ അഗൈൻ കഥയുണ്ട്. അത് ഉറപ്പായിട്ടും കഥ ഉണ്ടാവും. ലുലു മോളിലൊക്കെ ഔട്ട്ലെറ്റ് കിട്ടുക എന്നുള്ളത് വലിയൊരു സംഭവം ആൾക്കാർക്ക് ചിലപ്പോൾ അറിയലുണ്ടാവില്ല. സോ ദാറ്റ് ഇൻ ഇറ്റ്സെൽഫ് ഇറ്റ്സ് എ സ്റ്റോറി. ആ സമയത്ത് 2021-ലായിരുന്നു നമ്മൾ പ്രഗ്നന്റ് ആയത് അല്ലേ? 21 എൻഡിങ്ങിൽ കല്യാണം എപ്പോഴാണ് കഴിഞ്ഞ? എന്റെ ഇടയിൽ 2019 എൻഡിങ്ങിൽ കല്യാണം കഴിഞ്ഞ് സെപ്റ്റംബർ 1-നാണ് നമ്മൾ മലയാളി ടീഷർട്ട് ലോഞ്ച് ചെയ്യുന്നത്. സെപ്റ്റംബർ 1-നാണ് നമ്മുടെ കല്യാണം. ഇവിടെ കല്യാണം, അവിടെ പാലിയാച്ചു. ആ അവസ്ഥ. കല്യാണം കഴിഞ്ഞ് 2021 സിഡു ജനിക്കുന്നു. ദെൻ ആണ് നമ്മൾ സ്റ്റോറിന്റെ ഇതിലോട്ട് വരുന്നത്. അത് 2022 നമ്മൾ ലുലു മോളോട് സംസാരിക്കുന്നു. 2022 മെയ് സ്റ്റോർ തുടങ്ങണം. നിങ്ങൾക്ക് വരാൻ കാരണം അത് ആക്ച്വലി സ്പീക്കിംഗ് ലുലു മോൾ ട്രിവാൻഡ്രത്ത് വരുന്നു, ഭയങ്കര സംഭവമാണ്. അപ്പൊ ഈ വരുന്നതിന് 2 വർഷം മുമ്പേ നമുക്ക് അങ്ങോട്ട് ആൾക്കാരെ വിളിച്ച് റിക്വസ്റ്റ് ചെയ്ത് ശീലമാണല്ലോ. ലുലു മോൾ പണി തുടങ്ങി ഇവരുടെ GM-നും അവർക്ക് ഒക്കെ മെയിൽ അയക്കാൻ തുടങ്ങി, നമുക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. അന്ന് അവർ അപ്പം തന്നെ പറഞ്ഞു നമ്മൾ ലോക്കൽ ബ്രാൻഡ്സിന് കൊടുക്കില്ല, സോറി. 1 വർഷത്തിന് ശേഷം പിന്നെ ഞാൻ വീണ്ടും അയച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് കൺസിഡർ ചെയ്യാൻ നോക്കാം. അവസാനം മോൾ തുടങ്ങുന്ന സമയം നമ്മൾ ഗ്രോ ചെയ്തോണ്ടിരിക്കുകയല്ലോ. മോൾ തുടങ്ങുന്ന സമയത്തേക്ക് ട്രിവാൻഡ്രത്ത് നമുക്ക് നല്ലൊരു വൈറാലിറ്റി ഫീച്ചർ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞൊരു 100-150 ആ സമയത്ത് നിൽക്കുന്നുള്ളൂ. 2022 ടൈമാണ്. അപ്പോൾ ഒരു ട്രിവാൻഡ്രത്ത് ഒരു വൈറാലിറ്റി ഫീച്ചർ ഉള്ളത് കൊണ്ട് അവർ പറഞ്ഞു കൺസിഡർ ചെയ്യാം, നിങ്ങളൊന്ന് കാണാൻ വാ എന്ന് പറഞ്ഞു. അങ്ങനെ കാണാൻ പോയി. കാണാൻ പോകുന്ന സമയത്ത് ഗോവ ജസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് നിൽക്കുന്ന ടൈമാണ്. ഇവർക്ക് പുറത്തിറങ്ങാൻ പാടില്ല. ആക്ച്വലി 3 months ബെഡ് റെസ്റ്റ് വേണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്നാലും ഗോവിനെയും കൊണ്ടുപോയി. എനിക്ക് ധൈര്യത്തിന് കാറിൽ ഇരുത്തിയിട്ട് കാരണം ഗോവിനും ടെൻഷൻ. അപ്പോൾ ഗോവ വന്നില്ല, പടിയൊന്നും കയറാൻ പറ്റില്ല. അവിടെ കാറിലിരുന്നു. ഞാൻ നേരെ വെളിയിൽ പോയിട്ട് 3rd floor ഞാൻ മീറ്റിങ്ങിന് പോയി. അങ്ങനെ സംസാരിച്ചിട്ട് ഒരു പരിധി വരെ അവരൊന്ന് ഓക്കെ പറഞ്ഞു. അപ്പൊ ഓക്കെ പറഞ്ഞു. വേറൊരു കാര്യം കൂടി പറഞ്ഞു. സ്വരൂപിന്റെ ഈ സ്വരൂപ് പുഷ് ചെയ്ത് സഹിക്കാൻ വയ്യാണ്ടാ പറഞ്ഞത് കാണാം എന്നുള്ളത്. കൺസിസ്റ്റൻസി, നിങ്ങളുടെ കൺസിസ്റ്റൻസി റെസ്പെക്ട് ചെയ്യുന്നു. ചോദിച്ചോണ്ടിരിക്കണം. ഞാൻ സ്വരൂപിന് എത്ര മെസ്സേജ് ചെയ്തിട്ടുണ്ട്, സ്വരൂപ് ചിലപ്പോൾ എടുത്തു നോക്കിയാണ്ടാവും. ഞാൻ എല്ലാ മാസം സ്വരൂപിന് ഒരു മെസ്സേജ് ഇട്ടേക്കാം, അടുത്ത മാസം വീണ്ടും പറയും, ചുമ്മാ ഒരു റിമൈൻഡർ ഇട്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് സ്വരൂപ് ഇപ്പം വരാതിരിക്കാൻ ഒരു ചാൻസ് ഇല്ല, സ്വന്തം സ്റ്റോർ ഉണ്ടായിട്ട് വരുന്നില്ല, എന്നാലും കിടക്കട്ടെ റിമൈൻഡർ. ഒരു ഉളുപ്പും ഇല്ലാണ്ട് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമല്ലേ, കാരണം നമുക്ക് അടുത്തതിനെതിരെ നമ്മുടെ ആവശ്യമാണ്, നമ്മൾ ഫോളോ ചെയ്യുന്നു, അവർക്ക് ഒരു കുറച്ചിലും ഇല്ല. അതെ, അങ്ങനെ മീറ്റിംഗ് ചെയ്തു നോക്കാന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു നിങ്ങളുടെ ശല്യം സഹിക്കാൻ മീറ്റിംഗ് വിളിച്ചു. പക്ഷേ മീറ്റിംഗ് എന്തായാലും നന്നായി, സംഭവം നമുക്ക് ഇഷ്ടപ്പെട്ടു, പ്രസന്റ് ചെയ്ത് നോക്കാം ബോർഡിൽ, എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ബോർഡിൽ സംസാരിച്ചു. വിനയ് നമ്മളുടെ പേര്. നമ്മൾ ഓഫ്ലൈൻ തുടങ്ങാൻ കാര്യം പുള്ളിയാണ്. വിനയ് ലുലുവിൽ ട്രിവാൻഡ്രത്തെ ലീസിംഗ് ഹെഡാണ് അന്നത്തെ. അങ്ങനെ അവർ വിളിച്ചപ്പോഴും നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ചുറ്റും ഇരിക്കുന്ന നല്ല ഇന്റർനാഷണൽ ബ്രാൻഡ്സാണ്. ഈ പറഞ്ഞ ആരോ ലൂയി ഫിലിപ്പെ, ടോമി ഹിൽഫിഗർ, ഇന്ത്യൻ ടെറൈൻ, ഇതിന്റെ നടുക്കാണ് നിങ്ങളുടെ കട. ഇതിന്റെ നടുക്കാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഇത് സൂയിസൈഡാണ്. ഇത്രയും കടകൾ നടക്കാന്ന് ഇരുന്ന് കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇത്രയാണ് റെന്റ്. നല്ലൊരു എമൗണ്ട് ആണ് റെന്റ്, കാരണം അത് ലക്ഷറി മോളാണ്. അപ്പൊ ഈ ബ്രാൻഡ്സിന്റെ ഒക്കെ നടുക്ക് നിന്ന് ഒരു ഫെയിൽ ആകുമ്പോൾ നിങ്ങളുടെ ബ്രാൻഡിനെ നെഗറ്റീവ് എഫക്ട് ചെയ്യും വേണോ? അവർ അത് ചോദിച്ചപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ അതൊരു ഡൗട്ട്ഫുൾ അല്ല, നേരെ തിരിച്ച് ഡബിൾ ഫയർ എന്തായാലും വേണം ചെയ്ത് കാണിച്ചിട്ടേ ഉള്ളൂ എന്നുള്ളൊരു വാശി. നമ്മൾ അവിടെ പേടിച്ചാ പോയത്, പക്ഷെ ആ വാശി ഭയങ്കര ഇടങ്ങ് തലയെ കയറി. അങ്ങനെ അപ്പം തന്നെ യെസ് പറയുന്നു, ലോക്ക് ചെയ്യുന്നു. അവിടുന്ന് ഇവിടുന്ന് കുറച്ച് പൈസ ബൂട്ട് സ്ട്രാപ്പ് ചെയ്ത് കടമെടുത്ത് നമ്മൾ സൈൻ ചെയ്യുന്നു. അപ്പൊ ഈ പിന്നെ റോളിംഗ് അപ്പ് ഉണ്ട് വളരെയധികം, പലയിടത്തിനും വളരെയധികം. അത് തന്നെയായിരുന്നു 5 വർഷവും ത്രൂ ഔട്ട് അത് തന്നെയായിരുന്നു. റോളിംഗ് ആണ് മെയിൻ. യെസ്, പക്ഷെ റോളിൽ നിന്ന് കറക്റ്റ് സമയത്ത് എത്തിക്കുന്നുള്ള ആൾക്കാർക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരാണെന്നില്ല അവർ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെ ലുലുവിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യാം. നമ്മൾ ആ കട തുടങ്ങിയ സമയത്ത്, ഈ ഇത്രയും പ്രാവശ്യം നടക്കാന്ന് പറഞ്ഞില്ലേ, ആ പ്രാവശ്യം നടക്ക് കട തുടങ്ങിയ സമയത്ത് നമ്മുടെ എങ്ങനെ ഉണ്ടായിരുന്നുള്ള വീഡിയോ ഉണ്ട്. നമ്മുടെ കടയ്ക്കകത്ത് ആളിൽ നിൽക്കാൻ വയ്യ, ഇടി. ബാക്കി പറഞ്ഞ കടകളെല്ലാം എം ടി ആണ്.
എന്നാ പിന്നെ എനിക്ക് ആ കഥ അറിയണോ, എങ്ങനെയാണ് നിങ്ങൾ ആളെ കൊണ്ടുവന്നത് കടയിലേക്ക്? അല്ല, ആ സമയത്ത് ഈ പറയണ മാതിരി ലുലുവില് തന്നെ ലുലുവിന്റെ പോർട്ട്ഫോളിയോയില് ഒരു ബ്രാൻഡ് വരിക എന്ന് പറയുന്നത് ഭയങ്കര, ലുലു ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ ബ്രാൻഡ് അതെ അല്ലേ. അതെ അപ്പൊ ആ മോളില് എല്ലാം ഈ പറയുന്ന മാതിരി ഇന്ത്യൻ ബ്രാൻഡ്സ് ഇല്ല, എല്ലാം നാഷണൽ ബ്രാൻഡ്സ് ആണ്, സോറി ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ആണ്. അവർ ലോക്കൽ ബ്രാൻഡ്സിന് കൊടുക്കില്ല, പ്രോട്ടോകോൾ ആണ്. അപ്പോ അതില് മൈ ഡെസിഗ്നേഷൻ ആക്ച്വലി അവരും എടുത്തൊരു ഒരു എന്താ പറയുക ഒരു റിസ്ക് ഫാക്ടർ ആണ്. അതെ. അവർക്ക് ഈ നമ്മുടെ ആ ഒരു വിഷൻ ഇഷ്ടപ്പെട്ടു. അപ്പൊ അവരും വിചാരിച്ചു ഓക്കെ അവർക്ക് ഒരു ചാൻസ് കൊടുക്കാം. പക്ഷെ ചാൻസ് കൊടുത്തത് റെന്റൊക്കെ നല്ല കൂട്ടിയിട്ടാണ്. എന്നിട്ട് ഈ പറയണ മാതിരി എന്താ പറയാ, അവിടെ അന്ന് ലുലുവില് ഒരു പരിപാടി നടക്കുന്ന സമയത്ത് നമ്മുടെ കടയിൽ മാത്രം ഭയങ്കര നമ്മൾ പറഞ്ഞിടാ നമ്മുടെ കടയിൽ തിരക്ക് വരുവോ, ഞാൻ സ്വരം പോയില്ല അല്ലല്ല സ്റ്റാർട്ടിങ് സമയത്ത്. അപ്പൊ ആ ലുലുവും തുടങ്ങിയിരിക്കുന്ന സമയത്താണല്ലോ. സോ ദേ കണ്ടക്ട് സം അതർ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ്. അപ്പൊ അവര് ലുലു എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിൻ റൺ ചെയ്ത സമയത്ത് ഞാനും സ്വരൂപം കാറിൽ പുറത്തിരിക്കുക, വരുവോ എന്താവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കടയിൽ നിന്ന് റിഫാസ്, അവനാണ് അന്ന് സ്റ്റോർ നോക്കണേ, റിഫാസ് ഒരു കോൾ വന്നു, ചേച്ചി ദേ ആൾക്കാർ ഇവിടെ ഈ ഷട്ടർ വന്ന് ഇടിക്കുക, എന്താ ചെയ്യണ്ടേ? അവനെടാ എന്തു പറ്റി? ചേച്ചി അവന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് കേൾക്കുമ്പോ നമ്മളാകെ ഭയങ്കര ഇതായി. അതെ, ചേച്ചി പെട്ടെന്ന് വാ ഇത് കാണണം എന്ന് പറഞ്ഞിട്ട് ഞാനും സ്വരൂപും വിശാലും നമ്മൾ 3 പേരും കൂടെ ചെല്ലുമ്പോഴത്തേക്ക് പിന്നെ അവൻ പോയ അവൻ ഇടിക്കുന്നു. അപ്പൊ നമ്മള് 3 പേരും കൂടെ ഇങ്ങനെ കേറി വരുമ്പോ കാണുന്നത് സ്റ്റോറിൽ ഇങ്ങനെ ഇടിച്ച ആൾക്കാർ നിൽക്കുകയാണ്. അത് കണ്ടപ്പോ മനസ്സിലായി യുനോ നമ്മള് വി ഡിഡ് ഇറ്റ്, ജയിച്ചു എന്നുള്ളൊരു എന്താ പറയാ, ട്രിവാൻഡ്രത്ത് മൈ ഡെസിഗ്നേഷൻ ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. ജയിച്ചു മാരാന്ന ഒരു ഡയലോഗ് പറയില്ലേ, അതുമാതിരി. അങ്ങനെ അന്ന് ആ രാത്രി വിനയും വേറെ 2 പേരുണ്ട്, എനിക്ക് പേര് ഓർമ്മയില്ല, ഇവര് വന്നിട്ട് പറഞ്ഞു കൊച്ചിയിൽ ഇട്ടാലോ. ഇതിന്റെ റോളിങ് തീർന്നിട്ട് കൊച്ചിയിൽ സത്യം നമുക്ക് നെക്സ്റ്റ് തന്നെ കൊച്ചി ഇടണമെന്നുണ്ട്. പക്ഷെ ഒരു 6 മാസം 1 വർഷം കഴിഞ്ഞാണ് കൊച്ചിയിൽ ഇടുന്നത്. അത് ഈ റോളിങ്ങിന്റെ കാര്യം കാരണമാണ് ആക്ച്വലി. കൊച്ചിയിൽ കട ഇട്ടാലോ എന്ന് ചോദിക്കുന്നത് ലുലുല് ഇങ്ങോട്ടാണ്. അപ്പൊ ഞാൻ വിനയന്റെ അടുത്ത് വന്ന്, വിനയ കണ്ടില്ലേ അന്ന് നിങ്ങൾ ഡൗട്ട് അടിച്ചില്ലേ? അപ്പൊ വിനയ പറഞ്ഞു ഇല്ല ഗോപിക, ലുലുവിന്റെ പോർട്ട്ഫോളിയോ ബ്രാൻഡാണ് ഇനി മൈ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊച്ചിയിൽ ഇവര് നമുക്ക് ഇങ്ങനെ ഒരു സജഷൻ പറയുന്നത്, കൊച്ചിയിലിടാം, പക്ഷേ ദർ ഇസ് എ കണ്ടീഷൻ. അപ്പൊ ഇവർക്ക് മനസ്സിലായി മൈ ഡെസിഗ്നേഷൻ എവിടെ ഇട്ടാലും ദർ ഇസ് എ ക്രൗഡ് പുള്ളിങ് എന്നുള്ളത്. അല്ല, എങ്ങനെയാണ് ആ ക്രൗഡ് പുള്ള് ചെയ്തത് ട്രിവാൻഡ്രം ഔട്ട്ലെറ്റിലേക്ക്? അത് ചുമ്മാ അങ്ങോട്ട് വന്നതാണോ അല്ലെങ്കിൽ? അതല്ല ഒരു കാര്യം, നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഓഫ്ലൈൻ ഒരു മാർക്കറ്റിംഗ് ചെയ്യാറില്ല. അതെ. കാരണം നമ്മൾ സാധാരണ ബ്രാൻഡ്സ് വർക്ക് ചെയ്യുന്ന വെച്ചാൽ അവർക്കൊരു റീജിയൻ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു കട ഇട്ട് നോക്കും. അതെ. കട എങ്ങനെയാണ് നോക്കിയാണ് ബാക്കി അവർ തീരുമാനിക്കുന്നത്. നമ്മൾ നേരെ തിരിച്ചാണ്. നമ്മൾ ഓൺലൈനിലും കാര്യങ്ങളെല്ലാം മാക്സിമം ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കും. ഇഫ് എവറിത്തിങ് ഗോസ് ഗുഡ്, നമ്മൾ ആ ടെറിട്ടറി മാർക്ക് ചെയ്യാൻ ഒരു കട ഇടുന്നു. നമ്മുടെ ഒരു കോൺസെപ്റ്റ് അങ്ങനെ നേരെ തിരിച്ചാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി ഒരു നല്ല ഫാൻ ബേസ് വൈറാലിറ്റി ഉണ്ട്. പീപ്പിൾ ലവ് ദ ബ്രാൻഡ് എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. അതിന് ശേഷമാണ് കട കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ 1 രൂപ ചെലവാക്കാതെ തന്നെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. സ്നേഹം കൊണ്ടും പേഴ്സണൽ കണക്ഷൻ കൊണ്ടും ബ്രാൻഡിനോടുള്ള ഒരു. പക്ഷെ നിങ്ങൾ അവരെ അറിയിക്കാൻ എന്തൊക്കെ ചെയ്തിരുന്നോ? ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റോറി കാര്യങ്ങളും. അത് മാത്രമല്ല, നമ്മുടെ ഒരു കട ഒരു സ്ഥലത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ വി മേക്ക് ഷുവർ ദാറ്റ് ആ കട സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുള്ളത്. ഇപ്പൊ ലുലുല് തന്നെ മൈ ഡെസിഗ്നേഷന്റെ കട കാണാൻ ഇറ്റ് ഈസ് വെരി ഡിഫറെന്റ്. ഇറ്റ്സ് എ യെല്ലോ സ്റ്റോർ, കംപ്ലീറ്റ്ലി യെല്ലോ സ്റ്റോർ ആണ്. അപ്പൊ ആ ഒരു വൈറ്റ് ആയിരിക്കുന്ന എല്ലാ സ്റ്റോഴ്സിന്റെ നടുക്ക് ഒരു മഞ്ഞ സ്റ്റോർ, മറ്റേ ജഗതി ശ്രീകുമാർ അതേ അവസ്ഥയായിരുന്നു അവിടെ. അപ്പൊ അതുകൊണ്ട് പീപ്പിൾ ആർ സീയിങ് എ യെല്ലോ സ്റ്റോർ ഒരു വൈറ്റ് സ്പേസിന്റെ ഇടയിൽ. സോ വി മേക്ക് ഷുവർ പർപ്പിൾ കൗ. അതെ, അത് കോൺസെപ്റ്റാണ്. യെസ്. ഓക്കെ. അപ്പൊ അവിടെ അത് കഴിഞ്ഞിട്ട് നിങ്ങളോട് ഇവിടെ ഇടാൻ പറയുന്നു, കൊച്ചിയിൽ ഇടാൻ പറയുന്നു. എന്നിട്ട് എന്തോ ഒരു ക്ലോസ് പറഞ്ഞല്ലോ. അല്ല, അത് സംഭവം അവരുടെ കുറ്റമല്ല, പക്ഷെ നമുക്കൊരു ചലഞ്ച് വരും. സംഭവം വെച്ചാല് കൊച്ചിയിലൊരു നല്ല ക്രൗഡാണ്, എല്ലാ കടയും ഫിൽ ആണ്, അവിടെ സ്പോട്ടൊന്നും ഇല്ല. ആകെ ഒരു സ്പോട്ട് ഉള്ളത് കുറച്ച് മാറിയിട്ട് ഒരു ബ്ലൈൻഡ് സ്പോട്ടാണ്. അപ്പൊ അവിടെ ഒരു 10 കടകളുള്ളതിൽ 6 കടകളും അടപ്പാണ്, ആകെ 4 വർക്കിംഗ് ഉള്ളൂ. കാരണം അവിടെ ഫുട്ഫോൾ ഇല്ല, ആൾക്കാർ വരില്ല. പക്ഷെ വലിയ സ്ഥലമാണ്, റേറ്റ് കുറച്ച് കിട്ടും, ആൾക്കാരെ വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് സ്പോട്ട്. അപ്പൊ ഒരു ചലഞ്ച് ആയിരുന്നു, വരുത്താൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നുള്ള തിങ് ഉണ്ട്. പക്ഷെ നമുക്ക് വീണ്ടും അതൊരു ശീലമാണ്, വാശി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഇതാണ്. ഇടയ്ക്കൊന്ന് നിങ്ങളൊന്ന് മോട്ടറാക്കിയാൽ മതിയില്ലേ, ഓടിക്കോളൂ. ഓക്കെ. അങ്ങനെയാണ് സ്ഥലം എടുക്കുന്നത്. നമ്മുടെ വലിയ കടയായിരുന്നു ആദ്യത്തെ 900 സ്ക്വയർ ഫീറ്റ് കട. മുമ്പത്തെ കട 290 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ, കുഞ്ഞു കട. ഇത് 900 സ്ക്വയർ ഫീറ്റ് ആണ്. അങ്ങനെ ചെയ്യുന്നു, റെഡിയാക്കുന്നു. ആദ്യത്തെ ഒരാഴ്ചയൊക്കെ കുറച്ച് ശോകമായിരുന്നു. 4 പേര് 5 പേരൊക്കെയാണ് ഫുട്ഫോൾ ചെയ്യുന്നത്. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് 1 to 2 months നമുക്ക് വർക്കാക്കാൻ പറ്റി. അവിടെ 5-10 ഫുട്ഫോൾ ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പൊ ഡെയിലി 250 to 300 ഫുട്ഫോൾ ആണ്. ആ ഫ്ലോറിലെ ഏറ്റവും ഹയസ്റ്റ് സെയിൽ ചെയ്ത കടയായിരുന്നു നമ്മൾ ലാസ്റ്റ് മന്ത്. വെറും 900 സ്ക്വയർ ഫീറ്റ്, 3000-4000 സ്ക്വയർ ഫീറ്റിലെ കടകളൊക്കെ സെയിൽ നമ്മൾ ഈ 900 ചെയ്തിട്ടുണ്ട്.
ഓക്കെ നൈസ്. അപ്പോൾ പിന്നെ അടുത്ത റൗണ്ടിൽ ലുലു ഇൻവെസ്റ്റർ ആവോ? ഒരു ചെറിയ അതിൽ വലിയൊരു കാര്യമുണ്ട്. യൂസഫ് അലി സാർ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ലുലുവിന്റെ പർച്ചേസ് കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും അവർ നമ്മുടെ നിന്ന് ചെയ്യും. ഈവൻ നമ്മുടെ ഇപ്പോൾ ഈ ക്രിക്കറ്റ് ടീമൊക്കെ വരുമല്ലോ, വലിയ വലിയ സെലിബ്രിറ്റീസ്, അവരെയൊക്കെ നമ്മുടെ കടയിൽ എപ്പോഴും പറഞ്ഞു വിടും ഭയങ്കര ഡിഫറെൻറ്റ് കടയാണ് അവിടെ ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഭയങ്കര സപ്പോർട്ടീവ് ആണ് ലുലു. അതിൻ്റെ ആ ഒരു ബന്ധം ഉണ്ട് ഇപ്പോഴും. നമുക്ക് ഇൻവെസ്റ്ററും കൂടി ആക്കാന്ന് ഒരു റൗണ്ടിൽ മെല്ലെ കണ്ടീഷൻസ് റെന്റ് കുറക്കില്ല. കണ്ടീഷൻസ്. No, no, I'm just kidding. ഓക്കെ. അപ്പോൾ 2023 നിങ്ങൾ ഫസ്റ്റ് ഔട്ട്ലെറ്റ് ഇടുന്നു. 2024 ഷോപ്പിംഗ് മുമ്പ് 2022 പകുതി കഴിഞ്ഞപ്പോൾ ഔട്ട്ലെറ്റ് ഇട്ടു. ഔട്ട്ലെറ്റ് ഇട്ടു. 2023 ഷോപ്പിഫൈ ആക്കുന്നു. 2023 തന്നെ കൊച്ചിയിലും ഇടുന്നു. കൊച്ചിയിൽ അത് ഷോപ്പിംഗ് ശേഷം ഡിസംബറിലാണ് വരുന്നത്. ഡിസംബർ. ഓക്കെ. പിന്നെ അപ്പം ട്രിവാൻഡ്രായി, കൊച്ചിയായി, പിന്നെ ലുലു കോഴിക്കോട് കൊടുക്കുന്നു. കാലിക്കറ്റ് ഇപ്പോൾ എനിക്ക് 1 വർഷം ആയിട്ടില്ല, ഏതാനും മാസം മുമ്പ് അത് തുടങ്ങി. വളരെ മോശമായി. ഇപ്പൊ നിങ്ങൾ കാലിക്കറ്റ് ഔട്ട്ലെറ്റ് കണ്ടിട്ടില്ല, ഇപ്പൊ കണ്ടാ? ഓ സമാധാനം. അതിൽ പക്ഷേ 2 ആംഗിൾ ഉണ്ട് ആക്ച്വലി. എന്ന് പറഞ്ഞാൽ നമ്മുടെ സീനിയർ ടീം എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങിയപ്പോൾ മുതൽ ഡേ 1 നമ്മുടെ കൂടെയുള്ള പിള്ളേർ. അന്ന് വന്നപ്പോൾ ഇതൊക്കെ ഫ്രഷേഴ്സാണ്. അവർ വേറെ എക്സ്പീരിയൻസ് ഒന്നും നമ്മളെ പോലെ തന്നെ നമ്മുടെ ആദ്യത്തെ ജോലിയാണ്. അതുപോലെ അവരുടെ ആദ്യത്തെ ജോലി ക്ലീൻ സ്ലേറ്റ്, അൺലേണിംഗ് പ്രോസസ്സസ് സാധനം ഇല്ല. വരുന്നു എന്താണ് അവർ പഠിക്കുന്നു ചെയ്യുന്നു. അതെ. അതുകൊണ്ട് തന്നെ ആ ആൾക്കാരാണ് ഇപ്പോഴും പലതും ഹെഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ എത്തിയില്ലെങ്കിലും അവരെത്തിയെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ സെയിം ഇമ്പാക്ട്. നമ്മൾ എടുക്കുന്ന ഡിസിഷൻ അവരെടുക്കും. നമ്മുടെ തോട്ട് പ്രോസസ് വിഷയം അവർക്ക് അറിയാം. അപ്പൊ ആ ഒരു ധൈര്യം. ഞാൻ ഇപ്പൊ പറഞ്ഞ റിഫേഴ്സ് നമ്മുടെ കൂടെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് ഒരു 5 വർഷം മുമ്പ് വന്ന ആളാണ്. ഇപ്പൊ നമ്മുടെ 4 ഔട്ട്ലെറ്റ് കൺട്രോൾ ചെയ്യുന്ന റീജിയണൽ സെയിൽസ് ഹെഡാണ് പുള്ളി. അപ്പോൾ നമ്മൾ എത്തുന്ന സെയിം ഇമ്പാക്ട് ആണ് റിഫാസ് അവിടെ എത്തിയാൽ. അപ്പോൾ റിഫാസ് ഇവിടെ പലവരും വന്നിട്ടുണ്ട്. വി ആർ ഓക്കെ വിത്ത് ഇറ്റ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ എടുത്തു. നല്ല റോളിംഗ് നടക്കുന്നുണ്ട്. ഫണ്ടിങ് എടുക്കാൻ എപ്പോഴാണ് തീരുമാനിച്ചത്? അതും എഗെയിൻ ഈ പറഞ്ഞ പോലെ ഒരു ടൈമിങ്ങിൻ്റെ കാര്യമായിരുന്നു. നമുക്ക് മുമ്പും ഫണ്ട് റേസ് ചെയ്യണം താല്പര്യമുണ്ട്, ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും തോന്നുന്ന കാര്യമുണ്ട്, ബേസ്മെന്റ് അത് സ്ട്രോങ് ആക്കാതെ നമ്മൾ ഫണ്ട് കൊണ്ടുവന്നാൽ ഫണ്ട് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകും. കറക്റ്റ്. നമുക്കൊരു ക്ലിയർ ഡയറക്ഷൻ വേണം. ഒരു ഫണ്ട് 10 രൂപ കിട്ടിയാൽ അതിൽ 3 രൂപ ഇവിടെ, 3 രൂപ ഇവിടെ, 4 രൂപ ഇവിടെ, അതിൽ 5 രൂപ ഇവിടെ നിന്ന് കിട്ടും, 5 രൂപ ഇവിടെ നിന്ന് കിട്ടും. ഒരു കണക്ക് വേണം. അത് മൈൻഡിൽ റെഡി ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഫണ്ട് റേസ് ചെയ്യാവൂ. നമുക്ക് പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഫണ്ട് റേസ് ചെയ്ത ശേഷം ബ്രാൻഡ് ബിൽഡ് ചെയ്യുക. ഒരിക്കലും ചെയ്യരുത്. നമുക്ക് തന്നെ അറിയില്ല എവിടെ ഫണ്ട്. കുറേ പ്രശ്നങ്ങൾ വരാണ്ട്. യെസ്. ഓക്കെ. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ തീർത്തു. യെസ്. എന്നിട്ട് ഈ ഫണ്ട് റേസ് ചെയ്യണം എന്ന് ആ തീരുമാനം. ഓക്കെ, നോ വി ആർ റെഡി. അതെപ്പോഴായിരുന്നു? നമ്മുടെ ഈ ഒരു എഞ്ചിൻ പോലെ ആയി. അതായത് സിസ്റ്റം റെഡിയാണ്, വെബ്സൈറ്റ് റെഡിയാണ്, ബാക്ക് എൻഡും ഇൻവെന്ററി ഒക്കെ ഓട്ടോമേറ്റഡ് ആയിട്ട് സോഫ്റ്റ്വെയറിലാക്കി. അതായത് ഇപ്പോൾ ഷാൻ വെബ്സൈറ്റ് ഒരു പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ആദ്യം ട്രിവാൻഡ്രം വെയർഹൗസ് നോക്കും. അത് കഴിഞ്ഞ് നമ്മുടെ 3 ഔട്ട്ലെറ്റ്സ് പതിയെ ബാംഗ്ലൂർ വെയർഹൗസ് ഓട്ടോയിൽ ചെക്ക് ചെയ്തിട്ട് കാണിക്കും എത്ര പീസ് സ്റ്റോക്ക് ഉണ്ടെന്ന്. ആ ലെവൽ ഓട്ടോമേഷൻ കാര്യങ്ങളെല്ലാം റെഡിയായി. നമ്മൾ വി ആർ റെഡി ടു സ്കെയിൽ എന്നൊരു സിറ്റുവേഷൻ ടീമും ബിൽഡായി. അപ്പോഴാണ് ഫണ്ട് റേസ് ചെയ്തത്. ഓക്കെ. അപ്പം ഞാൻ ബാക്ക് എൻഡിലേക്ക് പോവാം. ഷോപ്പിഫൈ ആണ് ഫ്രണ്ട് എൻഡ്. ബാക്ക് എൻഡിൽ എന്താണ് സംഭവിക്കുന്നത്? ടീം ടെക് സൈഡ്. ടെക് സൈഡിൽ നമുക്ക് അതിനെ WMS അല്ലെങ്കിൽ OMS എന്ന് പറയും. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് EasyCom എന്ന സാധനമാണ്. അത് മാറി നമ്മളിപ്പോൾ ഇൻക്രഫ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അഡ്വാൻസിലേക്ക് മാറാണ്. ഇപ്പോൾ നമ്മുടെ സ്കെയിൽ ഇൻക്രഫ്. അപ്പോൾ EasyCom സത്യം പറഞ്ഞാൽ ഫോർ സ്റ്റാർട്ടർ ഇറ്റ്സ് ഗുഡ്. കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. കുറച്ചുകൂടെ ടീം നമ്മുടെ കൂടെ നിന്ന് കസ്റ്റമൈസ് ചെയ്ത് തരും. പക്ഷേ ഒരു പരിധിക്ക് മേലിൽ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2000-3000 ഓർഡേഴ്സ് വന്നു തുടങ്ങിയാൽ പിന്നെ കുറച്ച് സ്ലോ ആവും. അപ്പോൾ നമ്മളിപ്പോൾ ഇൻക്രഫ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിലേക്ക് മാറാൻ പോവുകയാണ്. കുറച്ചുകൂടെ ഓട്ടോമേഷനും ഇൻബിൽഡ് ആയിട്ട് AI ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഓക്കെ. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാൻ വെബ്സൈറ്റിൽ കയറി പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്യണം. അപ്പം തന്നെ ഇത് റിഫ്രഷ് ചെക്ക് ചെയ്യും നമ്മുടെ ഓരോ വെയർ ഹൗസിൽ ഔട്ട്ലെറ്റിൽ സ്റ്റോക്ക് എത്ര ഉണ്ടെന്നുള്ളത്. അതനുസരിച്ച് സ്റ്റോക്ക് കാണിക്കും. ഇപ്പോൾ ട്രിവാൻഡ്രം സ്റ്റോക്ക് ഇല്ലെങ്കിൽ കൊച്ചിയിലേക്ക് അലക്കേറ്റ് ആവുക. അപ്പോൾ കൊച്ചിയിലേക്ക് അവിടെ തനിയെ അലക്കേറ്റ് ആവും. അവിടെ നിന്ന് സാധനം നിങ്ങൾ ഔട്ട്ലെറ്റിനാണ് ഡിസ്പാച്ച് ചെയ്യുന്നത്? ഔട്ട്ലെറ്റിലും ഡിസ്പാച്ച് ചെയ്യാം ഓൺ ക്രൈസിസ് സിറ്റുവേഷൻ. നമ്മുടെ ലെവൽ 1 ഇട്ടേക്കുന്നത് ട്രിവാൻഡ്രം വെയർ ഹൗസ് ആണ്. ലെവൽ 2 ബാംഗ്ലൂർ വെയർ ഹൗസ് ഉണ്ട്. രണ്ടിടത്തും ഇല്ല. അർജന്റ് ആണെന്നുണ്ടെങ്കിൽ ഔട്ട്ലെറ്റ്സിലേക്ക് റൂട്ട് ചെയ്യാനുള്ള ഓട്ടോമേഷനും ചെയ്തിട്ടുണ്ട്. അല്ല, ശരിക്കും നേരെ ഓപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കോഴിക്കോടിനാണ് പ്ലേസ് ചെയ്യുന്നത്. എനിക്ക് അന്ന് തന്നെ സാധനം കിട്ടില്ലേ? ഔട്ട്ലെറ്റ് നിങ്ങൾ ഡിസ്പാച്ച് അത് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചെയ്യുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ വെയർ ഹൗസിന്റെ കൂടെ തന്നെ ഒരു മൈക്രോ ഔട്ട്ലെറ്റിന്റെ കൂടെ ഒരു മൈക്രോ വെയർ ഹൗസ് വേണം. കാരണം നമ്മളൊരു വെയർ ഹൗസ് എടുക്കുമ്പോൾ പെർ സ്ക്വയർ ഫീറ്റ് 20 രൂപ 30 രൂപയാണ് മാക്സിമം പേ ചെയ്യുക. പക്ഷേ ഔട്ട്ലെറ്റിന് 300, 400, 500 രൂപയാണ് പെർ സ്ക്വയർ ഫീറ്റ് പേ ചെയ്യുക. അപ്പോൾ നമ്മൾ അവിടെ വെക്കുന്ന സ്റ്റോറേജിന് വേണ്ടി യൂസ് കഴിഞ്ഞാൽ നമുക്ക് മുതലാവില്ല. അപ്പോൾ അതുകൊണ്ട് കടയുടെ കൂടെ തന്നെ മൈക്രോ വെയർ ഹൗസ് പറഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ ദിസ് ഈസ് ഗുഡ്. നമ്മളൊരു 6 months സ്കെയിൽ നമ്മൾ ആക്ച്വലി ചെയ്യും. അതിനുള്ള ടെക് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നോട് ചോദിക്കണേ. ഡെഫിനറ്റ്ലി. ഓക്കെ. അപ്പം പിന്നെ ഓക്കെ, അഗെയിൻ കമ്മിങ് ബാക്ക് ടു നിങ്ങൾ ബേസ്മെന്റ് സ്ട്രോങ് ആക്കി. ബുർജ് ഖലീഫ താഴത്തേക്ക് പോയിക്കണം. 2009 ആരും ബുർജ് ഖലീഫ കണ്ടിട്ടില്ല. 10ാമത്തെ കൊല്ലാണ് ഇത് ഒരൊറ്റ പോക്കുമായത്. അതേപോലെ നിങ്ങൾ കുഴിച്ചു, സാധനം സെറ്റാക്കി. ഫണ്ട് റേസിംഗ് ഏത് സമയത്താണ് നിങ്ങൾ, ഏത് മാസം ഏത് കൊല്ലം ആണ് നിങ്ങൾ തീരുമാനിക്കുന്നത് ഫണ്ട് റേസിംഗിന് പോവാം? ഫിനാൻഷ്യൽ സൈഡ് പറഞ്ഞാൽ ആക്ച്വലി സ്പീക്കിംഗ്
ഇത് ജസ്റ്റ് ഒന്ന് ബേസ് ആയിട്ട് ഞാൻ പറയാം. ആ. നമ്മൾ നമ്മുടെ ഒരു MIS നോക്കപ്പെടും, ആ. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ആ. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എത്ര രൂപ PNL എന്ന് പറയാം, PNL കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വേർഷൻ. ഓക്കെ. നമ്മുടെ എത്ര രൂപ എവിടെ പോകുന്നു, എവിടെ തിരിച്ചു വരുന്നു എന്നുള്ള അറിയാനുള്ള ഒരു സിമ്പിൾ സാധനം. ആ. ഈ MIS സ്റ്റാർട്ടപ്സ് എല്ലാം എത്രത്തോളം അതിൽ ബിൽഡ് ചെയ്യാൻ പറ്റുമോ അത് ബിൽഡ് ചെയ്യണം. ഉം. ഞാൻ റിലീസ് ഒരു വലിയ മിസ്റ്റേക്സ് നമ്മുടെ പറ്റിയതാണ്. ആദ്യത്തെ 3-4 വർഷം നമുക്ക് MIS എന്താണെന്നൊരു അറിയില്ലായിരുന്നു. നമ്മൾ എഴുതി കൂട്ടലാണ് പരിപാടി. അതിൽ പലയിടത്തും പല സ്ഥലങ്ങളിൽ പോകും, അതെ. ഡേറ്റ മിസ്സാവും. ഒരു ഡേറ്റ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ആക്യുറേറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഡേറ്റയ്ക്ക് ഒരു വാല്യൂ ഇല്ല. ട്രൂ. അപ്പം നമ്മൾ ഈ MISൽ എപ്പോഴും CM1 കോൺട്രിബ്യൂഷൻ മാർജിൻ 1 എന്ന് നോക്കും. അത് നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റും ഷിപ്പിംഗ് ചാർജും കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ്. അതെ. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിംഗ് എക്സ്പെൻസ് എത്രയാണോ അതും കൂടെ കുറയ്ക്കും. അത് കഴിഞ്ഞിട്ട് CM2 കോൺട്രിബ്യൂഷൻ മാർജിൻ 2. ആ CM2 എത്രത്തോളം ഹെൽത്തി ആണോ അതാണ് നമ്മുടെ ബ്രാൻഡിന്റെ സ്ട്രെങ്ത്. ഇതൊക്കെ നിങ്ങൾ എവിടെ പഠിച്ചു? നിങ്ങൾ MBA പഠിച്ചിട്ടുണ്ടോ? MBA പഠിച്ചിട്ടില്ല, ഇത് ഫീൽഡിൽ ഇറങ്ങി പഠിച്ചത് തന്നെയാണ്. നമ്മൾ ബിസിനസ് കച്ചവടം അറിയാം, ബിസിനസ് ചെയ്ത് പഠിച്ചു, അതാണ് സത്യം. അപ്പൊ CM ഈ പിന്നെ ടെർമിനോളജീസ് ഒക്കെ എങ്ങനെ കിട്ടി? അത് സത്യം പറഞ്ഞാൽ ഒരു പരിചയ റൗണ്ടിന് ശേഷമാണ് ഒന്നുകൂടെ പ്രോമിനന്റ് ആയത്. മറ്റേ എനിക്ക് പറയാനേ അറിയാവുള്ളൂ, ലെവൽ 1 പ്രോഫിറ്റ്, ലെവൽ 2 പ്രോഫിറ്റ് എന്ന് പറയുമായിരുന്നു. ഓക്കെ. ഇപ്പൊ ഈ കോൺട്രിബ്യൂഷൻ മാർജിൻ 1, കോൺട്രിബ്യൂഷൻ മാർജിൻ 2 എന്നൊക്കെ റൗണ്ടിന് ശേഷമാണ് പഠിച്ചത്. ഓക്കെ. അപ്പൊ കോൺട്രിബ്യൂഷൻ മാർജിൻ 2 നോക്കണം. CM2 പോസിറ്റീവ് ആണോ, അത് കൺസിസ്റ്റന്റ്ലി പോസിറ്റീവ് ആണ്. അതായത് ഷാൻ ഇപ്പോൾ ഈ മാസം ഒരു 100 രൂപ വിറ്റു, 100 രൂപ ഉണ്ടാക്കി റവന്യൂവിൽ, അടുത്ത മാസം ഒരു 300 ആക്കി, അതിന്റെ അടുത്ത മാസം 1000 ആക്കി എന്ന് വെക്കുക. സ്കെയിൽ ചെയ്യാൻ എല്ലാവർക്കും പറ്റും. അതെ. കുറച്ച് പൈസ കിട്ടി ആർക്കും സ്കെയിൽ ചെയ്യാം. അതെ. CM2 ബെറ്റർ ആക്കിക്കൊണ്ട് സ്കെയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇപ്പൊ വിത്തൗട്ട് ലൂസിംഗ് മണി CM2 ടു ബി ഓണസ്റ്റ് എബിറ്റ ലെവൽ CM2 കഴിഞ്ഞാൽ പിന്നെ ഫിക്സ്ഡ് എക്സ്പെൻസസ് CM1 ലൂസ് ആവൂലല്ലോ, കാരണം അതിന്റെ അകത്ത് പിന്നെ CM2 ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. അതായത് മാർക്കറ്റിംഗിൽ നിങ്ങൾ ബ്ലീഡ് CM1 ലൂസ് ആവൂല. CM1 ലൂസ് ആവില്ല. ഓക്കെ. CM2ലാണ് ആൾക്കാരെ എല്ലാം നെഗറ്റീവ് പോകണം, ഒരു പരിചയ സ്കെയിലിംഗ് ബാലൻസ്, കാരണം അവർ മാർക്കറ്റിംഗ് ഭയങ്കരമായിട്ട് ബേൺ ചെയ്യും. അതെ. അതെ. പക്ഷേ CM2 പോസിറ്റീവ് ആക്കിക്കൊണ്ട് തന്നെ സ്കെയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ യു ആർ റെഡി ഫോർ ഫണ്ടിങ്. ബേസിക് മെട്രിക്. ഇപ്പം ഞാൻ 1 ലക്ഷം രൂപ വാടക കൊടുക്കുന്ന ഒരു ഓഫീസിൽ നിന്ന് ഞാൻ 10 ലക്ഷം രൂപയാണ് സെയിൽ ഉണ്ടാക്കിയത്. അതെ. ആ സെയിം ഓഫീസിൽ ഇരുന്നുകൊണ്ട് തന്നെ എനിക്ക് 1 കോടി രൂപ സെയിൽ ഉണ്ടാക്കാൻ പറ്റും. കറക്റ്റ്. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ CM2 കൂട്ടില്ല, CM2 താഴെ ആ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സ്പെൻസ് ഒക്കെ മിസ് ആയിക്കോളും. ഓക്കെ. CM1 2 പറഞ്ഞത് വെച്ചാൽ സെയിൽ കൂടുന്തോറും ഇതും കൂടിക്കൊണ്ടിരിക്കും. ഇത് ബാലൻസ്ഡ് ആണ്. യെസ്, വേരിയബിൾ കോസ്റ്റുകളാണ്. ഇത് ബാലൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ യു ആർ റെഡി ടു സ്കെയിൽ. ഓക്കെ. അപ്പൊ അതെങ്ങനെ എങ്ങനെ മനസ്സിലാക്കി യു ആർ റെഡി ടു സ്കെയിൽ? ആരോ പറഞ്ഞതാണോ? യെസ്, നമ്മൾ ആ 100 ഓർഡർ ചെയ്തപ്പോഴും നമ്മൾ CM2 പോസിറ്റീവ് ആണ്. അത് 150, 200, 300 ഓർഡർ ആയപ്പോഴും നമ്മൾ CM2 പോസിറ്റീവ് ആണ്. അത് ആ CM2 മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സ്കെയിൽ ചെയ്യാൻ പറ്റി. അപ്പോൾ മനസ്സിലായി 3000 ഓർഡർ ആക്കിയാലും CM2 പോസിറ്റീവ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വി ക്യാൻ ഗ്രോ. ഓക്കെ. അങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഫണ്ടിങ് റെഡി ആക്കാം എന്നുള്ളത്. ഓക്കെ. അപ്പൊ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് റൗണ്ട് ഒക്കെ കഴിഞ്ഞു. കടമെടുക്കാൻ പറ്റുന്ന ആൾക്കാരുടെ അടുത്ത് കടമെടുത്ത് തിരിച്ചു കൊടുത്തു. അത് ഇനി കിട്ടൂല, നമുക്ക് വലുത് വേണം. അത് എപ്പോഴാണ് നിങ്ങൾ ഫസ്റ്റ് VCനെ അപ്രോച്ച് ചെയ്യണോ? ആ പ്രോസസ്സ് എങ്ങനെയായിരുന്നു? അതൊരു നീണ്ട പേഴ്സണൽ കഥയാണ്. അത് ഞാൻ എന്തായാലും പറയാം, എത്രത്തോളം പോഡ്കാസ്റ്റ് ഒരു 4 വേണ്ടി വരും. ഓക്കെ, പറഞ്ഞു നോക്കുക. നമ്മൾ 2024 ഏപ്രിൽ സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് കൺസ്യൂമർ VC ആണ്, പേര് പറയുന്നില്ല, ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് കൺസ്യൂമർ VC, ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് DTC ബ്രാൻഡ്സ് എല്ലാം ഫണ്ട് ചെയ്തവരാണ്. നമ്മൾ അവരെ ആദ്യമായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി പിച്ച് ചെയ്യാനായിട്ട്. നമ്മൾ അങ്ങനെ അവരെ കാണാനായിട്ട് അവർ ഇൻവൈറ്റ് ചെയ്തു ബാംഗ്ലൂരിൽ വരാൻ. അവർ ഇൻവൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പിച്ച് ചെയ്തു, അവർ ഇൻവൈറ്റ് ചെയ്തു. യെസ്, ഇൻവൈറ്റ് ചെയ്തു. സാധാരണ അവർ ഓഫീസിലൊന്നും ഇൻവൈറ്റ് ചെയ്യില്ല. അപ്പോൾ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഒരു ചെറിയ ഹോപ്പ് ഉണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർ ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്നെ വിളിച്ചത്. അവിടെ പോയപ്പോൾ നിനക്ക് പറയണമെന്നുണ്ടോ? അല്ല, അവിടെ പോയപ്പോൾ നമ്മൾ ബാംഗ്ലൂർ ആയിരുന്നു അവരുടെ ഓഫീസ്. അവിടെ ചെന്ന് അവർ കുറച്ച് ടെർമിനോളജീസ്, ഈ പറയുന്ന ടെർമിനോളജീസ് ചോദിച്ചു. നിങ്ങളുടെ പെഡിഗ്രി എന്താന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പെഡിഗ്രിയോ എനിക്കറിയാവുന്ന പട്ടിക പറഞ്ഞു എന്ത് പെഡിഗ്രി, അങ്ങനെ കുറെ കാര്യങ്ങള്. CM1 2 നിങ്ങൾ ആർട്ടിക്കുലേറ്റ് ചെയ്യാറുണ്ടോ? ഇത് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല, ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ ഇരുന്നു. ആൻഡ് ഓൾസോ വൺ തിങ് ദാറ്റ് യുനോ, ഒരു എന്താ പറയാ, നമുക്ക് വീണ്ടും ഒരു നമ്മളെ അങ്ങ് വല്ലാണ്ട് അങ്ങ് വിഷമത്തിലാക്കി കളഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ബ്രാൻഡ് അല്ലേ, യുനോ യു കനോട്ട് സ്കെയിൽ. പക്ഷെ അവര് മറ്റേ സ്വിച്ചിൽ വീണ്ടും അമർത്തി. You cannot scale from കേരളയിൽ നിന്നൊക്കെ ഒരു ഫാഷൻ ബ്രാൻഡ് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല എന്നൊരു തിങ് അവിടെ വന്നു, കറങ്ങി തിരിഞ്ഞത് വന്നു. അപ്പൊ ആ ഒരു എന്താ പറയാ, ഒരു സൗത്ത് ഇന്ത്യൻ അങ്ങനെ ആ ഒരു എന്തൊരു വേർതിരിവ് നമുക്ക് ഭയങ്കരമായിട്ട് അവിടെ വെച്ച് ഫേസ് ചെയ്തു, അൺഫോർച്ചുനേറ്റ്ലി, ഫ്രം ദോസ് 2 to 3 പീപ്പിൾ. അപ്പൊ ഇവര് പറഞ്ഞു നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷെ നമുക്കിപ്പോ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, നമ്മൾ അന്ന് രാത്രി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഐ വാസ് ലിറ്ററലി ക്രൈ, ഭയങ്കരമായിട്ട് എനിക്ക് വിഷമായി. എന്നിട്ട് ഞാനും സ്വരൂപം കൂടെ രാത്രി ആ ഹോട്ടൽ റൂമിൽ ഇരുന്ന് ഇത് കുറെ ഡിസ്കസ് ചെയ്തു. പക്ഷെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി. ഈ പറയുന്ന പല വേർഡ്സും അല്ലെങ്കിൽ പല എന്താ പറയാ, എവിടെയാണ് നമുക്ക് ട്വീക്ക് ചെയ്യേണ്ടത്, ഇപ്പൊ ഇൻവെന്ററിയുടെ സൈഡ് ആയിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ട്വീക്ക് ചെയ്യാൻ പറ്റി. ആൻഡ് ദെൻ വി റിയലൈസ്ഡ് right now this is not the time to focus on, yes, നമ്മളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്തു, നമ്മുടെ ഫൗണ്ടേഷൻ അടിപൊളിയാണ്, ഓക്കെയാണ്, പക്ഷെ let them come to us, you know, upper hand.
അപ്പൊ അങ്ങനെ നമ്മൾ അന്ന് അല്ലെ നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് വരികയും നമ്മൾ നമ്മുടെ പിള്ളേരെയൊക്കെ വിളിച്ച് നമ്മൾ സംസാരിക്കുകയും ഇന്ന കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടതെന്നും പറഞ്ഞ് ആ നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ ഫ്രം ദ മൊമെന്റ് ഓൺവേർഡ്സ് നമുക്ക് ആ ഗ്രാഫ് വീണ്ടും പോസിറ്റീവ് ആയി തുടങ്ങി. അതായത് പോസിറ്റീവ് ആയിരുന്ന ഗ്രാഫിന് വീണ്ടും നമുക്ക് ഭയങ്കരമായിട്ട് സ്റ്റേബിൾ പോസിറ്റിവിറ്റി ആയി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു, ഇത് അങ്ങനെ ഇങ്ങനെ ഒരു പാറ്റേൺ ആയി. കാരണം നമ്മൾ എടുത്ത കുറെ ഡിസിഷൻസ്, അവിടെ നിന്ന് കിട്ടിയ ലെസൺസ് അതങ്ങ് ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ തീരുമാനിച്ചു നമ്മൾ ഇനി ഫണ്ട് റൈസ് ചെയ്യാൻ പോവില്ല, ലെറ്റ് ദം കം ടു അസ്, ആരും ആയിക്കോട്ടെ ഇങ്ങോട്ട് വരട്ടെ, നമുക്ക് നമ്മുടെ സംഭവം ഇത് തന്നെ ഹെഡ് ഓഫീസ് ഇവിടെ. അതെ, ട്രിവാൻഡ്രത്ത് തന്നെ തീരുമാനിച്ചു. ഓക്കെ, അങ്ങനെ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഇയർ എൻഡിങ് ആയപ്പോഴത്തേക്ക് ഡിസംബർ ആയപ്പോഴത്തേക്കാണ് 2023 ഡിസംബർ 24 ഡിസംബർ ഒക്ടോബറിലെ ഒക്ടോബർ കാണാൻ വന്ന ഡിസംബറിലാണ്. ഓക്കെ, അപ്പൊ ഡിസംബർ ടൈം ആയപ്പോഴാണ് നമ്മുടെ സഞ്ജയ് എന്ന് പറയും, നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു എന്താ പറയാ, നമ്മുടെ ഒരു ഗോഡ് ഫാദർ എന്നൊക്കെ പറയാം ബിസിനസ്സിൽ. നമ്മൾ ഈ VC വേൾഡും ഈ ഇതൊക്കെ നമ്മൾ ഇരുത്തി പഠിപ്പിച്ച് എക്സ്പെർട്ട് ആക്കിയത് പുള്ളിയാണ്. ഒരുപാട് സമയം നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി നമ്മളെ കാണാനായിട്ട് ഫ്ലൈറ്റ് പിടിച്ച് ട്രിവാൻഡ്രത്തേക്ക് വരികയാണ് ചെയ്തത്. പുള്ളി എങ്ങനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു? പുള്ളി നമ്മൾ ഓൺലൈൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടൊക്കെ ടച്ച് ഉണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ ഒരു VC ഫ്ലൈറ്റ് പിടിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നത് പിച്ച് കേൾക്കാനായിട്ട്. അടിപൊളി. പുള്ളി നമ്മളെ കാണാനായിട്ട് നമ്മുടെ ഓഫീസിൽ ഒരു സമയം നിൽക്കുന്നു, നമ്മൾ തന്നെ ഞെട്ടി ഇങ്ങോട്ട് വന്നോ, നമ്മൾ പാനിക്കായി. ഇയാൾക്ക് എന്താ പ്രശ്നം? അതെ, വളരെ ഡിഫറെന്റ് ആയ മനുഷ്യൻ. ഓക്കെ, അപ്പൊ പുള്ളി ഇതെല്ലാം ഇരുന്ന് കേട്ടു, ക്ഷമയോടെ നമ്മുടെ വെയർ ഹൗസ് കണ്ടു, ഓഫീസ് കണ്ടു, ടീമിനെ കണ്ടു, എല്ലാം കേട്ടു. പുള്ളി പറഞ്ഞു നമുക്ക് റൗണ്ട് ചെയ്യാം, എനിക്ക് താല്പര്യമുണ്ട്. നമ്മൾ അന്നൊരു അപ്പൊ പുള്ളി വെച്ച് എത്ര നിങ്ങൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ നമുക്ക് 4 കോടി റൗണ്ട് ചെയ്താൽ കൊള്ളാന്നുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ ഒരു 5 കോടി ഇടാം. അപ്പൊ 5 കോടി എന്തിനാ, നിങ്ങൾക്ക് 4 കോടിയൊന്നും മതിയാവില്ല, ഉറപ്പാണ്, എഴുതി വെച്ചോ, നിങ്ങൾ നല്ല സ്പീഡിൽ കയറും, ഒരു 8 കോടിയെങ്കിലും റേസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കൈ നിൽക്കില്ല. അത് നല്ല ഇൻവെസ്റ്റർ ആണ്. ഇൻവെസ്റ്റർ ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഈ കാശ് പോരാ, ഇത്രയെങ്കിലും വേണ്ടി വരും. അത് അന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് സഞ്ജയ് എന്ന് പറയാൻ, അതായത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ഏജ്, പുള്ളിയുടെ ആ ഒരു ദ വേ ഓഫ് ട്രീറ്റിംഗ് യുനോ പീപ്പിൾ, അല്ലെങ്കിൽ നമ്മൾ, എനിക്ക് സഞ്ജയ് എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് സാറിന് വിളിക്കാനും ഭയങ്കര ഫോമല്ലോ. അതുകൊണ്ട് ഞാൻ എന്താ പറയാ, പുള്ളി mid-50s ആണ്, കണ്ടു കഴിഞ്ഞാൽ വളരെ യങ് ആണ്, മാരത്തോൺ റണ്ണറാണ്, എൻഡുറൻസ് ട്രെയിനറാണ്, ഭയങ്കര കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര യങ് ആണ്, മനസ്സും അങ്ങനെയാണ്. സംസാരിക്കുമ്പോൾ നമ്മൾ തൊളിയായിട്ട് ഫ്രണ്ട്സിനെ പോലെ സംസാരിക്കാം. പക്ഷെ ആ I don't know, we love him so much. But പുള്ളി അന്ന് was not about the company. My designation മാത്രമല്ല പുള്ളി അന്ന് കേട്ടത്. നമ്മുടെ സ്ട്രഗിൾസ്, അല്ലെങ്കിൽ നമ്മൾ ആസ് എ പേഴ്സൺ, അല്ലെങ്കിൽ നമ്മുടെ വിഷൻ എന്താ, നമ്മുടെ ടീം എന്താ, എല്ലാം വളരെ പേഷ്യൻസിൽ അയാൾ ഇരുന്ന് അദ്ദേഹം അത് കേട്ട് എന്നിട്ട് പോയി. ആ ഫോട്ടോ എപ്പോഴും ഉണ്ട്, നമ്മൾ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തു, ഫോട്ടോ എടുത്തിട്ട് പിന്നെ വിളിച്ചു, സ്വരൂപിനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി തന്നെയാണ് നമുക്കൊരു പണി ചെയ്യുന്നില്ല, പുള്ളി തന്നെയാണ് ബാക്കി ഇൻവെസ്റ്റേഴ്സിനെ കണക്ട് ചെയ്ത് തന്നത്. എനിക്കൊരു 3 പേരെ വെച്ച് കണക്ട് ചെയ്ത് തന്നു. 3 പേർക്കും സംഭവം ഇഷ്ടപ്പെട്ടു. സംഭവം പിന്നെ പറ്റിയ നമ്മൾ ഓവർ കമ്മിറ്റ് ആയി. നമുക്ക് 8 കോടി റേസ് ചെയ്താൽ മതി, പക്ഷേ ഈ 3 പേർക്ക് ഇഷ്ടപ്പെട്ട അവസാനം 15 കോടിയുടെ ഓഫർ വന്നു. നമുക്ക് അത്രയും വേണ്ട, അത് കൂടുതലാണ്, കാരണം ഓവർ ഡൈല്യൂട്ട് ആവും. സഞ്ജയ് എന്നെ പറഞ്ഞു തന്നു, അല്ലെങ്കിൽ സഞ്ജയ് കണക്ട് ചെയ്ത് തന്നു. നല്ലൊരു ഓവർ ഡൈല്യൂട്ട് ആവണ പ്രശ്നം. യെസ്, അത് സഞ്ജയ് പറഞ്ഞു. നമുക്ക് നമ്മുടെ 15 കോടി വന്നോട്ടെ, പക്ഷേ കമ്പനിയുടെ പകുതി അവർ കൊണ്ടുപോയി. ഫൗണ്ടേഴ്സിന് പിന്നെ ഇത് അറിയൂല, നമ്മൾ ഓവർ റേസ് ചെയ്യാനും പാടില്ല. അങ്ങനെ പുള്ളി പറഞ്ഞു അത്രയും പോണ്ട, നമുക്കത് കട്ട് ഷോട്ട് ചെയ്തൊരു 8-9 എത്തിക്കാം, മാക്സിമം കട്ട് ചെയ്തിട്ട് 10.7 എത്തിക്കാനേ പറ്റുള്ളൂ. നമ്മൾ അവർ തന്നെ പറഞ്ഞു ഇത്രയും വേണ്ട, കുറച്ച് എമൗണ്ട് കുറയ്ക്കണം. അങ്ങനെ റിക്വസ്റ്റ് ചെയ്ത എമൗണ്ട് കുറച്ചു. ഗുഡ് പ്രോബ്ലംസ് ടു ഹാവ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതിലൊന്നാണ്. അങ്ങനെ പറഞ്ഞിട്ട് പൈസ കുറച്ച് കുറവ് തരുമോ പ്ലീസ്. ഓക്കെ, അങ്ങനെ 10.7 എത്തിച്ചു. അങ്ങനെയാണ് ആ സീഡ് റൗണ്ട് ചെയ്യുന്നത്. ഒരു ഫെബ്രുവരി ഒക്കെ ആയപ്പോഴത്തേക്ക് ആ റൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. ക്ലോസ് ചെയ്ത് അക്കൗണ്ടിൽ ഹിറ്റ് ചെയ്തു, പൈസ അക്കൗണ്ടിൽ ഹിറ്റ് ചെയ്തു, ഫെബ്രുവരിയിൽ വന്നു. ഓക്കെ, നിങ്ങൾ ആദ്യം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണോ രജിസ്റ്റർ ചെയ്തത്? അല്ല, ഇപ്പൊ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ആ സമയത്താണ് രജിസ്റ്റർ ചെയ്തത്. അപ്പൊ അതിലും പ്രശ്നമല്ല, മനസ്സിലായി. കച്ചവടം ഉണ്ടാക്കിയാൽ മതി അല്ലേ? LLP യിൽ നിന്ന് പ്രൈവറ്റ് ലിമിറ്റഡിലോട്ട് LLP ചെയ്തിരുന്ന സമയത്ത് ഈ പറഞ്ഞ മാതിരി നമുക്ക് ഉണ്ടായിരുന്ന ഒരു സ്ട്രഗിൾ, അതായത് ഒരു അന്നത്തെ കേരള എക്കോസിസ്റ്റത്തിലുള്ള ഒരു സ്ട്രഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വരൂപ മിക്ക സ്ഥലങ്ങളിലും സ്വരൂപിന് അറിയാവുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ LLP ആയിരുന്ന സമയത്ത് ഈ പറയുന്ന നമ്മൾ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് ഇതുവരെ കടം വാങ്ങിച്ചിട്ടില്ല. ഇറ്റ്സ് ഓൺലി ഫ്രം ഫാമിലി. ആ ഫാമിലി എന്ന് പറയുന്നതും ഈ പറയുന്ന 2 അമ്മമാരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അച്ഛന്റെ കയ്യിൽ നിന്നുള്ളതല്ലാണ്ട് വേറെ ആരുടെ കയ്യിൽ നിന്നും വി ഹാവ് നോട്ട് ടേക്കൺ എനിത്തിങ്. അപ്പോ അത് കഴിഞ്ഞ് ഇവരുടെ അടുത്ത് ചോദിക്കുന്നതിന് പകരം ദെൻ വി തോട്ട് ലൈക്ക് ആസ്കിങ് എ ബാങ്ക്. നമ്മൾ അന്ന് SBI ഈ പറയണ മാതിരി അന്ന് മുദ്ര ലോൺ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അപ്പൊ പുള്ളി ഒരു കുറെ പ്രാവശ്യം അവിടെ ഇറങ്ങി, നടന്നില്ല. അങ്ങനെ എന്നെ ഈ കൗണ്ട് അവൻ എല്ലായിടത്തും പറയും 44 തവണ ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ 44ാം തവണയാണ് എന്നെ കൊണ്ടുപോയത്. അവിടെ ഞാൻ ചെന്നപ്പോഴത്തേക്കും ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ വുമന്റെ ഒരു ലോൺ ഇറങ്ങിയിട്ടുണ്ടല്ലോ, മുദ്ര ലോൺ. ഞാൻ ആക്ച്വലി
കുറെ തവണ കയറി ഇറങ്ങി പല രീതിയിൽ ശ്രമിച്ചു നോക്കി ഒരു നിവൃത്തിയില്ല. കാരണം നോൺ കൊളാറ്ററൽ ലോണാണ്. ഒരു 50 lakh 1 CR കിട്ടുന്ന കേട്ടോണ്ട് കുറെ കയറിയായിരുന്നു, നടന്നില്ല. അവസാനം എൻ്റെ ഒരാൾ പറഞ്ഞു ഇങ്ങനെ വുമൺ സ്കീം ഉണ്ട് അതിന് വേണ്ടി തന്നെ, അതിന് കുറച്ചുകൂടെ ചാൻസ് കൂടുതലാണ്. അങ്ങനെയാണ് ഞാൻ ഇവളെ കൊണ്ടുപോകുന്നത്. നമുക്ക് വുമൺ സ്കീം ചോദിക്കാമെന്ന് വെച്ചിട്ട് അയാൾ ഇരുത്തി നമ്മുടെ അടുത്ത് മുഖത്തേക്ക് പറഞ്ഞു, ഈ വുമൺ സ്കീം യൂട്ടിലൈസ് ചെയ്യാനും ഉടായ്പൊക്കെ ആയിട്ട് കുറെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്, അത് ഏറ്റവും വലിയ ഫ്രോഡ് പരിപാടിയാണ്, വുമൺ സ്കീം ആണെങ്കിൽ ഒട്ടും പറ്റില്ല. വീണ്ടും സ്വിച്ച് അമർത്തി. അപ്പൊ എനിക്ക് തോന്നി വേണ്ടായിരുന്നു, വെറുതെ ഇവളെയും കൂടെ വിളിച്ചുകൊണ്ട് പോയി ഇൻസൾട്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളത്. അങ്ങനെ ഭയങ്കര അതോടെ വിട്ടതാണ്. നമ്മൾ അങ്ങനെ വിട്ടതാണ് ആ ബാങ്കിനാന്ന്. അപ്പൊ ഇതിൽ കുറച്ച് കാര്യങ്ങൾ എഗെയിൻ നമുക്ക് കൺസിസ്റ്റൻസി, ഷാൻ പറഞ്ഞില്ലേ, അതിന്റെ കൺസിസ്റ്റൻസി റിസൾട്ട് തരും എന്നുള്ളതിന്റെ 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ആ 3 വർഷം മുമ്പ് വിട്ട ബാങ്കാണ് നമ്മുടെ ഇന്നത്തെ പ്രൈമറി ബാങ്കിങ് പാർട്ണർ. അവർ നമുക്ക് ഓൾമോസ്റ്റ് 10 CR വരെയുള്ള ലിമിറ്റ് തരാൻ അവർ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. നമ്മൾ 5 CR എടുത്തിട്ടുള്ളൂ, ഒരു കൊളാറ്ററലും ഇല്ല, ഒന്നുമില്ല, വിശ്വാസത്തിന്റെ പേരിൽ മാത്രം. അപ്പോൾ കറങ്ങി തിരിഞ്ഞ് അവർ തന്നെ തിരിച്ചു വന്നു, നമ്മൾ തന്നെ കാണിച്ചു കൊടുത്താൽ അവർക്ക് നമ്പേഴ്സ് അവർ വരും. 2, നമ്മൾ അന്ന് ഒരു വിഷമത്തിൽ നമ്മൾ ഈ ഫേസ് ചെയ്തെന്ന് പറഞ്ഞല്ലോ ഒരു ഇൻവെസ്റ്റർ, അന്നൊന്നും ഒരു ചെറിയ പ്ലസ് ഉണ്ടായെന്ന് വെച്ചാൽ അവിടെ ഒരു പയ്യനുണ്ടായിരുന്നു, അങ്കിത് എന്ന പേര്. അപ്പൊ ഈ പയ്യൻ അവിടുത്തെ ഒരു അസോസിയേറ്റ് മാത്രം, അന്നത്തെ അല്ല ഒരു VC യെ കാണാൻ അവിടുത്തെ ഒരു അസോസിയേറ്റ്. അവന് ഭയങ്കര വിഷമമായി, അവന് ബ്രാൻഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവന് വിഷമമായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പേഴ്സും ഗ്രോത്ത് ഒക്കെ കൊള്ളാം, നമ്മൾ പെഡിഗ്രിയും സംസാരിക്കാൻ അറിയില്ലാത്തതുകൊണ്ട് മാത്രം ഒരു പിച്ച് പോയി, അങ്ങനെ വരാൻ പാടില്ല എന്നുകൊണ്ട് അവന് വിഷമമായി. അവൻ അടുത്തൊരു 3 മാസം എന്നും വൈകുന്നേരം 1 മണിക്കൂർ നമുക്ക് വേണ്ടി ഇരുന്ന് പഠിപ്പിച്ചു തരുമായിരുന്നു. ഗൂഗിൾ മീറ്റിൽ വന്ന് പിച്ച് ഇങ്ങനെയാണ്, ഇന്ന ടേംസ് ആണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഡെക്ക് ഉണ്ടാക്കേണ്ടത്, ഒക്കെ ഇരുത്തി നമ്മളെ പഠിപ്പിച്ച് ഒരു 3 മാസം കൊണ്ട് നമ്മൾ പഠിച്ചതാണ്. 1 രൂപ ഗുണം അവനുണ്ടായിട്ടില്ല. ഇത് കാരണം ഒന്നിനു വേണ്ടിയല്ല, സ്നേഹം കൊണ്ട് മാത്രം. ഇങ്ങനെയുള്ള ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ്. ഓപ്പോസിറ്റ്സ് എപ്പോഴും ഉണ്ടാവും. ഇപ്പോഴും നമ്മുടെ ഓഫീസ് ഇനോഗ്രേഷൻ, കട ഇനോഗ്രേഷൻ, എന്ത് ഹാപ്പി ന്യൂസ് ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം അവനെ വിളിച്ച് പറയും. അവന് ടീമിനെ പോലെ നമ്മൾ കാണുക, കാരണം അവയില്ലെങ്കിൽ നമ്മൾ ഇന്നില്ല. അങ്ങനെയാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് സഞ്ജയ് കിഷോറിനൊക്കെ. ഇതൊക്കെ പോരാത്തതിന് നമ്മൾ അന്ന് ആ വിഷമിച്ചിറങ്ങിയ VC-യുമായിട്ടാണ് നമ്മൾ ഇപ്പൊ ടേം ഷീറ്റിൽ ഫൈനൽ സ്റ്റേജിൽ നിൽക്കുന്നത്. 1.5 വർഷത്തിന് ശേഷം അവരിങ്ങോട്ട് വരും. അടിപൊളി. അപ്പൊ അങ്ങനെ ഒരു കാര്യമാണ് നമുക്ക് ലൈഫിൽ ആ പാറ്റേൺ പല. അടുത്ത റൗണ്ട് അപ്പൊ നിങ്ങൾ റൗണ്ട് റേസ് ചെയ്തത് February 2025. ഇപ്പം ഒരു 7 മാസം 8 മാസം ആയിട്ടേ ഉള്ളൂ. അപ്പൊ അടുത്ത റൗണ്ട് ഇനിയും വരും. അടുത്ത റൗണ്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ വിചാരിച്ചാൽ ചില നേരത്തെ പറഞ്ഞു ഗുഡ് പ്രോബ്ലംസ് ടു ഹാവ്. ഗ്രോത്ത് നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് പോകുന്നുണ്ട്. ആൾക്കാർ ഈ സ്റ്റേജിൽ നമ്മൾ എത്ര സ്പീഡിൽ പോകുന്നുണ്ട്, എത്ര എക്സ് അങ്ങനെ പറഞ്ഞാൽ നമ്മളിതൊരു 1 വർഷത്തേക്ക് ഈ ഫണ്ട് വെച്ച് പയ്യെ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ നമുക്കൊരു 6-7 മന്ത്സിൽ തന്നെ അതിനേക്കാളും ഏകദേശം ഒരു 1.5x 2x എന്ന് പറയാം. അങ്ങനെ ബാംഗ്ലൂർ നമ്മൾ ആദ്യം ഒരു ഔട്ട്ലെറ്റ് ഇട്ടു. അതും മാസീവ് ഹിറ്റാണ്, നല്ല രീതിയിൽ ആൾക്കാർ സ്വീകരിച്ചു അതിനെ. അതെ, അപ്പൊ ഞാൻ കണ്ടു. ഞാൻ കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂർ ആയപ്പോ കണ്ട്, ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. വീണ്ടും ഞാൻ കുറെ ആൾക്കാരെ കൂടെ ഇരുന്ന് പിന്നെ എടുക്കാം. അങ്ങനെ അതാണ്. അപ്പോൾ അടുത്ത റൗണ്ടിൽ റേസ് ചെയ്യാൻ നിൽക്കുകയാണ്, ആ കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ്. അത് ന്യൂസ് നമുക്ക് സൂൺ അറിയാം. അല്ല, അപ്പൊ നിങ്ങൾ ആ സമയത്ത് റേസ് ചെയ്തല്ലോ, റേസ് ചെയ്ത സമയത്ത് എന്തായിരുന്നു നിങ്ങളുടെ നമ്പർ ഓഫ് ഓർഡേഴ്സ്, ഡെയിലി നമ്പർ ഓഫ്? ഇപ്പൊ എന്താണ് ഏകദേശം? അന്ന് നമ്മളൊരു മന്ത്ലി ഒരു 1 CR ഒക്കെ ചെയ്യുന്ന സമയമായിരുന്നു. കഷ്ടിച്ച് 1 CR അടുപ്പിച്ച് ചെയ്യുമായിരുന്നു നെറ്റ് റവന്യൂ, അതായത് ഡിസ്കൗണ്ട്സും റിട്ടേൺസും ക്യാൻസലേഷനും കഴിഞ്ഞിട്ട്. ഇപ്പൊ നമ്മളൊരു ലാസ്റ്റ് മന്ത് ഓൾമോസ്റ്റ് 8.1 ആണ് ചെയ്തത്. എത്ര? 8.1 crores ഓഗസ്റ്റിൽ നമ്മൾ ക്ലോസ് ചെയ്തു. 100 CR ചെയ്ത് ആനുവലി നോക്കി കഴിഞ്ഞാൽ 100 കോടി എന്ന് പറയാം. ഓ മൈ ഗോഡ്, അടിപൊളി. അപ്പൊ അതിൽ ഡബിൾ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മേജർ ഫോക്കസ് എന്ന് പറയുന്നത്. പിന്നെ ടീം കുറച്ചും കൂടെ നല്ല രീതിയിൽ, ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഞാൻ പിള്ളേരോട് പറയുന്നത് അറിയാം, ഇത് എന്റെ ഫസ്റ്റ് ജോബ്. അപ്പം എനിക്ക് ഇപ്പൊ നേരത്തെ ഷാനിൽ ഞാൻ കണ്ട ഒരു പോസിറ്റീവ് കാര്യം എന്ന് പറഞ്ഞാൽ, ഇൻയാങ് എന്താന്ന് വെച്ചപ്പോ യു സെഡ് യു ഡോണ്ട് നോ, which is a really good thing. Yeah, if you don't know anything, it is very much okay to say I don't know. നമ്മുടെ ഇപ്പോഴത്തെ പല ആൾക്കാർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ട്, എനിക്കത് അറിയില്ല എന്ന് പറയാൻ അല്ലെങ്കിൽ അപ്പോളജൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇപ്പോഴത്തെ നമ്മുടെ സ്കെയിലിന് അല്ലെങ്കിൽ ഇനി പോകുന്ന ആ ഒരു സ്കെയിലിന് നമുക്ക് കുറച്ചും കൂടെ അറിയാവുന്ന അല്ലെങ്കിൽ ഈ ഒരു ഗെയിം പ്ലേ ചെയ്തിട്ടുള്ള ആൾക്കാർ നമുക്ക് വേണം, എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ. യെസ്, എക്സാക്ട്ലി. നമ്മുടെ ബ്രാൻഡിന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കറിയാം. പക്ഷേ ഒരു 500 കോടി ബ്രാൻഡിന് മാർക്കറ്റിൽ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ മാർക്കറ്റ് ചെയ്തിട്ടൊരാക്കെ പറയാൻ പറ്റും. അതെ, അങ്ങനെയുള്ള സീനിയർ ആൾക്കാരെ കൊണ്ടുവരണം എന്നുള്ള കാര്യമുണ്ട്. പിന്നെ അടുത്തൊരു 12-18 മാസം കൊണ്ട് ഓൾമോസ്റ്റ് 24 ഔട്ട്ലെറ്റ്സ് ഇട്ട് സ്പ്രെഡ് ചെയ്യണമെന്നുണ്ട്. ഓഫ്ലൈൻ ഏരിയയിൽ നമ്മൾ സ്പ്രെഡ് ചെയ്യും. ഇതൊക്കെയാണ് കുറച്ച് ബേസിക് പ്ലാൻ. ഇപ്പൊ എത്ര ടീം സൈസ് എന്താണ് നിങ്ങളെ? ഇപ്പൊ നമ്മുടെ ഓഫീസിൽ മാത്രം ഒരു 80 ആൾക്കാർ കാണും. പിന്നെ വെയർ ഹൗസ് ഔട്ട്ലെറ്റ്സ് എല്ലാം കൂടി ഒരു 125 ആൾക്കാർ കാണും. എന്നാലും 125 ആൾക്കാർ വെച്ച് നിങ്ങൾ 100 crores ചെയ്യുന്നുണ്ട് കൊല്ലം. അതെ. അപ്പൊ ഇപ്പൊ നിങ്ങളെ സ്വന്തം ഔട്ട്ലെറ്റ്സ് ആണോ അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി മോഡൽ? ഫ്രാഞ്ചൈസി മോഡൽ ആലോചിക്കുക. ഫ്രാഞ്ചൈസി മോഡൽ നമ്മൾ ഒരു 10-15-20 ഔട്ട്ലെറ്റിലും കഴിയാതെ ചെയ്യുന്നില്ല.
കാരണം ഒന്ന് നമ്മൾ ഈ പറഞ്ഞ മിന്ത്രയോ അമസോണോ ഒന്നും ചൂസ് ചെയ്യാത്തത് പോലും നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത്, നമ്മുടെ ആ ഫൗണ്ടേഴ്സിന്റെ വിഷൻ നമുക്ക് ആൾക്കാരിൽ എത്തിക്കാൻ പറ്റണം ബ്രാൻഡിലൂടെ. അപ്പോൾ അത് നമ്മൾ വേറൊരാളെ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്കത് വെറും റവന്യൂ മേക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് മാത്രമാണ്, നമുക്കതല്ല. അപ്പോൾ ഓരോ പ്രോഡക്റ്റും ബ്രാൻഡിന്റെ വാല്യൂ ആണ്. അപ്പോൾ അത് ഫ്രാഞ്ചൈസി ഔട്ട് ചെയ്യുമ്പോൾ അവർക്കത് വീണ്ടും റവന്യൂ മാത്രമായി മാറും. നമുക്കത് പറ്റില്ല എന്നുള്ളത് കൊണ്ട് തൽക്കാലം EBOs ആണ്, എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റ്സ് മാത്രമാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഔട്ട്ലെറ്റ് ഇടുന്നുണ്ട്, പക്ഷെ നിങ്ങൾ പറഞ്ഞൊരു സാധനം ഉണ്ട്, ഹൗ മച്ച് ഈസ് യുവർ ഓൺലൈൻ സെയിൽസ്, ഹൗ മച്ച് ഈസ് യുവർ ഓഫ്ലൈൻ സെയിൽസ്? 85% ഓൺലൈൻ തന്നെയാണ് ഇപ്പോഴും. ഈ 4 ഔട്ട്ലെറ്റ്സും കൂടെ ഒരു 15% റവന്യൂ കൊണ്ടുവരുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ അതിൻ്റെ അകത്ത് ഒന്ന് ഡബിൾ ഡൗൺ ചെയ്യണം. എന്തുകൊണ്ട് നിങ്ങൾ വീണ്ടും ഔട്ട്ലെറ്റ്സ് തുറക്കണേ പറ്റി ആലോചിക്കുന്നു? കാരണം ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ഇപ്പം കുറച്ചും കൂടെ ഇറ്റ്സ് ലൈക്ക് എ ബ്രാൻഡ് അംബാസിഡർ ഔട്ട്ലെറ്റ് അല്ലേ. ഒരു ഔട്ട്ലെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബ്രാൻഡിന്റെ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളത് ഔട്ട്ലെറ്റിൽ അറിയാൻ പറ്റും. അതെ. ഇപ്പൊ നമ്മുടെ കൊച്ചി ഔട്ട്ലെറ്റിൽ പോയിക്കോട്ടെ, ഏത് ഔട്ട്ലെറ്റിൽ പോയാലും ആ ബ്രാൻഡിന്റെ ടോൺ അല്ലെങ്കിൽ ആ ബ്രാൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്താണ് ആൻഡ് ദി എക്സ്പീരിയൻസ്, ആ പ്രോഡക്റ്റ് എന്താണ് അവിടെ നേരിട്ട് കയ്യിൽ കാണുകയാണ്. പക്ഷെ ഞാൻ ചിലപ്പോൾ പല നമ്മുടെ ആഡ്സും കണ്ടു കാണും, പക്ഷെ യു മൈറ്റ് ബി ഹെസിറ്റന്റ് ടു ബൈ ഇറ്റ്. ഞാൻ നേരിട്ട് കണ്ട് മേടിക്കുന്നതായിരിക്കും ഒന്നും കൂടെ. സോ യു ആർ ഗോയിങ് ടു അവർ ഔട്ട്ലെറ്റ്, യു ആർ സീയിങ് എ പ്രോഡക്റ്റ്, യു ആർ ട്രൈയിങ് ഇറ്റ് ഔട്ട്. ഇപ്പൊ ഞാൻ പലപ്പോഴും ഞാനും സ്വരൂപം നമ്മുടെ ഔട്ട്ലെറ്റ്സിൽ പോയി നിൽക്കാറുണ്ട്, ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ കൊച്ചിയിൽ പോണ സമയത്ത്. കാലിക്കറ്റിൽ ഇപ്പോഴാണ് വരാൻ പറ്റേ. ബട്ട് ദെൻ അഗൈൻ നമ്മൾ പോകുമ്പോ അവിടെ നിന്നിട്ട് ഞാൻ ആ നമ്മുടെ ട്രയൽ റൂമിന്റെ അവിടെ നിൽക്കുമ്പോ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കേറുന്ന ആളല്ല ഇറങ്ങി വരുമ്പം ഫീൽ ചെയ്യണം അയാൾക്ക്. അയാളുടെ ഫേസിന്റെ എക്സ്പ്രഷൻ ഭയങ്കരമായിട്ട് മാറും. ഹി ഫീൽസ് വെരി കോൺഫിഡൻറ്റ്, ഹി ഫീൽസ് വെരി ഹാപ്പി. യുനോ ആ ഒരു ചേഞ്ച് എനിക്ക് ഭയങ്കരമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ആ ബ്രാൻഡിന്റെ എക്സ്പ്രഷൻ ആണ്, ആ ബ്രാൻഡിന്റെ ഐഡന്റിറ്റി ആണ്. സോ എന്ത് വന്നാലും ഒരു ബ്രാൻഡിനെ അല്ലെങ്കിൽ അടുത്തറിയണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എൻ ഔട്ട്ലെറ്റ്. ഓഫ്ലൈൻ പ്രസൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. റിഗാർഡ്ലെസ് വേർ ദ സെയിൽ ഹാപ്പൻസ്. സെയിൽ നമ്മളെ സംബന്ധിച്ചുള്ള സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് നമ്മൾ അത് നോക്കും. വലിയ ബ്രാൻഡ്സ് നോക്കില്ല, പക്ഷേ ബ്രേക്ക് ഈവൻ ആവണം. അതെ അതെ, ബ്രേക്ക് ഈവൻ എന്തായാലും ആവണം. പിന്നെ ഓഫ്ലൈനിന്റെ കാര്യം എല്ലാവർക്കും ഒരു ഓഫ്ലൈൻ സ്റ്റോർ ഇടാൻ പറ്റില്ല എന്നുള്ള വാസ്തവം ഉണ്ടല്ലോ. ഒരു ഡീസെന്റ് ഇനഫ് ആയിട്ടുള്ള വലിയൊരു കട ആകുമ്പോൾ ആൾക്കാർക്ക് അറിയാം ഒരു എസ്റ്റാബ്ലിഷ് ബ്രാൻഡാണ്, ഒരു ട്രസ്റ്റ് ഫാക്ടറും കൂടെയാണ്. അതെ അതെ, കറക്റ്റ്. പിന്നെ നമുക്കുള്ളൊരു ചെറിയ തിങ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഓൺലൈൻ വെബ്സൈറ്റ്സിനെല്ലാം ഒരു സ്റ്റാൻഡേർഡ് ക്രൈറ്റീരിയാണ് 1.5% കൺവേർഷൻ റേറ്റ് എന്നുള്ള ഒരു ആവറേജ് ആണ് DTC വെബ്സൈറ്റ്സിന്. നമ്മൾ ചിലപ്പോൾ 2 വരെ പോകാറുണ്ട്, പക്ഷെ അത് എന്നാലും സ്റ്റിൽ അറൗണ്ട് ആവറേജ് തന്നെയാണ്. അതെ. പക്ഷെ കടകളിലേക്ക് വരുമ്പോഴത്തേക്ക് യൂഷ്വൽ ഔട്ട്ലെറ്റ്സിന് 10%, 20% ഒക്കെയാണ് കൺവേർഷൻ റേറ്റ്. നമുക്ക് 60 to 70% കൺവേർഷൻ റേറ്റ്. അതിൻ്റെ ഒരു ചെറിയ റീസൺ വെച്ചാൽ നമ്മുടെ പ്രോഡക്ട്സിന്റെ ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പ് കുറച്ച് ഭയങ്കര കൂടുതലാണ്. നമ്മുടെ പല ടോപ്പ് സെല്ലേഴ്സും ഇപ്പോൾ നമ്മുടെ ഒരു ഷർട്ട് നമ്മൾ ഇപ്പോൾ ഇറക്കിയായിരുന്നു, റേവൻ എംബ്രോയിഡറി എന്ന് പറഞ്ഞാൽ 3 months ബാക്ക് നമ്മുടെ ടോപ്പ് സെല്ലർ. അതിൻ്റെ ഇവിടെ ഒരു റേവൻ്റെ ഒരു എംബ്രോയിഡറി ഉള്ളത് 5 ലക്ഷം സ്റ്റിച്ച് ഉണ്ട് അവരൊറ്റ എംബ്രോയിഡറിയിൽ. അവരൊറ്റ ഷർട്ട് ഉണ്ടാക്കാൻ 4-5 മണിക്കൂർ എടുക്കും. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ലക്ഷറി ബ്രാൻഡ്സ് മാത്രം ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ്. അവർ സെല് ചെയ്യുന്ന 5,000, 10,000 ആയിരിക്കും സ്റ്റാർട്ടിങ്. നമ്മളിത് വിൽക്കുന്നത് വെറും 1,500 രൂപയ്ക്കാണ്. അപ്പോൾ ആ ഒരു സാധനം കൊണ്ടുവരുന്നത് നമ്മൾ മാത്രമാണ് ഇന്ത്യയിൽ റൈറ്റ് നോ. അങ്ങനത്തെ ഒരു ലക്ഷറി ക്രാഫ്റ്റ്മാൻഷിപ്പും ക്വാളിറ്റിയും ഈ പ്രൈസിംഗ്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ കാണുമ്പോൾ ആൾക്കാർ മടിക്കും. ഈ ക്വാളിറ്റി എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ, അറിയില്ലല്ലോ. പക്ഷെ നേരിട്ട് ഫീൽ ചെയ്യുമ്പോൾ ഇത്രയും ക്വാളിറ്റി ഉണ്ടല്ലേ, ഇപ്പോൾ ഇൻസ്റ്റന്റ് കൺവേർഷനാണ്. അപ്പോൾ ഓഫ്ലൈനിൽ നമുക്ക് നമ്പേഴ്സ് ഒന്നുകൂടെ സ്ട്രോങ് ആണ്. 20-25% പാറ്റ് പോസിറ്റീവ് ആണ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, ഫൈനൽ ടാക്സ്. അടിപൊളി. ഞാൻ ആക്ച്വലി ചെയ്യുന്ന ഒരു പരിപാടിയാണ്, ഞാൻ ഓൺലൈനിൽ ഒരു ബ്രാൻഡ് ഐഡന്റിഫൈ ചെയ്താൽ ഞാൻ ആ ബ്രാൻഡിന്റെ ഔട്ട്ലെറ്റ് പോകും, അത് ഇട്ട് നോക്കും, ചിലപ്പോൾ അവിടെ നിന്ന് ഒരെണ്ണം വാങ്ങിക്കും. പിന്നെ അത് ഇഷ്ടപ്പെട്ടേ പിന്നെ പട്ടപ്പടോ പറഞ്ഞിട്ട് ഓൺലൈനിൽ വാങ്ങിക്കല. അത് തന്നെയാണ്. സോ മേ ബി നിങ്ങളിപ്പം 85% ഓൺലൈൻ എന്ന് പറയുമ്പോൾ ഒരാൾ ചിലപ്പോൾ ആ 15% ചിലപ്പോൾ ഉണ്ടാവും, പക്ഷെ അവൻ വന്നിട്ട് വീണ്ടും പിന്നെ വാങ്ങിക്കൽ ഫുൾ ഓൺലൈനിലേക്ക്. അതെപ്പോഴൊന്നും മാപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ ആ കസ്റ്റമർ ജേർണി? ഇപ്പൊ ഇന്റർ കണക്റ്റഡ് ആണ് നമ്മുടെ എല്ലായിടത്തും. ഷോപ്പിഫൈ POS ആണ് ഔട്ട്ലെറ്റ്സിന്, ഷോപ്പിഫൈ വെബ്സൈറ്റിൽ. അതുകൊണ്ട് നമുക്ക് അറിയാം അവിടെ നിന്ന് അക്വയർ ആയ ആൾ വീണ്ടും വരുന്നത് ഇവിടെ നിന്നാണോ നേരെ തിരിച്ചാണോ. ഫുൾ ഷോപ്പിഫൈ POS ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളിപ്പോൾ ഏതൊക്കെ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ടോ മൊത്തത്തിൽ? ഇപ്പോൾ ചെക്കൗട്ടിന് ഗോക്വിക്കാണ് യൂസ് ചെയ്യുക. അപ്പോൾ കസ്റ്റമർ വെബ്സൈറ്റിൽ വന്നു അപ്പം തന്നെ ഡേറ്റ കളക്ഷൻ വേണ്ടിയിട്ട് ഗോക്വിക്കിന്റെ ഒരു ഇതുണ്ട്. ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കോഡ് കിട്ടും എന്നുള്ളതാണ്. പക്ഷേ ഫോൺ നമ്പർ കിട്ടുമ്പോൾ നമുക്ക് റീടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ആഴ്ച വർഗബിന് കണ്ടിരുന്നു ഈ ഗോക്വിക്കിന്റെ ഗ്രോത്ത് ഓഫീസറെ. ഓക്കെ അങ്ങനെ അത് ചെയ്യുന്നുണ്ട്. ചെക്കൗട്ട് ആണെങ്കിൽ മന്ത്ലി ചെക്കൗട്ട് നമ്മൾ ഗോക്വിക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഷോപ്ഫൈയിൽ ഈ പറഞ്ഞ പോലെ ഹെവിലി ഒരുപാട് പ്ലഗിൻസ് യൂസ് ചെയ്യുന്നില്ല. കൂടുതലും നമ്മൾ കുറച്ചുകൂടെ ഓതന്റിക് ബിൽഡ് ഫോർ ഷോപ്ഫൈ സാധനങ്ങൾ തന്നെയാണ് ചെയ്യാറ്. ഒരുപാട് നമ്പർ ഇല്ല. പിന്നെ റീടാർഗറ്റിംഗ് നമ്മളിപ്പോൾ തൽക്കാലം യൂസ് ചെയ്യുന്നത് വെബ് എൻഗേജ് എന്ന് പറയും. കുറച്ച് നല്ലൊരു ടൂളാണ്. നമുക്ക് ഡേറ്റ കളക്ഷനും അവരുടെ ആ ജേർണി നോക്കിയിട്ട് ഓട്ടോമാറ്റിക്കലി വാട്സാപ്പിലും മെയിലും ആയിട്ട് അവർക്ക് റീടാർഗറ്റിംഗ് പോകും. അത് നല്ലതാണ്. പിന്നെ ഗോക്വിക്കിൽ തന്നെ നമ്മൾ ഓർഡേഴ്സ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും അതും നമുക്ക് ഈ പറഞ്ഞ പോലെ കാർട്ട് റിക്കവറി അല്ലെങ്കിൽ ചെക്കൗട്ട് റിക്കവറി അവർക്ക് തന്നെ ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ചെക്കൗട്ടിനെ പോയിട്ട് ഷാൻ ഇട്ടിട്ട് പോയാലും അവർ തന്നെ റീകളക്ട് ചെയ്ത് തിരിച്ചു വന്ന സാധനം വാങ്ങിപ്പിക്കും. പിന്നെ ഈ പ്ലേസ് ചെയ്യുന്ന ഓർഡേഴ്സ് എല്ലാം നമ്മൾ ഇന്റർ കണക്റ്റഡ് ആണ് നമ്മുടെ ഈ WMS OMS. അപ്പോൾ വെബ്സൈറ്റിൽ വന്നതാണെങ്കിലും ഇല്ല കടയിൽ വന്നതാണെങ്കിലും ഇതെല്ലാം രജിസ്റ്റർ ആവുന്ന ആ WMS തന്നെയാണ്. WMS എന്ത് ടൂളാണ് യൂസ് ചെയ്യുന്നത്? ഈസി ഇ കോം എന്ന് പറയും. ഈസി ഇ കോം നിങ്ങൾ പറഞ്ഞു കുറച്ചൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്.
WMS നിങ്ങൾ ഈസി ഇക്കോം, പക്ഷെ വേറെ ഇതിലൊക്കെ ഒന്ന് നിങ്ങൾ ഇപ്പൊ മൈഗ്രേറ്റ് ചെയ്യുന്നു പറഞ്ഞു. മാറുന്നുണ്ട്. ഇൻക്രഫ് ഇൻഗ്രഫ് അവർ കുറച്ചുകൂടെ ഓട്ടോമേറ്റഡ് ആണ്. അതായത് മാനുവൽ ഇന്റർവെൻഷൻ വളരെ കുറവാണ്. നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മാനുവൽ ഇന്റർവെൻഷൻ വയ്ക്കരുത്. നമ്മൾ കുഞ്ഞ് സ്റ്റാർട്ടപ്പ് ആയിരുന്നപ്പോൾ ഉദാഹരണത്തിന് ഷാൻ ഒരു ഓർഡർ പ്ലേസ് ചെയ്തു. ഒരു അരമണിക്കൂറിന് ശേഷം നമ്മുടെ കസ്റ്റമർ വിളിച്ച് പറയുകയാണ് എനിക്ക് അഡ്രസ് ഒന്ന് മാറ്റണം, മാറ്റി തരും. അത് പറ്റിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഈസി കോമ്പിലെ ചെറിയ റൂൾസ് എടുക്കും. മാനുവൽ അടിച്ച് പറ്റും, പക്ഷേ ഇൻക്രഫിൽ അത് പറ്റില്ല. മാനുവലി ഒരു സാധനം ചെയ്യാൻ പറ്റില്ല, ഫുൾ ഓട്ടോമേഷൻ ആണ്. ഓർഡർ വന്നാൽ കൊറിയർ അസൈനായി പാക്കായി പോകുന്നവരെ ഫുൾ ഓട്ടോമേഷൻ. ആർക്കും തൊടാൻ പറ്റില്ല. അപ്പോൾ സ്കെയിൽ ചെയ്ത് കഴിയുമ്പോൾ അത് ഫൗൾ പ്രൂഫ് ആക്കാൻ അതാണ് നല്ലത്. സോ ദാറ്റ് ആർക്കും കയറി എന്തെങ്കിലും ഇടങ്ങേറുണ്ടാക്കാൻ പറ്റില്ല. മനസ്സിലായി. ഓക്കെ, വേറെ എന്ത് ടൂൾ നിങ്ങൾ അപ്പൊ മറ്റേ ഔട്ട്ലെറ്റിൽ യൂസ് ചെയ്യുന്നത് ഷോപ്പിഫൈ POS തന്നെയാണ്. ഓക്കെ, അപ്പൊ വേറെ ടൂൾസ് ഒന്നുമില്ല? വേറെ ഹെവിലി ടൂൾസ് പുറത്തുനിന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ഇൻഹൗസ് ആയിട്ട് ഡാഷ്ബോർഡ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. പവർ ബിയിൽ തന്നെയാണ് കുറച്ച് സ്ട്രോങ് ആയിട്ട് നമ്മൾ തന്നെ ഇതെല്ലാം മാപ്പ് ചെയ്തിട്ടുള്ള ഡേറ്റ എല്ലാം നമുക്ക് അവിടെ ഷോപ്പിഫൈന് പവർ ബിയിലേക്ക് പുഷ് ചെയ്യും. ഷോപ്പിൽ നിന്നും ഈസി കോമിൽ നിന്നും എല്ലാ ഇതിൽ നിന്നുള്ള ഡേറ്റ നമ്മൾ അതിലേക്ക് പുള്ളി. അപ്പൊ നിങ്ങൾക്ക് CTO ഇൻഹൗസ് CTO ഉണ്ടോ? അപ്പോൾ ടെക് ഹെഡ് ഉണ്ട് ഒരാൾ. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പണ്ട് നമ്മൾ കൊച്ചിയിൽ വിളിച്ച് ശല്യം ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ മൊത്തത്തിൽ പെയിൻ എടുത്തു. ചേട്ടൻ ഇവിടെ ആയിരുന്നു, TCSലായിരുന്നു കൊച്ചിയിൽ. പക്ഷെ ലാസ്റ്റ് മന്ത് he resigned and he joined. സ്കെയിൽ എത്തിയപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ ഫുൾ ടൈം ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഡാഷ്ബോർഡ് നമുക്ക് എല്ലാ ഡേറ്റയും കാണും. ഇപ്പൊ നമ്മുടെ സ്ട്രെങ്ത് വെച്ചാൽ നമ്മുടെ ഡേറ്റ പവർ ഹൗസ് ആണ്. ഈ 7 വർഷം അല്ലെങ്കിൽ 6 വർഷം അന്ന് ആൾക്കാർ ചോദിക്കുന്നത് എന്തിനാ സ്വന്തം വെബ്സൈറ്റ് ചെയ്യണേ, വല്ല ആമസോൺ മിന്ത്ര ചെയ്തു. പക്ഷെ ആ തീരുമാനത്തിന്റെ ആ റിസൾട്ട് നമുക്ക് ഇപ്പോഴാണ് കിട്ടുന്നത്. ഈ ഇത്രയും വർഷമായിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ ഫുൾ ഡേറ്റ, അഡ്രസ്, അവർക്ക് എന്ത് ഫാബ്രിക്കാണ് ഇഷ്ടം, എന്ത് കളറാണ് ഇഷ്ടം, എന്ത് സൈസാണ് അവർ ചൂസ് ചെയ്യുക, അവർ ഏത് പിൻകോഡാണ്, പിൻകോഡ് ലെവൽ ഡേറ്റ നമുക്ക് ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ഓരോ ഡിസിഷനും ഡേറ്റ ഡ്രിവൻ ആണ്. ആ ഡേറ്റ വെച്ച് നമ്മൾ ഡിസിഷൻ എടുക്കണം. പക്ഷെ നിങ്ങളാ ക്വാളിറ്റിയും ആ ഒരു ഡിസൈനും ആണ് നിങ്ങളെ വേറിട്ട് നിർത്തിയത് എന്ന് പറയാം. സോ ദാറ്റ് കസ്റ്റമേഴ്സ് ഡയറക്റ്റ് അത് കിട്ടണമെങ്കിൽ അവിടെ തന്നെ വരണം. ഓക്കെ, നൈസ്. ഇനി നമുക്ക് നമ്മളെ മാഫിയ, നമുക്ക് ഇക്കോ മാഫിയ എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിലും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതൊന്ന് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻസ്, പ്രമേഷ് നിങ്ങളെ ഫ്രണ്ടാ ഒന്ന്. സ്വരൂപ് ഒരു ഗെയിമറാണ്. ഹാസ് ഗെയിമിംഗ് ഹെൽപ്ഡ് യു ഇൻ യുവർ ജേർണി വിത്ത് മൈ ഡെസിഗ്നേഷൻ? യെസ് ഉണ്ട്, യെസ്, വെരി മച്ച്. അതിന് ഈ പറഞ്ഞ പോലെ ഞാൻ കളിച്ചിരുന്ന ഗെയിം ഡോട്ട എന്ന് പറയും, ഒരു സ്ട്രാറ്റജി ഗെയിമാണ്. ഷാൻ ഏജ് ഓഫ് എംപയേഴ്സ് കളിക്കുകയാണ്. യെസ്, അപ്പോൾ സ്ട്രാറ്റജി ഗെയിമാണ്. അപ്പോൾ അതിൽ 5v5 ആണ്. അപ്പം അന്ന് ഒരു ചെറിയ കാര്യം, നമ്മൾ അന്ന് കളിച്ചിരുന്ന സമയത്ത് നമ്മൾ ഒരു പരിധിവരെ ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് ടീം തന്നെ പറയാം, നല്ലോണം കളിക്കുമായിരുന്നു. പക്ഷെ അതിൽ ലെസൺ ഉണ്ടായിരുന്നു, ചെറിയ ലെസൺ. ഇപ്പോഴും ഞാൻ ലൈഫിൽ ടീംമേറ്റ്സിന് നമ്മുടെ അവിടെയുള്ള പിള്ളേർ പറഞ്ഞു കൊടുക്കാറ്. നമ്മുടെ ടീമിൽ അന്നത്തെ 5 പ്ലെയേഴ്സും ഹൈ റാങ്ക്ഡ് ഒന്നും അല്ല. ഇൻഡിവിജ്വൽ റാങ്ക് എടുക്കുമ്പോൾ നമ്മളെല്ലാം വീക്കാണ്. അതായത് 100, 200, 5000, 4000 ഒക്കെ നമ്മുടെ റാങ്ക്, നമ്മുടെ നാഷണൽ ലെവൽ അല്ലെങ്കിൽ ഏഷ്യൻ ലെവലിൽ. പക്ഷെ നമ്മുടെ ടീമിന്റെ റാങ്ക് ഫസ്റ്റ് സെക്കൻഡ് വരും. പക്ഷെ നേരെ മറിച്ച് മറ്റേ ടീംസിലൊക്കെ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും ഇഡിൽ റാങ്ക് ഉള്ളവന്മാരൊക്കെ ടീമുണ്ട്. ഇവന്മാരൊക്കെ നമ്മൾ സുഖമായിട്ട് തോപ്പിക്കുകയും ചെയ്യും. അതിന്റെ റീസൺ വെച്ചാൽ 5 പേര് തമ്മിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ടീമിനേക്കാളും എത്രയോ ഭേദമാണ് ഒരാൾ പറയുന്ന കേൾക്കുന്ന സ്കില്ലില്ലാത്ത 5 പേരുടെ ടീം, ഒറ്റ ടീം. യെസ്, ഞാൻ ഒരു വിളിച്ചാൽ അത് ചെയ്യും, അത്ര തന്നെ. അവിടെ എന്തിന് ഏത് എന്നുള്ള തെങ്ങില്ല. അതായിരുന്നു ആ ടീമിന്റെ സ്ട്രെങ്ത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ അതിനാണ് ഫോളോ ചെയ്യണത്. നമ്മളൊരു കാര്യം പറഞ്ഞാൽ ഇതിനേക്കാളും അതല്ലേ ബെറ്റർ, അതിനേക്കാളും ഇതല്ലേ ബെറ്റർ എന്നൊരു ചോദ്യമില്ല. ഒരു കോൾ വരുന്നു, എല്ലാവരും ചെയ്യുന്നു. ഡിസിഷൻ എടുക്കുക, then don't look back. യെസ്, ഡിസിഷൻ എടുക്കുക, ഡോണ്ട് ലുക്ക് ബാക്കിനെ കാട്ടിയും ഡിസിഷൻ എടുക്കുന്നതിന് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ടീം, ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ട്രൂ. കട്ടക്ക് കൂടക്കുക. എക്സാക്ട്ലി. അടിപൊളി. ഓക്കെ, ലീഗൽ സൈറ്റ്സ് ഫസ്റ്റ് രജിസ്റ്റേർഡ് ബിസിനസ് ടൈപ്പ് വെൻ GST രജിസ്റ്റേർഡ്. ആ ഒരു പിന്നെ എനിക്കൊന്ന് ആ രജിസ്ട്രേഷൻ പ്രോസസ്സിലൂടെ കൊണ്ടുപോയാൽ മതി. അതെങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്സ്? നമ്മൾ ആദ്യം LLP ആയിരുന്നു തുടങ്ങിയ പോലെ. ഇപ്പോൾ LLP ആയിരുന്നു. ഡേ 1 തൊട്ട് LLP ആയിരുന്നു. LLP ആയിരുന്നു. ഓക്കെ, ഡേ 1 നിങ്ങൾ കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? അതെ, LLP ആയിട്ട് രജിസ്റ്റർ ചെയ്തു, പാർട്ണർഷിപ്പ് ആയിട്ട്. അതിന്റെ റീസൺ വെച്ചാൽ നമുക്ക് അന്ന് ഫണ്ട് റേസ് ചെയ്യുന്നുള്ളൊരു ധാരണയൊന്നും ഇല്ലായിരുന്നു. പിന്നെ 2 ടാക്സ് സൈഡ് ആണെങ്കിലും കുറച്ച് ഗുണമുള്ളത് LLPയിലായിരുന്നു. പക്ഷേ ഈ ഫണ്ട് റേസിങ്ങിന്റെ ടൈം എത്തിയപ്പോഴത്തേക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കുന്നത്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ, അങ്ങനെ വേറെ ഒരു വലിയ വ്യത്യാസം തോന്നിയിട്ടില്ല. ഓക്കെ, പിന്നെ GSTയുടെ സൈഡ് ആണെന്നുണ്ടെങ്കിലും സെയിം GST തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. പ്രൈവറ്റ് ലിമിറ്റഡ് ആയപ്പോൾ പുതിയൊരു GST എടുത്തു, അത് ഈസിയാണ്. മനസ്സിലായി. അതിനു മുമ്പ് നിങ്ങൾ എന്തിനാണ് LLP ചെയ്ത്? നിങ്ങൾക്ക് ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പും ആ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത്. അങ്ങനെ ഡിസിഷൻ പോകാൻ കാരണം? LLPക്ക് ആയിരുന്നു കൂടുതലും ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നത്, കുറച്ച് രീതിയിൽ അന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ 2 നമ്മൾ നെഗറ്റീവിലാണെന്നുണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടി വരില്ല എന്നുള്ള കുറച്ച് ഗുണം. പിന്നെ 3 നമ്മൾ 2 പാർട്ട്നേഴ്സാണ്. അപ്പോൾ ഈക്വലി 50-50ക്ക് എപ്പോഴും LLP തന്നെയാണ് ബെറ്റർ. ഓക്കെ, പിന്നെ ലീഗൽ സൈഡാണ്. ചെറിയ ലീഗൽ സൈഡ് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പാണ്. ആ ലിമിറ്റഡ് ലയബിലിറ്റിയുടെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് ഉണ്ടാകുന്ന ലയബിലിറ്റീസ് നേരിട്ട് നമ്മളെ പേഴ്സണലി എഫക്ട് ചെയ്യില്ല. ആ ഒരു ചെറിയ ബെനിഫിറ്റ് അതിനുണ്ട്. അസറ്റ്സ് മേലെ എഫക്ട് ചെയ്യില്ല. യെസ്, അസറ്റ്സ് ഒന്നും ഇല്ല, എന്നാലും ഏതെങ്കിലും വന്നാലോ. ഓക്കെ, ഹൗ ഡൂസ് ഫെലിക്സ് അയച്ച് മറ്റേ fixmystore.com പറഞ്ഞിട്ടൊരു CRO കൺവേർഷൻ ഏജൻസി ഉണ്ട്, ടൂൾ ഉണ്ട്, അതിൻ്റെ ഫൗണ്ടറാണ്. സോ ഹീസ് ആസ്കിങ് ഹൗ ഡു ഫൗണ്ടേഴ്സ് സ്പ്ലിറ്റ് ദ ടാസ്ക്? നൗ ദേ ഹാവ് ഓഫ്ലൈൻ, ഹൗ ഡു ഓപ്പറേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് വർക്ക്സ്? ആദ്യം സ്പ്ലിറ്റ് ദ ടാസ്ക് പറയാം. നമ്മൾ എങ്ങനെയാണ് ടാസ്ക് സ്പ്ലിറ്റ് ചെയ്ത്?
ഞാൻ എൻ്റെ സൈഡ് പറയാം. ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ സൈഡ് ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ് ആ സൈഡാണ് ഞാൻ ചെയ്യുക. അപ്പം ഞാൻ അതിൽ എന്ത് ചെയ്താലും ഒരു രീതിയിലും ഗോപു ക്വസ്റ്റ്യൻ ചെയ്യില്ല. യു ഡു ഇറ്റ്, ഐ ആം ദെയർ. സിമിലർലി നമ്മുടെ ക്രിയേറ്റീവ് കണ്ടന്റ് ആൻഡ് സോഷ്യൽ ഗെയിം ഫുൾ ഗോപുവാണ് ഹാൻഡിൽ ചെയ്യണം. നമ്മുടെ എന്ത് ഡിസൈൻസ് നിങ്ങൾ കണ്ടാലും ഇല്ല അടിപൊളി വൈറൽ കണ്ടന്റ്സ് കണ്ടാലും പേജ് കണ്ടാലും എവറിത്തിങ് ഗോസ് ത്രൂ ഹർ ഹെഡ്. അവിടെ ഞാനും ക്വസ്റ്റ്യൻ ചെയ്യില്ല എന്തിനാ ചെയ്യണം ഇങ്ങനെ. സോ ദാറ്റ്സ് എ ബേസിക് മ്യൂച്വൽ റെസ്പെക്ട് ദാറ്റ് വി കീപ്. അത് ഫ്രം ഡേ 1 മുതൽ ഇപ്പോൾ ഉള്ളത് വൺ ഓഫ് ദ സ്ട്രെങ്സ് എന്ന് ഞാൻ പറയാം. ദാറ്റ്സ് ഹൗ വി കീപ്. ചോദിച്ചാൽ വീട്ടിലടിയാവും ആരോ. ഓക്കെ, നൗ ഓപ്പറേഷൻസ് ആൻഡ് ലോജിസ്റ്റിക്സ് നിങ്ങൾക്ക് ഓഫ്ലൈനും കൂടി ഉണ്ടായിട്ടുണ്ട്. ഹൗ ഡസ് ദാറ്റ് ലുക്ക് ലൈക്ക് ആ ഓപ്പറേഷൻസ് മോഡൽ? ഓപ്പറേഷൻസിന് നമുക്ക് മെയിനായിട്ട് സപ്ലൈ ചെയിൻ സൈഡ് സ്ട്രോങ് ആക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് സമയത്ത് സാധനം എത്തണം, ഇല്ലെങ്കിൽ ദാറ്റ് ഓപ്പർച്യൂണിറ്റീസ് മിസ്ഡ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ മോഡൽ ചെറിയ ഹെൽപ്പും അതാണ്. നമ്മൾ പാൻ ഇന്ത്യ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇവിടെ നിന്ന് ഗുർഗാവണിലോട്ട് ഒരു സാധനം എത്തിക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ നിന്ന് ബാംഗ്ലൂർ എത്തിക്കണമെങ്കിൽ രാത്രി ബസ് കയറിയോട്ടെ രാവിലെ ഇവിടെ എത്തും. നമ്മൾ അതുകൊണ്ടാണ് ഓഫ്ലൈൻ ഇവിടെ നിന്ന് സ്പ്രെഡായി ക്ലസ്റ്റർ ബൈ ക്ലസ്റ്റർ പോകുന്നത്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നമുക്ക് വെയർ ഹൗസ് ഉണ്ട്, ഡെയിലി ആണ് അവിടെ റീസ്റ്റോക്ക് വരുന്നത്. വെരി ഈസി, ഫ്രീ ഓഫ് കോസ്റ്റ്. നമ്മൾ ആളിനെ ബൈക്കിൽ പോകും. കൊച്ചി ആണെന്നുണ്ടെങ്കിലും വൈകുന്നേരം ബസ് കയറി വിട്ടാൽ അടുത്ത ദിവസം രാവിലെ ഇവിടെ എത്തും. ഈസി. നമ്മൾ അതുകൊണ്ട് 2 ദിവസം ഒരിക്കൽ റീസ്റ്റോക്ക് ചെയ്യും. കോഴിക്കോടും സെയിം, രാത്രി ബസ് കയറിയോട്ടെ രാവിലെ ഇവിടെ എത്തും. ബാംഗ്ലൂരും സെയിം ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഓഫ്ലൈൻ ആ രീതിയിൽ പിടിക്കുന്നത്. സോ ദാറ്റ് സ്ലോലി ബേബി സ്റ്റെപ്സ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ പാൻ ഇന്ത്യ നേരെ മുംബൈയിലൊരു കട ഇടാം, പക്ഷെ അവിടെ ഈ പറഞ്ഞൊരു പ്രശ്നം വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബസ്സാണ് മെയിൻ, ബസ് കയറ്റില്ല. യൂസ് ടു ബി, അത് പറ്റില്ല. കുറച്ചുകൂടി സെറ്റപ്പ് ഉണ്ട്. ഇപ്പൊ നമ്മൾ വീക്ക്ലി പറയുന്ന മാതിരി നമുക്ക് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാം. അപ്പൊ അതിന്റെ റീപ്ലനിഷ്മെന്റും കാര്യങ്ങളിലൊക്കെ ഒരു ടീമുണ്ട്. ആ ടീം തന്നെ ആയിരിക്കും അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതും. അവർ അതിനനുസരിച്ചിട്ട് ഡേറ്റ കൊടുക്കും വെയർ ഹൗസ് അത് ട്രാൻസ്പോർട്ട് ചെയ്യും. കുറച്ചൊക്കെ ഇപ്പം സ്കെയിൽ ചെയ്യുമ്പോൾ ഇറ്റ്സ് അബൌട്ട് എഫിഷ്യൻസി. നമുക്ക് പണ്ട് ചുമ്മാ എങ്കിലും ബസ് കയറ്റി വിടാം, നമുക്കൊന്നും അറിയണ്ട. ഇപ്പൊ ഒരു ഫുൾ ട്രക്ക് ബുക്ക് ചെയ്ത് വരണം. അപ്പൊ ഒരു ഫുൾ ട്രക്കിന്റെ അകത്ത് ഓരോ ബോക്സ് വെക്കുന്നതിന് വരെ ഡയമെൻഷൻ ഉണ്ട്. ആ ട്രക്കിന്റെ സൈസ് ഇതാണ്. അപ്പോൾ ഈ ഡയമെൻഷനുള്ള ബോക്സ് ആണെങ്കിൽ കറക്റ്റ് 10 എണ്ണം വയ്ക്കുക. ആ ഡയമെൻഷൻ 1 സെന്റിമീറ്റർ മാറി കഴിഞ്ഞാൽ 8 വെക്കാൻ പറ്റും. അപ്പോൾ സ്പേസ് എഫിഷ്യൻസി വേസ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ഇപ്പോൾ ഫുൾ വർക്ക് ആകുന്നത്. ഓക്കെ, നൈസ്. ഏർലി മൂവേഴ്സ് ഇൻ ഷോപ്പിഫൈ ഫ്രം കേരള ഹൗസ്, അത് നമ്മൾ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞു, ഇനിയിപ്പോൾ അവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഹൗ ടു ഗോ മൾട്ടി സ്റ്റേറ്റ് ഫാൻ ബേസ്, അത് ഞാൻ ചോദിച്ചിട്ടില്ല. കമ്പയർഡ് ടു യുവർ കോമ്പറ്റീറ്റേഴ്സ്, അതെങ്ങനെയാണ്? മീൻസ് ഇവിടെ തമിഴ്നാട്ടിലേക്ക് പോയപ്പോൾ എന്താ സംഭവിച്ചു? അതെ, നമ്മുടെ കോമ്പറ്റീറ്റർ എന്ന് പറയാനായിട്ട് ദ തിങ് ഈസ്, ഇപ്പൊ മൈ ഡെസിഗ്നേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കോമ്പറ്റീഷൻ ആയിട്ട്, അതായത് നമ്മുടെ മോട്ടീവ് ഡിസൈൻ, റൈറ്റ്? ഇപ്പോ നമുക്ക് സോൾ സ്റ്റോർ എടുക്കാം. സോൾ സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ മാർവൽ, DC അങ്ങനെയുള്ള മെർച്ചൻഡൈസ് ആണ് അവര് സെല് ചെയ്യുന്നത്. അതായത് വേറൊരു മെർച്ചൻഡൈസ് ആണ് അവർ സെല് ചെയ്യുന്നത്. But what my designation is doing, we are not selling any other people's merchandise. We are selling our own merchandise. അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കോമ്പറ്റീഷൻ എന്നുള്ളതിനെക്കാട്ടിയും നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് കർണാടകയിലോട്ട് പോയി, മഹാരാഷ്ട്രയിലോട്ട് പോയി. സോ വി ആർ സെല്ലിങ് അവർ ഡിസൈൻസ്, ദ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓൾസോ ദി കൾച്ചർ. ഇപ്പോൾ കർണാടകയിലാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ബാംഗ്ലൂർ? ബാംഗ്ലൂരിന്റെ റിലേറ്റബിലിറ്റി എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണ്? ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ചെന്നൈ, വാട്ട് ചെന്നൈ പീപ്പിൾ ലൈക്സ് ടു റിലേറ്റ് ടു, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ജല്ലിക്കെട്ട് അല്ലെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അബൌട്ട് ദ ഫുഡ്, ദ കൾച്ചർ, ദാറ്റ് നോയ്സ്. അതൊക്കെ ബാംഗ്ലൂരിലെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. മഹാരാഷ്ട്ര ആണെന്നുണ്ടെങ്കിലും അങ്ങനെ പല പല കാര്യങ്ങളും ആണ്. നമ്മൾ ആ സ്ട്രാറ്റജി അനുസരിച്ചിട്ടാണ് നമ്മൾ മൂവ് ചെയ്യാറ്. പിന്നെ ഇപ്പൊ മൈ ഡെസിഗ്നേഷന് നമ്മളൊരു കാര്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നേ വരെ ഇന്ത്യയിൽ നമ്മുടേതായിട്ടുള്ള ഒരു മെർച്ചൻഡൈസ് ഇല്ല. ഹീറോ മെർച്ചൻഡൈസസ് അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എന്താ പറയാ, മാർവലും അയൺമാനും DC ഒക്കെ മാതിരി ഇവിടെ ഇന്ത്യയിലില്ല. സോ വി ആർ ക്രിയേറ്റിംഗ് അവർ ഓൺ യൂണിവേഴ്സ്. നമ്മുടേതായിട്ടുള്ള യൂണിവേഴ്സിൽ നിന്ന് വരുന്ന കൾച്ചറൽ ഹീറോസ്. നമ്മൾ പണ്ട് മിത്സ് കേൾക്കാറുണ്ടല്ലേ, ഈ പറയണ എന്താ പറയാ, ഓട്ടം തുള്ളലും അങ്ങനത്തെ പല കാര്യങ്ങളും. അതുപോലെ ഒരു ഹീറോ, ഒരു വേൾഡ്, ഒരു മെർച്ചൻഡൈസ് നമ്മൾ ബിൽഡ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളുമാണ് മൈ ഡെസിഗ്നേഷന്റെ USP അപ്പാർട്ട് ഫ്രം ദ കോമ്പറ്റീഷൻ. നമ്മൾ ആദ്യമായിട്ട് ഇറക്കിയ ഒരു സാധനമുണ്ട്, ഒരു കോമിക് നമ്മൾ ഇറക്കി. നമ്മുടെ എല്ലാ ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ് നമ്മൾ അയച്ചു കൊടുത്തു. ഇവരും തന്നെ ഒരു കോമിക് അയച്ചു തരണം, ഇവരുടെ ഇതെന്താ ചെയ്യണമെന്ന് അവർ മനസ്സിലായില്ല. അടുത്ത ആഴ്ച നമ്മൾ പ്രോഡക്റ്റ് ഇറക്കി. അപ്പോൾ ഇതിന്റെ കോമിക് ആണെന്ന് വന്നത്. ഈ കോമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തെയ്യം സാമുറായി, അതാണ് ക്യാപ്റ്റന്റെ പേര്. അതായത് തെയ്യം ആർട്ട് വർക്ക് ചെയ്യുന്ന, എന്നാൽ ഹീസ് എ സാമുറായി ഇൻസൈഡ്. അപ്പൊ അങ്ങനെ ഒരു തെയ്യം സാമുറായി, കാരണം തെയ്യം ഇവിടെ കേരളയിലെ ഒരു ആർട്ട് ഫോം, സാമുറായി ജാപ്പനീസ് ഒരു ആർട്ട് ഫോം, ഇത് രണ്ടും കൂടെ എങ്ങനെ മിക്സ് ആവുന്നു. സോ അങ്ങനെയുള്ള ഹൈബ്രിഡ് കോമിക്സും ക്യാരക്ടേഴ്സും വെച്ചിട്ട് നമ്മൾ സാധനങ്ങൾ ഇറക്കാൻ തുടങ്ങി. അത് ആൾക്കാർ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. എല്ലാരും യൂണിവേഴ്സിന് പറയുക, മറ്റേ യൂണിവേഴ്സിൽ നിങ്ങളൊരു പാർട്ടാണല്ലോ, ലോക യൂണിവേഴ്സിൽ. നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 7 to 8 months ബാക്ക് ആയി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. ബട്ട് വെരി ഹാപ്പി ടു സീ ദാറ്റ്
റൈറ്റ് നോ കേരളയിൽ നിന്ന് ഇങ്ങനെ Yeah. പല യൂണിവേഴ്സസും വരുന്നത്. കേരളക്ക് ഇപ്പൊ സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട് ഇന്ത്യയിൽ. ആ. കേരള പടം ഹിറ്റ് പടമാണ്, കേരള ഇതാണെന്ന് പറയുമ്പോൾ വരുന്നുണ്ട്. അത് നമ്മൾ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മലയാളികൾക്ക് നമ്മുടെ പുറത്തുള്ള ട്രസ്റ്റ് ഉണ്ടല്ലോ, Yeah. അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. ഇത് മറ്റേ വേറെ യൂണിവേഴ്സ് ഉണ്ടല്ലോ, ബേസിൽ ടൊവിനോ യൂണിവേഴ്സ്. ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് നൈസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് കഴിഞ്ഞു. ഞാൻ ഇനി അടുത്ത ഗ്രൂപ്പ് എടുക്കട്ടെ. ഒരു ഡിസൈൻ കളക്ഷൻ ലോഞ്ച് ചെയ്യുമ്പോൾ ആ പ്രോസസ് എന്താ? ഹൗ ഡസ് ദാറ്റ് പ്രോസസ് ലുക്ക് ലൈക്ക്? സോ ബേസിക്കലി വി ഹാവ് എൻ ഇന്നോവേഷൻ ലാബ്. ഉം. ഈ പറയണ നമ്മുടെ സയൻസ് ലാബ് എന്നൊക്കെ പറയണ മാതിരി നമുക്കൊരു ഇന്നോവേഷൻ ലാബ് ഉണ്ട്. ഇവിടെ നടക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ഒരു ബ്രാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു വാട്ട് ഈസ് ദാറ്റ് ബ്രാൻഡ് അബൌട്ട്, ആ ബ്രാൻഡിൽ ഇല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ ബ്രാൻഡിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ സ്റ്റഡി ചെയ്യാറുണ്ട്. അതല്ലാണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ ഇന്നോവേറ്റീവ് ആയിട്ട് കൊണ്ടുവരാം, നമ്മളതിന് NPD എന്നാണ് വിളിക്കുന്നത്, ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്. ഇപ്പോൾ സ്വരൂപ് നേരത്തെ പറഞ്ഞൊരു ഷർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റേവൺ അല്ല, അല്ലാണ്ട് നമുക്കൊരു ഷർട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. സോ യൂഷ്വലി ഒരു ഷർട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പുള്ളി ഇട്ടിരിക്കുന്ന ഷർട്ടിൽ സിംഗിൾ പ്ലാക്കറ്റ് അല്ലേ, ഇത് പോകുന്ന ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോണേ. ഈ ഒരു പ്രധാന പ്ലാക്കറ്റ്, ഈ ബട്ടൺ ഇടുന്ന സ്ഥലം സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത്. എന്താണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? നമ്മൾ ബട്ടൺ ഇടുന്ന സ്ഥലം Okay, സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത്. okay. സോ നമ്മുടെ ഇപ്പൊ ഇറക്കിയ ഒരു സെർപ്പന്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാക്കറ്റ് സ്ട്രെയിറ്റ് അല്ല, ഇത് കേർവ്ഡ് ആയിട്ടാ പോകുന്നത്, സ്നേക്കിനെ പോലെ തന്നെയായിരിക്കും പോകുന്നത്. Okay. ആൻഡ് ഇറ്റ് ഹാഡ് ലോട്ട് ഓഫ് എംബ്രോയിഡറി ഇൻ ഇറ്റ്. ആൻഡ് ആ സ്നേക്ക് പോകുന്നത് ത്രൂ ഹിസ് കോളർ. ഇങ്ങനെ അതായത് നമ്മൾ മറ്റേ ശിവൻ സ്നേക്കിന് തലയിൽ പാമ്പിനെ എടുത്തിട്ടില്ലേ, അപ്പൊ അങ്ങനത്തെ പലതരം എന്താ വിയേർഡ് ആയിട്ടുള്ള NPDs, അതായത് ഒരുപാട് തരം കോമ്പിനേഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ദർ ബി ലോട്ട് ഓഫ് ഫെയിലിയേഴ്സ്, ദർ ബി ലോട്ട് ഓഫ് സക്സസ്. ഇപ്പൊ ഈ ഓണം ഷർട്ട് പൊതുവെ നമ്മൾ ഓണത്തിന് നമ്മൾ സിൽക്കും കാര്യങ്ങളൊക്കെയാണ് ആൾക്കാർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്, കസവും കാര്യങ്ങളൊക്കെ. സോ ദിസ് ഇസ് ബേസിക്കലി എ മൊഡാൽ സാറ്റിൻ സിൽക്ക്. സിൽക്കിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പരിധിക്ക് കൂടുതൽ വേർത്ത് കഴിഞ്ഞാൽ എസ്പെഷ്യലി നമ്മുടെ അണ്ടർ ആംസിൽ ആ ഫാബ്രിക് ഇങ്ങനെ ടിയർ ചെയ്ത് വരും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഓണം എന്ന് പറഞ്ഞാൽ എന്താണ്? വേർക്കുക. അവിടെ അല്ലെ സെലിബ്രേഷൻസ്, ഇറ്റ് ഈസ് അബൌട്ട് നമ്മൾ അവിടെ എന്താ പറയാ വടംവലി അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ബഹളമായിരിക്കുമല്ലോ. സോ ആ ഒരു ഇന്നോവേഷൻ അതിന്, അതായത് എന്ത് ആൾക്കാർക്ക് കംഫർട്ടബിൾ ആക്കാം. സോ വെൻ ദേ സ്വെറ്റ് ഓൾസോ ദാറ്റ് ഫാബ്രിക് ഷുഡൻ ഗെറ്റ് ടിയേർഡ്. അപ്പൊ ഇതിൽ നമ്മൾ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് എ മൊഡാൽ സിൽക്ക് സാറ്റിൻ. ഇത് എത്ര വേർത്താലും ഇത് കീറില്ല. ആൻഡ് ഓൾസോ മേക്കിംഗ് ഷുവർ ദാറ്റ് ഇതിന്റെ ഷൈൻ അപ്പോഴും ഉണ്ടാവും. നമ്മള് 3 മാസം മുമ്പ് ഇവനെ കണ്ടപ്പോൾ ഞാൻ ഈ സെയിം ഷർട്ട് ആയിട്ടിരുന്നു. അതെ, പക്ഷെ ആ സമയത്ത് നിങ്ങൾ അതിന്റെ അപ്പൊ നമ്മൾ എന്ത് പ്രോഡക്റ്റ് ഇറക്കുമ്പോഴും യുണീക്ലോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് എ ജാപ്പനീസ് ബ്രാൻഡ്. ആൻഡ് വൈ ദ ബ്രാൻഡ് ഇസ് സോ ഫേമസ് ഇസ് ബിക്കോസ് അതിന്റെ പിന്നിലുള്ള ഇന്നോവേഷൻസ് അല്ലെങ്കിൽ ടെക്, അത് നമ്മൾ പ്രോഡക്ട്സിൽ അതേ ടെക്നോളജിയാണ് നമ്മളിവിടെ അഡാപ്റ്റ് ചെയ്യുന്നത്. ഇത് ഡിസൈനും ഉണ്ട്, അതുമാതിരി തന്നെ നമ്മൾ കംഫർട്ടും ക്വാളിറ്റി കംഫർട്ട് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാം. സോ ഒരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ നമ്മൾ അതിന്റെ പുറകിൽ ഇടുന്ന എഫേർട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഹ്യൂജ്. ഫിനോമിനൽ ദാറ്റ് ഇസ് ദി ഔട്ട്സൈഡ് പെർസ്പെക്റ്റീവ്. പക്ഷെ ഓരോ പ്രോഡക്റ്റ് മാസങ്ങളുടെ റിസർച്ച് ഉണ്ട് പല പ്രോഡക്ട്സിന്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ഗാർഡിയൻ എന്ന് പറഞ്ഞ ഷർട്ട് ഇറക്കി. അപ്പൊ ആ ഷർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ഒരു ഡ്രാഗന്റെ എംബ്രോയിഡറി വരുന്ന ഷർട്ടാണ്, ബ്ലാക്ക് ഷർട്ട്. അതിന്റെ ബട്ടൺസ് തോന്നി പറഞ്ഞാൽ ഡബിൾ പ്ലാക്കറ്റ്, അതായത് ബട്ടൺസ് ഇടുന്നത് കാണത്തില്ല, ബട്ടൺസിന് ഇതിന്റെ പുറത്തുകൂടെ ഒരു പ്ലാക്കറ്റ് കൂടി. ആൻഡ് ഈ ചൈനീസ് നോട്ട് ഉണ്ട്, ഇങ്ങനെ ചൈനീസ് ജാക്കറ്റ്സിനുള്ളൊരു നോട്ട് ഉണ്ട്, വട്ടം ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ബോൾ പോലെ കാണും, എന്നിട്ട് വട്ടം പിടിച്ച് അതിലിടും. അതാണ് ഡിസൈൻ. ഇത് ചെയ്യാനായിട്ട് എത്ര 6 monthsoളം ഇന്നോവേഷൻ ചെയ്താണ് പ്രോഡക്റ്റ് ഇറക്കിയത്. അതായത് ഇറക്കി ഒരാഴ്ചക്കുള്ളിൽ സോൾഡ്. അപ്പൊ നിങ്ങളൊരു സ്പെസിഫിക് ടൈം പീരീഡ് വെക്കുന്നില്ല പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ എത്ര സമയം, അങ്ങനല്ല. അത് ശരിയാണ്. നമ്മൾ ബാക്കി എല്ലാ ബ്രാൻഡ്സും ഫാസ്റ്റ് ഫാഷൻ, നമ്മൾ ഇത് കാണുന്ന എല്ലാ ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡ്സും നമ്മളെ സ്ലോ ഫാഷൻ എന്നാണ് വിളിക്കുന്നത്. കാരണം നമുക്കൊരു ധൃതിയില്ല, ഇതിപ്പോൾ ഇറക്കിയില്ലെങ്കിൽ അയ്യോ എന്നുള്ളതില്ല. പക്ഷെ ഇറക്കുന്ന സാധനം പക്കയായിരിക്കണം, അത് കസ്റ്റമേഴ്സിന് മാക്സിമം വാല്യൂ ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഷൂട്ട് ചെയ്യാണ്ടെന്ന്. ഇറക്കുകയാണെങ്കിൽ ഫുൾ ഫോമിൽ ഇറക്കണം. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഒരു പ്രോഡക്റ്റ് ഇറക്കുകയാണെങ്കിൽ ദാറ്റ് പ്രോഡക്റ്റ് ഇസ് ഹിയർ ടു സ്റ്റേ റാദർ ദാൻ ജസ്റ്റ് ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ അതിനെ യൂസ് ആൻഡ് ത്രോ എന്നുള്ളതിന് പകരം ആ പ്രോഡക്റ്റ് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് വരുന്ന പ്രോഡക്റ്റ് ആണ്. അങ്ങനെ നമുക്ക് എനിക്ക് തോന്നുന്നു 3 വർഷം മുന്നേ ഇറങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ് ഇപ്പോഴും നമുക്ക് ടോപ്പ് 10 പ്രോഡക്ട്സ് ഉണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻസ് തീർന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടത്. AI ഭയങ്കര സംഭവമാണല്ലോ. എങ്ങനെയാണ് നിങ്ങൾ AI കാണുന്നതും എങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതും? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ടൂള് മാത്രമാണ്. പക്ഷെ ആ ടൂളിനെ റൈറ്റ് സ്പേസിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അറ്റ്ലീസ്റ്റ് നമ്മുടെ വിശ്വാസത്തിൽ. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ചെറിയ എക്സാമ്പിൾ പറയാം. നമ്മുടെ ഓണം സമയത്ത് നമ്മൾ വിചാരിച്ചതിനേക്കാളും ഡബിൾ വോളിയം കയറി. ചില സമയത്ത് കൂടുതൽ ഓർഡർ വന്നാലും പ്രശ്നമാണ്.
ചില സമയത്തല്ല എല്ലാ സമയത്തും പ്രശ്നമായിരിക്കും. നമ്മൾ ഇപ്പൊ റവന്യൂ മാത്രം നോക്കുന്നവർക്ക് സന്തോഷമാണ്, പൈസ വന്നു. പക്ഷെ നമുക്ക് ഒരു ബ്രാൻഡ് ബിൽഡിംഗ് എന്ന രീതിയിൽ ആൾക്കാരെ കെയർ ചെയ്യുക, ആ ഒരു സർവീസ് കൊടുക്കാൻ നമുക്ക് പ്രധാനം. അതെ. പക്ഷെ ഓണത്തിന് ചെറുതായിട്ട് കയ്യിൽ നിന്ന് പോയിട്ട് നമുക്ക് ആൾക്കാരെ സാധനം എത്തിക്കാൻ പറ്റാത്ത സിറ്റുവേഷനും അല്ലെങ്കിൽ വിളിക്കുന്ന ആൾക്കാരെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സ്റ്റേജ് വന്നു. ഇപ്പോൾ ഒരു ദിവസം 1200 കോളൊക്കെ വരാൻ തുടങ്ങി. നമുക്ക് ആവറേജ് വന്നത് 300ഉം 250 ഒറ്റയടിക്ക് നെക്സ്റ്റ് ഡേ വിട്ടത് 1200 ആയപ്പോൾ നമ്മുടെ ടീം ആകെ 15 പേരുള്ളൂ. ഇവരെടുത്തിട്ട് പറ്റുന്നില്ല, ഇവർ 24 hours ഇരുന്നിട്ടും എടുത്ത് തീരുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ഇഷ്യൂസ് വന്നപ്പോൾ നമ്മൾ പഠിച്ചു വി ഹാവ് ടു ഇന്റഗ്രേറ്റ് AI. അപ്പോൾ ഈ മന്ത് മുതൽ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പകുതിക്കുള്ളിൽ ചാറ്റ്സും കോൺവെർസേഷൻസും AI ചാറ്റ് ബോട്ട്സ് ആക്കി ഫുൾ ഓൺ. അത് സാധാ ബേസിക് അല്ല, പ്രോപ്പർ GPT ബോട്ട്സ്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻസിനെ പോലെ തന്നെ അവർ നമ്മുടെ ഫുൾ ഡേറ്റാബേസിന് ആക്സസ് ഉണ്ട്, നമ്മുടെ വെബ്സൈറ്റ് ആക്സസ് ഉണ്ട്. പക്ഷേ ഞാൻ പറയുകയാണ് എൻ്റെ ഈ ഒരു ഓർഡർ നമ്പർ എവിടെ എത്തി, എനിക്ക് എപ്പോൾ കിട്ടുമെന്ന് അറിയണം. ഇത് പോയി നമ്മുടെ ഇതിൽ നോക്കും എന്താണ് സ്റ്റാറ്റസ് എന്ന് നമ്മൾ പറയും. പക്ഷേ ഞാൻ പറയുകയാണ് എനിക്ക് ഇതിൽ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്നതിന് അവൈലബിലിറ്റി ഉണ്ടോ, ഓഫർ ഉണ്ടോ, ഇത് പോയി നമ്മുടെ ഫുൾ ഡേറ്റാബേസ് നോക്കിയിട്ട് പറഞ്ഞു തരും. നിങ്ങളുടെ കഴിഞ്ഞ 2 hour ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ഓഫർ ഉണ്ട്. അപ്പോൾ ഫുൾ അത് AI വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്തു. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇപ്പോൾ ഇൻഹൗസ് ആണെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ ഡാഷ്ബോർഡ്, ആ ഡാഷ്ബോർഡിൽ നമ്മൾ കയറിയിട്ട് നോക്കണം, അതായിരുന്നു. ഇപ്പോൾ പക്ഷേ നമ്മൾ AI ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ഒരു 30 ഡാഷ്ബോർഡ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഓരോ ഡാഷ്ബോർഡ് തുറന്ന് നോക്കാൻ തന്നെ ഒരു ദിവസം എടുക്കും. ഞാൻ ഏത് ചോദിക്കുകയാണ് ഈ പ്രോഡക്റ്റ് കഴിഞ്ഞ ആഴ്ചയായിട്ട് കുഴപ്പമില്ല പോകുന്നുണ്ട്, അടുത്ത 2 മാസം റീസ്റ്റോക്ക് ചെയ്യണോ വേണ്ടേ, ഈ ഫുൾ സ്റ്റഡി ചെയ്തിട്ട് അത് ഏറ്റവും പറഞ്ഞത് മനസ്സിലായി. ആ രീതിയിൽ എവിടേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാമോ വി ആർ ആക്ച്വലി ഇൻറ്റഗ്രേറ്റിംഗ്. പക്ഷേ ദർ ഇസ് എ ലോട്ട് മോർ ആക്ച്വലി. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ മെറ്റ കഴിഞ്ഞ ആഴ്ച മുതൽ ഫുള്ളി AI ബേസ്ഡ് ആക്കി. കാരണം ഓരോ പ്ലേസ്മെന്റും ടെക്സ്റ്റും ഡേറ്റയും നമ്മൾ കൊടുക്കണം. ഇപ്പോൾ AI മെറ്റ തീരുമാനിക്കും ഏത് ഓഡിയൻസ് ആണ് എങ്ങനെയാണ്, നിങ്ങളുടെ ഡേറ്റ തന്നാൽ അത് ബാക്കി നമ്മൾ നോക്കിക്കോളാം. അടുത്ത 2 വർഷം വിൽ ബി AI. കറക്റ്റ്. AI ഇല്ലാണ്ട് ഇനി മുന്നോട്ട് പറ്റില്ല. ഞങ്ങളുടെ തോന്നുന്ന വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ബാലൻസ്ഡ്. ഇപ്പൊ ഈ പറയണ മാതിരി ഇപ്പൊ ചാറ്റ്സിലും കാര്യങ്ങളിലും ഒക്കെ നമ്മൾ ഇദ്ദേഹത്തിനെ കൊണ്ടിടുമ്പോഴും അറ്റ് ദി എൻഡ് ദർ ഷുഡ് ബി ഹ്യൂമൻ സപ്പോർട്ട്. അത് കാരണം ഇപ്പൊ നമ്മള് കസ്റ്റമേഴ്സ് തന്നെ ചോദിക്കും ഇത് AI ആണോ, നിങ്ങൾ ബോട്ട് ആണോ എന്നുള്ളത് ചോദിക്കാൻ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ ബോട്ടാണ്. അപ്പൊ ദർ ഷുഡ് ബി എ ബാലൻസ് ബിക്കോസ് ആ ഒരു ഹ്യൂമൻ കണക്ഷൻ ആണ്. ഇപ്പൊ മൈ ഡെസിഗ്നേഷന് നമ്മൾ പറയുമ്പോൾ ഇപ്പൊ സ്വരൂപ് മൈ ഡെസിഗ്നേഷന്റെ പേര് സ്വരൂപ് ഇട്ടു. സോ പുള്ളി അതിന് ലോങ് നെയിം ഇട്ടു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ കുഞ്ഞു പേരാ സിഡ്. സിദ്ധാർത്ഥ അല്ല, അല്ലല്ല ഇറ്റ് ഇസ് സിഡ്. അപ്പോ വാട്ട് ഐ വാസ് വെറൈറ്റി ആക്കിയതാ. നോ വേക്കപ്പ് സിഡ് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടം. എനിക്കും. ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മലമറിക്കുന്ന പരിപാടിയൊന്നുമല്ല. ഇതൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അത് നിങ്ങളെ പഠിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. 10 ദിവസം കൊണ്ട് നിങ്ങളെ ഞങ്ങളൊരു ഓൺലൈൻ സ്റ്റോർ എക്സ്പേർട്ട് ആക്കി തരാം. 15 മിനിറ്റ് എല്ലാ ദിവസവും മുടക്കിയാൽ 10ാമത്തെ ദിവസം നിങ്ങൾക്കൊരു ലൈവ് ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കാം. ദുബായിൽ പോയപ്പോൾ എനിക്ക് ഫ്രണ്ട്സ് ഇല്ലാത്തപ്പോൾ, ദുബായിൽ ഫസ്റ്റ് പോയത്, അപ്പോൾ ആരുമില്ല, ഞാൻ ഒറ്റക്ക് പോയിരുന്ന് കണ്ട് ആസ്വദിച്ച പടമാണ് വേക്കപ്പ് സിദ്ധ. കുറെ റിലേറ്റബിലിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പറയണ മാതിരി AI എന്ന് പറയുന്ന ഒരു ടൂളിനെ നമ്മൾ യൂസ് ചെയ്യുകയും പക്ഷെ നമ്മുടെ ഒരു ഇതുണ്ട്, അതായത് മൈ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഹ്യൂമൻ ക്യാരക്ടർ ആയിട്ടാണ് കാണുന്നത്. ഇപ്പൊ എനിക്കത് മോനാണെങ്കിൽ എന്റെ ടീമിൽ ഇരിക്കുന്നവർക്ക് ഒരു ബ്രദർ ആയിരിക്കും, അവർ അത്രയും അതിനെ അങ്ങനെയാണ് കാണുന്നത്. സോ ഓരോ കസ്റ്റമറിനും മൈ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് ഒരു there should be some feeling, right? അപ്പൊ അതിന് AI എന്ന് പറയുന്നത് should be balanced at the end of the day. എനിവേസ്, അപ്പോൾ AI എങ്ങനെ യൂസ് ചെയ്യണോ നമ്മളെ ഓഡിയൻസിന് പഠിപ്പിച്ചു. ഇതോടുകൂടി ഇവിടെ തീരുകയാണ് സുഹൃത്തുക്കളെ. ഇനി ഇത് മുന്നോട്ട് പോവില്ല, എൻ്റെ അടപ്പൂരിയുണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. കയ്യില്ല. ഓക്കെ, ഇന്നത്തെ ഈ എപ്പിസോഡിന് ശേഷം നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടായേക്കാം. ഈ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ടീമായിട്ട് സംസാരിക്കാം. അല്ലെങ്കിൽ ഈ ഗസ്റ്റുമായിട്ട് നിങ്ങൾക്ക് ഒരു പെയ്ഡ് 1-on-1 കൺസൾട്ടേഷൻ വേണമെങ്കിൽ അതും ഈ ലിങ്കിൽ അവൈലബിൾ ആയിരിക്കും.